സൗണ്ട് കുഴപ്പമില്ല. Okay. Hello everyone, welcome to Zodiac Academy. I am Priyanka. I am here to discuss about the previous question paper of insurance medical service. So, recently നടന്ന IMSന്റെ question paper discuss ചെയ്യാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. So, നമുക്ക് ഓരോ questions ആയിട്ട് discuss ചെയ്യാം. Okay. So, the first question is, the most important stimulus for medullary chemoreceptor is, തന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും increased partial oxygen in blood, option B increased H+ concentration in blood, and option C increased partial pressure of carbon dioxide in CSF, and D increased H+ ion concentration in CSF. So, ക്വസ്റ്റ്യനിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡുലറി കീമോ റിസപ്റ്റേഴ്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റിമുലസ് ഏത് എന്നാണ് ചോദ്യം. സോ അതിൽ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ഇൻക്രീസ്ഡ് H+ കോൺസെൻട്രേഷൻ ഇൻ CSF. കാരണം ഈ ഒരു ഹൈഡ്രജൻ അയോൺ കൂടുന്ന സമയത്ത് ഇത് മെഡുലറി കീമോ റിസപ്റ്റേഴ്സിനെ ട്രിഗർ ചെയ്യുന്നത് വഴി ഈ ഒരു കീമോ റിസപ്റ്റേഴ്സ് എന്ത് ചെയ്യും, ബ്രീത്തിങ്ങിൻ്റെയും അതുപോലെ തന്നെ നമ്മളുടെ ബോഡിയിലെ ആസിഡ് ബേസ് ബാലൻസിനെയും മെയിൻറ്റെയിൻ ചെയ്യും. അതുകൊണ്ടാണ് ഈ ഒരു H+ കോൺസെൻട്രേഷൻ ഇൻ CSF ആണ് മെഡുലറി കീമോ റിസപ്റ്റേഴ്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റിമുലസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് പ്രസൻറ്റ് ഇൻ പാൻക്രിയാറ്റിക് ജ്യൂസ്? പാൻക്രിയാറ്റിക് ജ്യൂസിൽ അടങ്ങാത്തതായിട്ട് ഇതിൽ ഏത് എന്നാണ് ചോദ്യം. സോ ഓപ്ഷൻസ് പറയുന്നത് അമിനോപെപ്റ്റിഡേസ്, അമലേസ്, ലിപ്പേസ് ആൻഡ് റൈബോന്യൂക്ലിയസ്. ഇതിൽ പാൻക്രിയാറ്റിക് ജ്യൂസിൽ ഇല്ലാത്തതായിട്ടുള്ളത് അമിനോപെപ്റ്റിഡേസ് ആണ്. കാരണം അമിനോപെപ്റ്റിഡേസ് എന്ന് പറയുന്നത് അമിനോ ആസിഡ്സിന് പ്രോട്ടീൻസിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് അമിനോ ആസിഡ്സ് ആയിട്ട് മാറ്റുന്നതിന് സഹായിക്കുന്നതാണ് അമിനോപെപ്റ്റിഡേസ് എന്ന് പറയുന്നത്. ഡൈജഷനിലൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് അമിനോപെപ്റ്റിഡേസ് ആണ്. നമുക്കിനി ബാക്കി ഓപ്ഷൻസും കൂടെ നോക്കാം. അതിൽ അമലേസ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു അമലേസ് ഇതുപോലെ തന്നെയാണ് നമ്മളുടെ ഒരു എൻസൈമാണ്. ഓർഗാനിസത്തിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ ഒരു അമലേസ് എന്ന് പറയുന്നത്. ദെൻ ലിപ്പേസ് എന്ന് പറയുമ്പോഴത്തേക്കും അതായത് ലിപ്പിഡ്സിനെ ഫാറ്റി ആസിഡായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ലിപ്പേസ് ആണ്. ആൻഡ് ദെൻ റൈബോന്യൂക്ലിയസ് എന്ന് പറയുന്നത് RNA മോളിക്യൂൾസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാനായിട്ടാണ് ഈ ഒരു റൈബോന്യൂക്ലിയസിനെ സഹായിക്കുന്നത്. ഓക്കെ, സോ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് അമിനോപെപ്റ്റിഡേസ് ആണ്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും, phase 2 ഓഫ് കാർഡിയാക് മസിൽ ആക്ഷൻ പൊട്ടൻഷ്യൽ ഈസ് ഡ്യൂ ടു, അതായത് കാർഡിയാക് മസിൽ ആക്ഷൻ പൊട്ടൻഷ്യലിൽ phase 2 എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്നാണ് ചോദ്യം. സോ തന്നിരിക്കുന്ന ഓപ്ഷൻസ് സോഡിയം ഇൻഫ്ലക്സ്, പൊട്ടാസ്യം എഫ്ലക്സ്, കാൽസ്യം അയോൺ ഇൻഫ്ലക്സ് ആൻഡ് കാൽസ്യം പ്ലസ് ഇഫ്ലക്സ്. സോ ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, കാൽസ്യം 2 അയോൺ എഫ്ലക്സ് എന്ന് പറയും. സോ ഇത് എന്തുകൊണ്ടാണ് ഈ ഒരു phase 2 ഈ ഒരു കാർഡിയാക് മസിൽ ആക്ഷൻ പൊട്ടൻഷ്യൽ വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ ഒരു phase 2 കാർഡിയാക് മസിൽ ആക്ഷൻ പൊട്ടൻഷ്യൽ നടക്കുന്ന സമയത്ത് ഈ ഒരു കാർഡിയാക് അയോൺസ് എന്ത് ചെയ്യും, മസിൽ സെൽസിലോട്ട് എൻ്റർ ആവും. ഇങ്ങനെ എൻ്റർ ആവുന്ന സമയത്ത് അവിടെ ഒരു ഇൻഫ്ലക്സ് ഓഫ് കാൽസ്യം നടക്കും. ആ ഒരു ഇൻഫ്ലക്സ് ഓഫ് കാൽസ്യം എന്ന് പറയുന്നത് നമ്മളെ ഹാർട്ട് മസിലിൻ്റെ കൺട്രാക്ഷന് വളരെ ഒരു ക്രൂഷ്യൽ പങ്ക് വഹിക്കുന്നുണ്ട്. അത് മാത്രമല്ല ഇത് എന്ത് ചെയ്യും, ഡീപോളറൈസേഷൻ ഓഫ് സെൽസ് ഒരു സസ്റ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അത് മാത്രമല്ല ഹാർട്ട് മസിൽസിൻ്റെ കൺട്രാക്ഷന് വേണ്ടിയിട്ട് പിന്നെ നമ്മളുടെ ബോഡിയിലോട്ടുള്ള എല്ലാ പാർട്ടിലോട്ടും ബ്ലഡ് എത്തിക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു കാൽസ്യം അയോൺ ഇൻഫ്ലക്സ് ആണ്. ഓക്കെ, കാൽസ്യം അയോൺ ഇൻഫ്ലക്സ്. ഓക്കെ, സോ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറയാനായിട്ടുള്ളത്. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും, ചൂസ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ബ്ലഡ് ഗ്രൂപ്പ്. ബ്ലഡ് ഗ്രൂപ്പിനെ കുറിച്ചുള്ള ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇതിൽ ഏതെന്നാണ് ചോദ്യം. സോ നമുക്ക് ഓരോ ഓപ്ഷൻസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും, ലാൻഡ്സ്റ്റൈനർ ലോ ഈസ് ആപ്ലിക്കബിൾ ടു ഓൾ ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം. അതായത് നമുക്കറിയാം ബ്ലഡ് ഗ്രൂപ്പിംഗ് സിസ്റ്റം കണ്ടുപിടിച്ചത് കാൾ ലാൻഡ്സ്റ്റൈനർ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ്. സോ അദ്ദേഹത്തിൻ്റെ
ലോ എല്ലാ ബ്ലഡ് ഗ്രൂപ്പിലും ആപ്ലിക്കബിൾ ആണ് എന്നാണ് ആദ്യത്തെ ഓപ്ഷൻ പറയുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ പറയുന്നത് ഓൺലി നാച്ചുറലി ഒക്കേറിങ് ആൻറ്റിബോഡീസ് ആർ എ ആൻഡ് ഗ്രൂപ്പ്. എ ആൻഡ് ബി എന്ന് പറയുന്നത് നാച്ചുറലി ഒക്കേർ ചെയ്യുന്ന ആൻറ്റിബോഡീസ് എന്നാണ് പറയുന്നത്. ഓപ്ഷൻ സി പറയുന്നത് RH ആൻറ്റിബോഡി ഈസ് ഫൗണ്ട് ഓൺലി ആഫ്റ്റർ സെൻസിറ്റൈസേഷൻ. സെൻസിറ്റൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ RH ആൻറ്റിബോഡീസ് ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഓപ്ഷൻ സി പറയുന്നത്. ദെൻ ഓപ്ഷൻ 4 പറയുന്നത് O നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഈസ് യൂണിവേഴ്സൽ ഡോണർ. O നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്ന യൂണിവേഴ്സൽ ഡോണർ എന്നാണ് പറയുന്നത്. സോ ഇതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ലാൻഡ്സ്റ്റൈനർ ലോ ഈസ് ആപ്ലിക്കബിൾ ടു ഓൾ ബ്ലഡ് ഗ്രൂപ്പ്. നമുക്കറിയാം ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ABO ബ്ലഡ് ഗ്രൂപ്പ് പ്ലസ് എന്താണ് RH സിസ്റ്റം ഉണ്ട്. ഈ ABO ബ്ലഡ് ഗ്രൂപ്പ് അതായത് കോൾ ലാൻഡ്സ്റ്റൈനറിൻ്റെ ലോ എന്ന് പറയുന്നത് ABO ബ്ലഡ് ഗ്രൂപ്പിൽ മാത്രമേ ആപ്ലിക്കബിൾ ആയിട്ട് പറ്റുള്ളൂ. RH സിസ്റ്റം വരുമ്പോഴത്തേക്കും ABO ബ്ലഡ് ഗ്രൂപ്പിൻ്റെ ലോ എന്ന് പറയുന്നത് അവിടെ ആപ്ലിക്കബിൾ അല്ല. ഓക്കെ, സോ ദാറ്റ്സ് ദി ക്വസ്റ്റ്യൻ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അതിന് ശരി ഉത്തരം എന്ന് പറയുന്നത് എ ആണ്. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ദ സെൻസേഷൻ ട്രാൻസ്മിറ്റഡ് ബൈ ലാറ്ററൽ സ്പൈനോതലാമിക് പാത്വേ. ലാറ്ററൽ സ്പൈനോതലാമിക് പാത്വേയിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സെൻസേഷൻ ഏത് എന്നാണ് ചോദ്യം. സോ തന്നിരിക്കുന്ന ഓപ്ഷൻസ് നമുക്ക് നോക്കാം. വൈബ്രേഷൻ, പെയിൻ, ഫൈൻ ടച്ച് ആൻഡ് പ്രഷർ. സോ സ്പൈനോതലാമിക് പാത്വേയിൽ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സെൻസേഷൻ എന്ന് പറയുന്നത് പെയിൻ ആണ്. കാരണം പെയിനിൻ്റെ റിലേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് സ്പൈനോതലാമിക് പാത്വേ വഴി നമ്മളുടെ ബ്രെയിൻ സെൽസിലോട്ട് ഇൻഫർമേഷൻ പാസ്സാവുന്നത്. അത് മാത്രമല്ല ടെമ്പറേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസും ഈ ഒരു സ്പൈനോതലാമിക് പാത്വേയിൽ കൂടെയാണ് ബ്രെയിനിലോട്ട് എത്തുന്നത്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും the concept that hand washing is the first preventive measures in control of infection was put forward by. അതായത് ഹാൻഡ് വാഷിംഗ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആദ്യമായിട്ട് കൊണ്ടുവന്നത് ആര് എന്നാണ് ചോദ്യം. അതായത് ഹാൻഡ് വാഷിംഗ് നമുക്കറിയാം ഇറ്റ് ഈസ് ദി ബെസ്റ്റ് മെത്തേഡ് ടു പ്രിവെൻറ്റ് ദി ബ്രേക്ക് ഡൗൺ ഓഫ് ദി ഡിസീസ് അല്ലേ. സോ ഒരു ഡിസീസിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും വലിയൊരു നല്ല മെത്തേഡ് എന്ന് പറയുന്നത് ഹാൻഡ് വാഷിംഗ് ആണ്. സോ തന്നിരിക്കുന്ന ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഓപ്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഏണസ്റ്റ് റസ്ക, ലൂയിസ് പാസ്റ്റർ, ഇഗ്നസ് സിമ്മൽവെയ്സ് ആൻഡ് റോബർട്ട് കോച്ച്. ഓക്കെ, സോ ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഇഗ്നസ് സിമ്മൽവെസ് ആണ്. ഇഗ്നസ് സിമ്മൽവെസ് എന്ന് പറയുന്ന ആളാണ്, അതൊരു ഹംഗേറിയൻ സയൻറ്റിസ്റ്റാണ്. പുള്ളിയാണ് ആദ്യമായിട്ട് ഹാൻഡ് വാഷിംഗ് എന്ന് പറയുന്ന മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നമുക്ക് ബാക്കി ഓപ്ഷൻസും കൂടെ നോക്കാം. അതിൽ ഫസ്റ്റ് ഓപ്ഷൻ ഏണസ്റ്റ് റസ്ക എന്ന് പറയുന്ന ആളാണ്. ഇലക്ട്രോണിക് മൈക്രോസ്കോപ്പി അതായത് ഇലക്ട്രിക് മൈക്രോസ്കോപ്പ് ആദ്യമായിട്ട് ഇൻവെൻറ്റ് ചെയ്തത് ഏണസ്റ്റ് റസ്കയാണ്. ദെൻ ലൂയിസ് പാസ്റ്റർ നമുക്ക് എല്ലാവർക്കും അറിയാം. ലൂയിസ് പാസ്റ്ററാണ് ഫസ്റ്റ് ജേം തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തതും ബാക്കിയുള്ള പാസ്റ്ററൈസേഷനൊക്കെ ഇൻവെൻറ്റ് ചെയ്തതും ലൂയിസ് പാസ്റ്ററാണ്. ദെൻ റോബർട്ട് കോച്ചാണ് തരത്തിലുള്ള വാക്സിൻസ്. അത് മാത്രമല്ല കോച്ച് പോസ്റ്റുലേറ്റ്സിനെ ഫോമുലേറ്റ് ചെയ്തതും റോബർട്ട് കോച്ചാണ്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ട്രാൻസ്ഡക്ഷൻ ഈസ് one mechanism of genetic transfer resulting in antibiotic resistance by. So ട്രാൻസ്ഡക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ജനറ്റിക് ട്രാൻസ്ഫറിൻ്റെ ഒരു മെക്കാനിസമാണ് ട്രാൻസ്ഡക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ ഒരു ജനറ്റിക് ട്രാൻസ്ഫർമേഷൻ എൻറ്റയർലി ഒരു ഓർഗാനിസം ജനറ്റിക് ട്രാൻസ്ഫർമേഷൻ നടത്തുന്ന ഒരു പ്രോസസ്സാണ് ട്രാൻസ്ഡക്ഷൻ എന്ന് പറയുന്നത്. സോ അതിൽ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് റിസൾട്ട് ചെയ്യുന്ന ഏതിൽ എന്നാണ് ചോദ്യം. സോ തന്നിരിക്കുന്ന ഓപ്ഷൻസ് പ്ലാസ്മിഡ്, ബാക്ടീരിയോഫേജ്, ട്രാൻസ്പോസൻസ് ആൻഡ് ഇൻസേർഷൻ സീക്വൻസസ്. ഇതിൽ ഒരു ജനറ്റിക് ട്രാൻസ്ഫർമേഷന് വിധേയമാകാൻ പറ്റുന്നത് ബാക്ടീരിയോഫേജസിനാണ്. ബാക്ടീരിയോഫേജസ് എന്ന് പറയുമ്പോഴത്തേക്കും സം കൈൻഡ് ഓഫ് വൈറസസ് ആണ്. അതിനെങ്ങനെ വേണമെങ്കിലും അവരുടെ ബോഡീസിനെ ട്രാൻസ്ഫോം ചെയ്ത് ബാക്ടീരിയാസിനെ എന്ത് ചെയ്യാൻ പറ്റും, അറ്റാക്ക് ചെയ്യാൻ പറ്റും. ഒരു വൈറസിന് ബാക്ടീരിയ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ് എന്ന് പറയുന്നത് ട്രാൻസ്ഡക്ഷൻ എന്ന് പറയുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ബാക്ടീരിയോഫേജ്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും അനേറോബിക് കൾച്ചർ മെത്തേഡ് ഇൻക്ലൂഡ് ഓൾ എക്സ്പെക്ട്. ഈ താഴെ തന്നിരിക്കുന്നതിലെല്ലാം അനേറോബിക് കൾച്ചർ മെത്തേഡ്സ് ആണ് ഒന്നൊഴികെ ഏതെന്നാണ് ചോദ്യം. സോ തയോഗ്ലൈക്കുലേറ്റ് ബ്രോത്ത്, ഗാസ്പെക്, മെക്കോങ്കി അഗാർ ആൻഡ് അനേറോബിക് ബ്ലഡ് അഗാർ.
സോ ഇതിൽ അനേറോബിക് കൾച്ചർ മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്കും ആബ്സെൻസ് ഓഫ് ഓക്സിജൻ ഇല്ലാണ്ട് കൾച്ചർ മീഡിയാസിനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതാണ് ഈ ഒരു അനേറോബിക് കൾച്ചർ മീഡിയ എന്ന് പറയുന്നത്. അതിൽ അനേറോബിക് അല്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ സി മെക്കോങ്കി അഗാറാണ്. മെക്കോങ്കി അഗാർ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സിമ്പിൾ ഡിഫറൻഷ്യൽ മീഡിയയാണ്, സിമ്പിൾ ആൻഡ് ഡിഫറൻഷ്യൽ മീഡിയയാണ് മീഡിയാസാണ് ഈ ഒരു മെക്കോങ്കി അഗാർ എന്ന് പറയുന്നത്. ഇവിടെ മൈക്രോ ഓർഗാനിസത്തിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഈ ഒരു മെക്കോങ്കി അഗാറിൻ്റെ ഉപയോഗം. അതായത് ഒരു ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയാസിനെയാണ് ഏറ്റവും കൂടുതൽ ഇവിടെ കൾച്ചർ ചെയ്യാനായിട്ട് പ്രിഫറൻസ് കൊടുക്കുന്നത്. ഓക്കെ, സോ ദ റൈറ്റ് ആൻസർ ഇസ് മെക്കോങ്കി അഗാർ. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് ഇൻക്ലൂഡ് ഓൾ. ഈ താഴെ തന്നിരിക്കുന്നതിലെല്ലാം സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ആണ്. ഇതിലൊന്നൊഴികെ ഏതെന്നാണ് ചോദ്യം. സോ നിങ്ങൾ ഓപ്ഷൻസ് കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും. ഓപ്ഷൻ എ ഷിഗല്ല, ഡിസെൻട്രി, ഗൊനേറിയ, സിഫിലിസ് ആൻഡ് ഹെർപ്പസ് സിംപ്ലെക്സ് ടൈപ്പ് 2. ഇതിൽ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് അല്ലാത്തതായിട്ട് വരുന്നത് ഷിഗല്ല മാത്രമാണ്. ഓക്കെ, ഗൊനേറിയ നമുക്ക് ഗൊനേറിയയിലാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. സിഫിലിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ട്രിപ്പനൈമോഫിലൈഡം ആൻഡ് ഹെർപ്പസ് സോസ്റ്റർ വൈറസസ് ഒക്കെയാണ് ഹെർപ്പസ് സിംപ്ലെക്സ് ഒക്കെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. സോ അതർ ദാൻ ദിസ് ഷിഗല്ല ആണ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് അല്ലാത്തത്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും എ ഡിഫൻസ് മെക്കാനിസം ഇൻ വിച്ച് ചാനലിംഗ് ഓഫ് എൻ അൺഅക്സെപ്റ്റബിൾ ഡിസൈസ് ഇമ്പൾസ് ആൻഡ് ബിഹേവിയേഴ്സ് ഇൻറ്റു സോഷ്യലി അക്സെപ്റ്റഡ് ബിഹേവിയർ ഇസ് കാൾഡ്. ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ ഇത് ഈ താഴെ തന്നിരിക്കുന്നതിൽ ഒരു ടൈപ്പ് ഓഫ് ഡിഫൻസ് മെക്കാനിസമാണ്. ഇതിൽ അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ള ബിഹേവിയറിനെ ഒരു അക്സെപ്റ്റബിൾ ബിഹേവിയറിലോട്ട് ചേഞ്ച് ചെയ്യുന്നത് ഏത് തരത്തിലുള്ള ഡിഫൻസ് മെക്കാനിസം എന്നാണ് ചോദ്യം. സോ ഓപ്ഷൻസ് നോക്കാം. റിപ്രഷൻ, റിഗ്രഷൻ, സബ്ലിമേഷൻ ആൻഡ് സപ്രഷൻ. ഇതിൽ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് സബ്ലിമേഷനാണ്. കാരണം സബ്ലിമേഷനിലാണ് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ബിഹേവിയർ ഒരു അക്സെപ്റ്റബിൾ ബിഹേവിയറായിട്ട് ചേഞ്ച് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരാൾക്ക് ഒരു തരത്തിലുള്ള വളരെ രീതിയിലുള്ള ട്രാൻഡ്രംസ്, ഇമോഷണൽ ഔട്ട് ബേസ്റ്റിംഗ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അയാൾ ആ ഒരു അൺഎക്സ്പെക്റ്റബിൾ ആയിട്ടുള്ള ബിഹേവിയറിനെ അക്സെപ്റ്റബിൾ, അതായത് ഒരു സ്പോർട്സിലോ ഒരു ബിസിനസ് റിവൈൽസിലോ ഒക്കെ കാണിച്ച് സക്സസ് ആവുന്നതിനെയാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ റിപ്രഷൻ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, ഒരു ബ്ലോക്കിംഗ് ഓഫ് പാസ്റ്റ് മെമ്മറീസ് ഒരു കോൺഷ്യസ് മൈൻഡിലോട്ട് ബ്ലോക്ക് ചെയ്യുന്നതിനെയാണ് റിപ്രഷൻ എന്ന് പറയുന്നത്. റിഗ്രഷൻ ആണെങ്കിൽ എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് സ്റ്റേജ് വരുമ്പോഴത്തേക്കും ദ പേഴ്സൺ വിൽ ഗോ ബാക്ക് ടു ദി ഡെവലപ്മെൻറ്റൽ സ്റ്റേജ്, പാസ്റ്റ് ഡെവലപ്മെൻറ്റൽ സ്റ്റേജിലോട്ട്. ഫോർ എക്സാമ്പിൾ തംസക്കിങ് അല്ലെങ്കിൽ ഒരു ട്രാൻഡ്രംസ് കാണിക്കുക, വളരെ ഡിപ്പെൻഡൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുക. സോ അതാണ് എന്തെന്ന് പറയുന്നത്, ഈ ഒരു റിഗ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ പെർസെപ്ച്വൽ ഡിസോർഡേഴ്സ്. ഈ താഴെ തന്നിരിക്കുന്നതിൽ പെർസെപ്ച്വൽ ഡിസോർഡേഴ്സ് ഏതൊക്കെ എന്നാണ് ചോദ്യം. സോ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻസ് തന്നിട്ടുള്ളത് ഡെല്യൂഷൻ, ഇല്യൂഷൻ, ഹാലുസിനേഷൻ ആൻഡ് ഡിമെൻഷ്യ. ഓക്കെ, ഇത് ഇത്രയാണ് തന്നിരിക്കുന്ന ഓപ്ഷൻസ്. ഇതിൽ നമുക്ക് എന്താണ് ആദ്യം പെർസെപ്ച്വൽ ഡിസോർഡേഴ്സ് എന്ന് നോക്കാം. പെർസെപ്ച്വൽ ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ടൈപ്പ് ഓഫ് എ കോഗ്നിറ്റീവ് ഡിസോർഡർ. അതായത് നമ്മളുടെ സെൻസ് ഓർഗൻസ് കൊണ്ട് നമ്മളുടെ എൻ്റെ സറൗണ്ടിങ്ങിലുള്ള ഒരു കാര്യത്തിന് നമുക്ക് പെർസീവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്തെന്ന് പറയുന്നത്, പെർസെപ്ച്വൽ ഡിസോർഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഓപ്ഷൻസ് കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണെന്നുള്ളത്. ഇല്യൂഷൻ ആൻഡ് ഹാലൂസിനേഷൻ, അതായത് 2 and 3 ആണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇല്യൂഷൻ ആൻഡ് ഹാലൂസിനേഷൻ ആസ് ദി പെർസെപ്ച്വൽ ഡിസോർഡേഴ്സ്. അതിൽ ഡെല്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, ഒരു ഫോൾസ് ഫിക്സഡ് ബിലീഫ് ആണ് എന്തെന്ന് പറയുന്നത്, ഡെല്യൂഷൻ എന്ന് പറയുന്നത്. ഫോൾസ് ഫിക്സഡ് ആയിട്ടുള്ള ബിലീഫ്. നമ്മൾ എക്സാമ്പിൾ പറയുന്ന പോലെ എന്താണ്, പെർസിക്യൂട്ടറി, പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ് ഗ്രാൻഡിയോസ് ഡെല്യൂഷൻ, ഇതൊക്കെയാണ് ഡെല്യൂഷൻ എന്ന് പറയുന്നത്. ദെൻ ഡിമെൻഷ്യ ആണെങ്കിൽ എന്താണ്, ക്ലൗഡിങ് ഓഫ് കോൺഷ്യസ്നെസ്സിനെയാണ് നമ്മൾ ഡിമെൻഷ്യ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും വാട്ട് ഈസ് ദി തിയറി വിച്ച് സേസ് വി ഫീൽ സാഡ് ബിക്കോസ് വി ക്രൈ ആൻഡ് വി ആർ അഫ്രൈഡ് ബിക്കോസ് വി ട്രെമ്പിൾ എന്ന് പറയുന്നത് ഏത് തിയറി ആയിട്ട് ബേസ് ചെയ്തതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക്
നമ്മൾ കരയുന്നത് നമുക്ക് വിഷമം വന്നിട്ടാണ്. നമ്മൾ ട്രെമ്പിൾ മീൻസ് വിറയ്ക്കുക. നമ്മൾ വിറയ്ക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ പേടിക്കുന്നത് കൊണ്ടാണ് എന്ന ഒരു കോൺസെപ്റ്റ് ഇത് ഏത് തിയറിയില്ലെന്നാണ് ചോദ്യം. സോ തന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ലസാറസ് തിയറി, ഷാക്ടർ ആൻഡ് സിംഗേഴ്സ് തിയറി, കനോൺ ബാർഡ് തിയറി ആൻഡ് ജെയിംസ് ലാൻസ് തിയറി. ഈ ഒരു തിയറി ഇതിൽ പറയുന്നത് ജെയിംസ് ലാൻസ് തിയറിയാണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ്. ജെയിംസ് ലാൻസ് തിയറിയാണ് ഈ ഒരു കൺസെപ്റ്റ് പറയുന്നത്. ഇതിലെന്ന് പറയുമ്പോഴത്തേക്കും നമ്മളുടെ എന്താണ് ഫിസിയോളജിക്കൽ റെസ്പോൺസ് കാരണം നമ്മളുടെ ഇമോഷൻസ് ഉണ്ടാകുന്നതിനെയാണ് ഈ ഒരു ജെയിംസ് ലാൻസ് തിയറിയിൽ പറയുന്നത്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും what is a scale on which a pairs of opposite adjectives are presented? അതായത് ഒരു പെയർസ് ഓഫ് ഓപ്പോസിറ്റ് അഡ്ജക്റ്റീവ്സ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് ഏത് സ്കെയിലിൽ എന്നാണ് ചോദ്യം. സോ തന്നിരിക്കുന്ന ഓപ്ഷൻസ് വിഷ്വൽ അനലോഗ് സ്കെയിൽ, ഗട്ട്മാൻ സ്കെയിൽ, സെമാൻറ്റിക് ഡിഫറൻഷ്യൽ സ്കെയിൽ ആൻഡ് ലൈക്കേർഡ് സ്കെയിൽ. ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് സെമാൻറ്റിക് ഡിഫറൻഷ്യൽ സ്കെയിലാണ്. ഓക്കെ, സെമാൻറ്റിക് ഡിഫറൻഷ്യൽ സ്കെയിൽ. ഈ സെമാൻറ്റിക് ഡിഫറൻഷ്യൽ സ്കെയിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസെപ്റ്റ്സ് അതുപോലെ തന്നെ ഒപ്പീനിയൻസിനെയൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് സെമാൻറ്റിക് ഡിഫറൻഷ്യൽ സ്കെയിൽ എന്ന് പറയുന്നത്. ദെൻ നമുക്ക് ബാക്കി ഓപ്ഷൻസും കൂടെ നോക്കാം. അതിൽ വിഷ്വൽ അനലോഗ് സ്കെയിൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളുടെ എന്താണ് സബ്ജക്റ്റീവ് ഫീലിങ്സിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വിഷ്വൽ അനലോഗ് സ്കെയിലിനെ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പെയിൻ സ്കെയിലൊക്കെ പറയുന്നത് ഈ ഒരു വൺ ഓഫ് ദി എക്സാമ്പിൾ ഓഫ് വിഷ്വൽ അനലോഗ് സ്കെയിൽ. ദെൻ ഗട്ട്മാൻ സ്കെയിൽ എന്ന് പറയുമ്പോഴത്തേക്കും ഗട്ട്മാൻ സ്കെയിൽ എന്ന് പറയുന്നതും ഒപ്പീനിയൻസിനെയും ഒക്കെ എന്താണ് ഒപ്പീനിയൻസിനെ ആറ്റിറ്റ്യൂഡ്സിനെയൊക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ഗട്ട്മാൻ സ്കെയിൽ. അതായത് സ്ട്രോങ്ലി ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻസിൻ്റെ സ്ട്രെങ്ത്തിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗട്ട്മാൻ സ്കെയിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്ത് പറയുന്ന ലൈക്കേർഡ് സ്കെയിൽ. നമുക്കറിയാം ലൈക്കേർഡ് സ്കെയിൽ ഈസ് ഓൾവേസ് നോൺ ആസ് ആറ്റിറ്റ്യൂഡ് സ്കെയിൽ അല്ലേ. ഒരു ആറ്റിറ്റ്യൂഡ്സിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലൈക്കേർഡ് സ്കെയിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദി കറക്റ്റ് ഹൈറാർക്കിയൽ ഓർഡർ ഓഫ് മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സ് തിയറി. സോ മാസ്ലോസ് ഹൈറാർക്കി നീഡ്സിൻ്റെ കറക്റ്റ് ഓർഡർ ഇതിൽ ഏതെന്നാണ് ചോദ്യം. ഫസ്റ്റ് നമുക്കറിയാമല്ലേ എബ്രഹാം മാസ്ലോ ആണ് ഈ ഒരു മാസ്ലോ ഹൈറാർക്കി നീഡ് കൊണ്ടുവന്നത് ലൈക്ക് ഇൻ എ ട്രയാങ്കിൾ ഷേപ്പ്. അതിലെങ്ങനെയാണ് ഫസ്റ്റ് പറയുന്ന ഫിസിയോളജിക്കൽ സ്റ്റേറ്റ് ആണ്. ഫിസിയോളജിക്കൽ സ്റ്റേറ്റ് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്ന ഏതാണ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി. ദെൻ അത് കഴിഞ്ഞിട്ട് ലവ്, അഫെക്ഷൻ ആൻഡ് ബിലോങ്ങിങ്സ്. ദെൻ അത് കഴിഞ്ഞിട്ട് പറയുന്നത് സെൽഫ് എസ്റ്റീം നീഡ്സ് ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്. അപ്പോൾ ഇതിൽ ഏതായിരിക്കും ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ് ഇതിൽ ശരിയായിട്ടുള്ള ആൻസർ. സോ ദ ഫസ്റ്റ് ഹൈറാർക്കിയൽ നീഡ് അനുസരിച്ച് നമ്മൾ ട്രയാങ്കിൾ ബേസിൽ ക്ലാസിഫൈ ചെയ്യുമ്പോഴത്തേക്കും ഫസ്റ്റ് വരുന്നത് ഏതാണ്? ഫിസിയോളജിക്കൽ നീഡ്സ്. ഫിസിയോളജിക്കൽ നീഡ്സ് കഴിഞ്ഞിട്ട് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡ്സ്. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡ്സ് കഴിഞ്ഞ ഉടനെ ലവ്, അഫെക്ഷൻ ആൻഡ് ബിലോങ്ങിങ് നീഡ്സ് ആൻഡ് സെൽഫ് എസ്റ്റീം നീഡ്സ് ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്. ഓക്കെ, സോ ദിസ് ഈസ് ദി റൈറ്റ് പാറ്റേൺ ഓഫ് മാസ്ലോസ് ഹൈറാർക്കി തിയറി. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് എൻ ഇൻട്രിൻസിക് മോട്ടിവേഷൻ. ഇൻട്രിൻസിക് മോട്ടിവേഷൻ്റെ എക്സാമ്പിൾ ഏതെന്നാണ് ചോദ്യം. സോ തന്നിരിക്കുന്ന ഓപ്ഷൻസ് റിവാർഡ്സ്, മണി, ഗ്രേഡ്സ് ആൻഡ് എംപ്ലോയീസ് ഫീലിംഗ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ. സോ ഇതിൽ ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫായിട്ടുണ്ടാവുന്ന ഒരു തരത്തിലുള്ള മോട്ടിവേഷൻ, അല്ലെങ്കിൽ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ, സെൽഫ് സക്സസ്ഫുൾ, എന്താണ് സെൽഫ് മോട്ടിവേഷൻ, സെൽഫ് നീഡ്, സോ സെൽഫ് എൻജോയ്മെൻറ്റ്. സോ അങ്ങനത്തെ ഒക്കെ ഉള്ള കാര്യങ്ങളാണ് ഈ ഒരു ഇൻട്രിൻസിക് മോട്ടിവേഷൻ. ഒരു വ്യക്തിയിൽ അവനിൽ തന്നെ ഉണ്ടാവുന്ന ഒരു തരത്തിലുള്ള ഒരു മോട്ടിവേഷനാണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ. ഓക്കെ, സോ അതിൽ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഏത് തന്നെയായിരിക്കും? എംപ്ലോയീസ് ഫീലിംഗ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ തന്നെയായിരിക്കും. സ്വയമേ ഉണ്ടാവുന്ന ഒരു തരത്തിലുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ, ദറ്റ് ഈസ് കോൾഡ് ഇൻട്രിൻസിക് ലെവൽ ഓഫ് മോട്ടിവേഷൻ. ഓക്കെ, സോ അതിൽ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും വിച്ച് തിയറി അനലൈസ് ദി കൺസെപ്റ്റ്സ് ലൈക്ക് പേഴ്സണൽ ട്രബിൾസ് ഓഫ് മില്യൂ ആൻഡ് പബ്ലിക് ഇഷ്യൂസ് ഓഫ് സോഷ്യൽ സ്ട്രക്ചർ. സോ ഇത് ഈ തന്നിരിക്കുന്നതിൽ ഏത് തിയറിയാണ് സോഷ്യൽ സ്ട്രക്ചറുമായിട്ട് എന്താണ് ഒരു പേഴ്സണൽ ട്രബിൾസ് അല്ലെങ്കിൽ സോഷ്യൽ സ്ട്രക്ചർ കാരണം പേഴ്സണൽ സർക്കംസ്റ്റൻസസിന് എന്താണ് പ്രോബ്ലം ഉണ്ടാവുന്നത്,
എന്ന് പറയുന്നത് ഈ താഴെ തന്നിരിക്കുന്നതിൽ ഏത് തിയറി എന്നാണ് ചോദ്യം. സോ തന്നിരിക്കുന്ന ഓപ്ഷൻസ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ, ചിക്കാഗോ സ്കൂൾ, സിന്തറ്റിക് സ്കൂൾ ആൻഡ് ഫോർമലിസ്റ്റിക്കൽ സ്കൂൾ. ഇതിൽ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് സോഷ്യോളജിക്കൽ ഇമാജിനേഷനാണ്. അതായത് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്നത് സോഷ്യൽ സ്ട്രക്ചർ കാരണം, ഏതെങ്കിലും തരത്തിലുള്ള ഒരു സോഷ്യൽ സർക്കംസ്റ്റൻസസ് കാരണം അല്ലെങ്കിൽ സോഷ്യൽ ചേഞ്ച് കാരണം ഒരു പേഴ്സണൽ സർക്കംസ്റ്റൻസസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് സോഷ്യൽ ഇമാജിനേഷൻ എന്ന് പറയുന്നത്. വില്യം ആണ് ഈ ഒരു സോഷ്യൽ ഇമാജിനേഷൻ ആദ്യമായിട്ട് പറഞ്ഞത്. അതിനെക്കുറിച്ചൊരു ബുക്ക് എഴുതിയതും ഈ സി വില്യം എന്ന് പറയുന്നൊരു ഓതറാണ്. ഓക്കെ, സോഷ്യോളജിസ്റ്റാണ്. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ കൺസിസ്റ്റ് ഓഫ് 2 സ്റ്റേറ്റ്മെൻറ്റ്. ഈ താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ 2 സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അല്ല, ഒന്നെന്ന് പറയുന്ന അസേർഷൻ എ ആയിട്ടും മറ്റൊന്ന് പറയുന്നത് റീസൺ ആർ ആയിട്ടും ലേബിൾ ചെയ്തിട്ടുണ്ട്. യു ആർ ടു എക്സാമിൻ ദീസ് 2 സ്റ്റേറ്റ്മെൻറ്റ്സ് കെയർഫുള്ളി ആൻഡ് ഡിസൈഡ് if the assertion and the reason are individually true and if whether the reason is a correct explanation of the assertion. എന്ന് പറയുമ്പോഴത്തേക്കും ഈ തന്നിരിക്കുന്ന 2 ഓപ്ഷൻസ് നിങ്ങൾ വായിച്ച് നോക്കിയതിന് ശേഷം ഇതിലേതാണ് ഏതിൻ്റെ എക്സ്പ്ലനേഷൻ, അതായത് ഇത് രണ്ടും ശരിയാണ് എന്നുണ്ടെങ്കിൽ ഈ റീസൺ എന്താണ് വെദർ ദ റീസൺ ഈസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ. അസേർഷൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ റീസൺ, അതായത് എയുടെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ ആർ എന്നാണ് ചോദ്യം. ഓക്കെ, ആണോ എന്നാണ് ചോദ്യം. സോ നമുക്ക് അസേർഷൻ എന്താണ്, റീസൺ എന്താണെന്ന് നോക്കാം. സോ അസേർഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ചിൽഡ്രൻ പിക്കപ്പ് വേസ് ഓഫ് ബിഹേവിയർ അപ്രോപ്രിയറ്റ്ലി ആസ് പെർ ദെയർ കൾച്ചർ ഫ്രം ദെയർ ഫ്രണ്ട്സ്, മീഡിയ ആൻഡ് വേരിയസ് അതർ സോഴ്സ്. എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ കുട്ടികൾ അവരെ സൊസൈറ്റിയിൽ നിന്ന് എന്താണ് അൺഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ബിഹേവിയർ ലേൺ ചെയ്യുന്നത് അവരുടെ കൾച്ചറും പിന്നെ എന്താണ് മീഡിയ, സോഷ്യൽ അല്ലെങ്കിൽ തന്നെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നാണ് ഫസ്റ്റ് അസേർഷൻ പറയുന്നത്. ഓക്കെ, ദെൻ റീസൺ അതായത് ആറിൽ പറയുന്നത് സോഷ്യലൈസേഷൻ ഈസ് എ കോംപ്ലക്സ് പ്രോസസ് ദാറ്റ് ടേക്ക് പ്ലേസ് ത്രൂ വേരിയസ് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ മീൻസ്. സോ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതിൽ ഫോർമലായിട്ടും ഇൻഫോർമലായിട്ടും എന്ത് ചെയ്യാം, ഒരു ചേഞ്ചസ് ഉണ്ടാവാം എന്നാണ് റീസണിൽ പറയുന്നത്. സോ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻസിൽ പറയുന്നത് ഓപ്ഷൻ എയിലാണെങ്കിൽ ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഇസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. പറയുന്ന 2 എയും ബിയും അതായത് എയും ആറും ശരിയാണ്. അതിൽ എയുടെ കറക്റ്റ് എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് 6 ആണെന്നാണ് ഓപ്ഷൻ എയിൽ പറയുന്നത്. നമുക്ക് ബി നോക്കാം. ബിയിൽ പറയുന്നത് ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ബട്ട് ആർ ഇസ് നോട്ട് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ആർ എന്ന് പറയുന്ന എയുടെ അതായത് റീസൺ എന്ന് പറയുന്ന അസേർഷൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല എന്നാണ് ഓപ്ഷൻ ബിയിൽ പറയുന്നത്. ഓപ്ഷൻ സിയിൽ പറയുന്നതോ എ ശരിയാണ്, അസേർഷൻ ശരിയാണ്, പക്ഷേ റീസൺ തെറ്റ് എന്നാണ് പറയുന്നത്. ഓപ്ഷൻ ഡിയിൽ പറയുന്നത് 2 അസേർഷനും റീസണും തെറ്റ് എന്നാണ് ഓപ്ഷൻ ഡിയിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതായിരിക്കും ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. കാരണം അസേർഷൻ എന്ന് പറയുന്നത് റീസൺ എന്ന് പറയുന്നതും ഈ റീസണിൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷനാണ് എന്തെന്ന് പറയുന്നത് അസേർഷൻ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, സോ ഇതിൽ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ഇത് ഇൻഫോർമൽ ബേസിസിലും ഫോർമൽ ബേസിസിലും എന്ത് ചെയ്യാം, അഫക്റ്റ് ചെയ്യാം ഈ പീപ്പിളിൻ്റെ ബിഹേവിയറിനെ. അതിനെ കുറച്ചും കൂടി ഇലാബറേറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നതാണ്. കുട്ടികൾ അവരുടെ കൾച്ചർ ബേസിസിലും സൊസൈറ്റിയിലുള്ള കൾച്ചർ ബേസിസിലും ഫ്രണ്ട്സിൽ നിന്ന് മീഡിയാസിനൊക്കെ ഇൻഅപ്രോപ്രിയറ്റ് ആയിട്ടുള്ള ബിഹേവിയർ പിക്കപ്പ് ചെയ്യാം എന്നാണ് ഈ ഒരു അസേർഷനിൽ പറയുന്നത്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ ഇതും അതുപോലത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യനാണ്. സോ ഒന്ന് നന്നായിട്ടൊന്ന് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. സോ നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ കൺസിസ്റ്റ് ഓഫ് 2 സ്റ്റേറ്റ്മെൻറ്റ്. ഈ താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ 2 സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട്, S1 എന്ന് S2 എന്ന്. റീഡ് ദി സ്റ്റേറ്റ്മെൻറ്റ്സ് കെയർഫുള്ളി ആൻഡ് സെലക്ട് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ. സോ നന്നായിട്ട് വായിച്ചതിന് ശേഷം അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസർ കണ്ടുപിടിക്കുക എന്നാണ് ചോദ്യം. സോ നമുക്ക് നോക്കാം എന്താണ് S1 S2 പറയുന്നതെന്ന്. S1ൽ പറയുന്നത് ഡിവോഴ്സ് ഈസ് ഫിസിക്കൽ സെപ്പറേഷൻ ഓഫ് എ സ്പൗസസ്. ഡിവോഴ്സ് എന്ന് പറയുന്നത് അവരുടെ സ്പൗസസ് മീൻസ്
വൈഫ് ആവാം, പാർട്ട്ണർ ആവാം, ഇൻമേറ്റ് ആവാം. സോ അവരിൽ നിന്നുള്ള ഒരു ഫിസിക്കൽ സെപ്പറേഷനാണ് ഡിവോഴ്സ് എന്നാണ് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റിൽ ഫസ്റ്റിൽ. സ്റ്റേറ്റ്മെൻറ്റ് 2 പറയുന്നതോ സെപ്പറേഷൻ ഈസ് ലീഗൽ ടെർമിനേഷൻ ഓഫ് എ മാരേജ്. സെപ്പറേഷൻ എന്ന് പറയുന്നത് മാരേജിൻ്റെ ഒരു ലീഗൽ ടെർമിനേഷൻ എന്നാണ് പറയുന്നത്. സോ ഇതിൽ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ബോത്ത് S1 ആൻഡ് S2 ആർ ട്രൂ. പറയുന്നത് S1ഉം S2ഉം ശരിയെന്നാണ് പറയുന്നത്. ബിയിൽ S1 ഈസ് ട്രൂ ആൻഡ് S2 ഈസ് ഫാൾസ്. S1 ശരിയെന്നും S2 തെറ്റ് എന്നാണ് പറയുന്നത്. ഓപ്ഷൻ സി ആണെങ്കിലോ S1 ഈസ് ഫാൾസ് ആൻഡ് S2 ഈസ് ട്രൂ. ഓപ്ഷൻ സിയിൽ പറയുന്നത് S1 ശരിയാണ്, S2 തെറ്റ്, S1 തെറ്റാണ്, S2 ശരിയെന്നാണ് പറയുന്നത്. ഓപ്ഷൻ ഡിയിലാണെങ്കിൽ രണ്ട് S1ഉം S2ഉം തെറ്റെന്നാണ് പറയുന്നത്. സോ ഇതിലേതായിരിക്കും കറക്റ്റ് എന്ന് പറയുന്നത്? ഓഫ് കോഴ്സ് ഓപ്ഷൻ ഡി തന്നെയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അതിൽ പറയുന്നത് രണ്ടും S1ഉം S2ഉം തെറ്റ് തന്നെയാണ്. കാരണം ഡിവോഴ്സ് എന്ന് പറയുന്നത് ലീഗൽ ടെർമിനേഷൻ ഓഫ് എ മാരേജ് ആണ് കംപ്ലീറ്റ്ലി. ഈവൻ എന്ന് പറയുമ്പോഴത്തേക്കും ഈവൻ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലായിരുന്നാലും ഈവൻ പ്രോപ്പർട്ടി ബേസിസിലായിരുന്നാലും കംപ്ലീറ്റ്ലി ഒരു ടെർമിനേഷൻ നടത്തുന്നതിനെയാണ് ഡിവോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സെപ്പറേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒന്നിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നേ ഉള്ളൂ. അവിടെ ഒരു ലീഗലായിട്ടുള്ള ടെർമിനേഷൻ അവിടെ വരുന്നില്ല മാരേജിൽ. സോ ബോത്ത് ദി സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഇൻകറക്റ്റ്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ടു ഡിസ്ക്രൈബ് എ ഡൊമസ്റ്റിക് വയലൻസ്? ഈ താഴെ തന്നിരിക്കുന്നതിൽ ഡൊമസ്റ്റിക് വയലൻസിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്, ശരിയായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഏതെന്നാണ് ചോദ്യം. സോ തന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇൻ ഡൊമസ്റ്റിക് വയലൻസ് ദ ഓൺലി വിക്ടിംസ് ആർ മാരീഡ് വുമൻ. ഈ ഡൊമസ്റ്റിക് വയലൻസിൽ വിക്ടിമായിട്ട് വരുന്നത് കല്യാണം കഴിഞ്ഞ സ്ത്രീകൾ മാത്രം എന്നാണ് ആദ്യത്തെ ഓപ്ഷനിൽ പറയുന്നത്. അടുത്ത ഓപ്ഷൻ ബിയിൽ പറയുന്നതോ ഗേൾ ചൈൽഡ് ആർ ഓൺലി വൾനറബിൾ ടു ഡൊമസ്റ്റിക് വയലൻസ്. ഡൊമസ്റ്റിക് വയലൻസിന് വിധേയമാകുന്നത് പെൺകുട്ടികൾ മാത്രമാണ് എന്നാണ് ഓപ്ഷൻ ബിയിൽ പറയുന്നത്. ഓപ്ഷൻ സിയിലാണെങ്കിലോ ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുന്നത് ശാരീരികമായും മാനസികമായും എന്താണ് സെക്ഷുവലി ആൻഡ് വെർബലി ഇമോഷണലി എല്ലാം കൂടെയുള്ള ഒരു ഹൗസ് ഹോൾഡ് സിറ്റിങ്സിൽ എല്ലാ തരത്തിലുമുള്ള ഒരു എന്താണ് വയലൻസിനെയാണ് ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുന്നതെന്നാണ് ഓപ്ഷൻ സിയിൽ പറയുന്നത്. ദെൻ ഓപ്ഷൻ ഡിയിൽ പറയുന്നയോ ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുന്നത് ഒരു പ്രോഗ്രസീവ് സൊസൈറ്റിയിൽ ഒരു എന്താണ് ഒരു ട്രെൻഡാണ് എന്നാണ് ഓപ്ഷൻ ഡിയിൽ പറയുന്നത്. സോ നമുക്ക് ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. കാരണം ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഹൗസ് ഹോൾഡ് സെറ്റിങ്സിൽ ഏത് തരത്തിലുള്ള ഒരു വയലൻസ് ആയിരുന്നാലും അത് ആർക്കെതിരെ ആയിരുന്നാലും അതിനെ ഡൊമസ്റ്റിക് വയലൻസ് എന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ, സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. Sorry. So the question എന്ന് പറയുമ്പോഴത്തേക്കും a patient with a history of diabetes mellitus is admitted to the hospital for a surgery. അതായത് സോ ഡയബറ്റിസ് മെലിറ്റസ് ഉള്ള ഒരു പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ ഒരു സർജറിക്ക് വേണ്ടിയിട്ട് അഡ്മിറ്റ് ആവുകയാണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ the surgeon orders an intravenous infusion of 5% dextrose in normal saline at 100 ml per hour. അതായത് ആ ഒരു സർജൻ ആ ഒരു വ്യക്തിക്ക് എന്താണ് ഡെക്സ്ട്രോസ് 100 ml per hour 100 ml സലൈനിൽ എന്താണ് ഒരു അവറിൽ എന്താണ് ഡെക്സ്ട്രോസ് കൊടുക്കാനായിട്ട് പ്രിസ്ക്രൈബ് ചെയ്തു. The nurse assessed the patient's blood glucose level before starting the IV infusion. IV ഇൻഫ്യൂഷൻ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് അവിടുത്തെ ഒരു ഡ്യൂട്ടി നേഴ്സ് എന്ത് ചെയ്തു, ഒരു പേഷ്യൻറ്റിൻ്റെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ മോണിറ്റർ ചെയ്തു. ആൻഡ് ഒബ്റ്റെയിൻസ് എ റീഡിംഗ് ഓഫ് 180 mg/dL. അങ്ങനെ റീഡിംഗ് നോക്കിയപ്പോഴത്തേക്കും 180 mg/dL ആണ് ആ പേഷ്യൻറ്റിന് അന്ന് ഷുഗർ ഉള്ളതായിട്ട് കാണിച്ചത്. വാട്ട് ആക്ഷൻ ഷുഡ് ബി ദ നേഴ്സ് ടേക്ക് ബിഫോർ ഇനിഷ്യേറ്റിംഗ് ദ IV ഇൻഫ്യൂഷൻ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ IV ഇൻഫ്യൂഷൻ കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് നേഴ്സ് എന്താണ് ചെയ്യേണ്ടത്? ഓക്കെ, so തന്നിരിക്കുന്ന ഓപ്ഷൻ begin the IV infusion as ordered, the blood glucose level is within the acceptable range. ഓപ്ഷൻ എയിൽ പറയുന്നത് എന്താണ്, ഡോക്ടർ പറഞ്ഞ പോലെ IV ഇൻഫ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുക. കാരണം
ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ എന്ന് പറയുന്ന ഒരു നോർമൽ ലിമിറ്റിലാണ് ഉള്ളത് എന്നാണ് ഓപ്ഷൻ എയിൽ പറയുന്നത്. ഓപ്ഷൻ ബിയിലാണെങ്കിലോ അഡ്മിനിസ്റ്റർ എ ബോളസ് ഓഫ് റെഗുലർ ഇൻസുലിൻ ബിഫോർ സ്റ്റാർട്ടിങ് ദി IV ഇൻഫ്യൂഷൻ. IV ഇൻഫ്യൂഷൻ കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരു ബോളസ് ആയിട്ട് എന്ത് ചെയ്യുക, ഇൻസുലിൻ കൊടുക്കുക എന്നാണ് ഓപ്ഷൻ ബിയിൽ പറയുന്നത്. ഓപ്ഷൻ സിയിൽ പറയുന്നയോ, ഓപ്ഷൻ സിയിൽ പറയുന്നത് നോട്ടിഫൈ ദ സർജൻ ആൻഡ് റിക്വസ്റ്റ് എ ചേഞ്ച് ഇൻ ദി IV ഫ്ലൂയിഡ് ടു നോർമൽ സലൈൻ വിത്തൗട്ട് ഡെക്സ്ട്രോസ്. അല്ലെങ്കിൽ ആ സർജനെ നോട്ടിഫൈ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ഡെക്സ്ട്രോസ് വേണ്ട, നോർമൽ സലൈൻ മാത്രം കൊടുത്താൽ മതി എന്നുള്ളതാണ് ഓപ്ഷൻ സിയിൽ പറയുന്നത്. ഓപ്ഷൻ ഡിയിൽ പറയുന്നയോ ഇൻക്രീസ് ദി IV ഇൻഫ്യൂഷൻ റേറ്റ് ടു 150 ml/h ടു ഹെൽപ്പ് ലോവർ ദി പേഷ്യൻ്റ് ബ്ലഡ് ഗ്ലൂക്കോസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, IV ഇൻഫ്യൂഷൻ്റെ റേറ്റ് 150 ml/100 നിന്നും 150 ml/h മാറ്റിയിട്ട് എന്ത് ചെയ്യുക, പേഷ്യൻ്റെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുക എന്നാണ് ഓപ്ഷൻ ഡിയിൽ പറയുന്നത്. ഇതിൽ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഏത് തന്നെയായിരിക്കും, ഓപ്ഷൻ സി ആണ്. കാരണം സർജനെ അറിയിക്കുക, കാരണം നമുക്കറിയാം ഓൾറെഡി ഡയബറ്റീസ് ഉള്ള ഒരു പേഷ്യൻ്റാണ്. അപ്പം വീണ്ടും നമ്മൾ ഡെക്സ്ട്രോസ് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ പേഷ്യൻ്റ് മേ ഹാവ് ദ റിസ്ക് ടു ഡെവലപ്പ് അഗെയിൻ ദി ഇൻക്രീസ് ഓഫ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ അല്ലേ. സോ അതുകൊണ്ട് ആദ്യം ഡോക്ടറിനെ നോട്ടിഫൈ ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, IV ഫ്ലൂയിഡ്സിന് നോർമൽ സലൈൻ മാത്രം കൊടുക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സജസ്റ്റ് ചെയ്യുക. ഓക്കെ, സോ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും വിച്ച് ഓഫ് ദ ഫോളോയിങ് സബ്സ്റ്റൻസ് ഇസ് നോൺ ടു കോസ് ചെറി റെഡ് ഡിസ്കളറേഷൻ ഓഫ് ദ സ്കിൻ ആൻഡ് മ്യൂക്കസ് മെമ്പറൈൻ ഇൻ കേസ് ഓഫ് അക്യൂട്ട് പോയിസണിങ്. ഈ താഴെ തന്നിരിക്കുന്നതിൽ ഏതായിട്ട് കോണ്ടാക്റ്റ് വരുമ്പോഴാണ് ചെറിയ റെഡ് അപ്പിയറൻസ് സ്കിന്നിലും മ്യൂക്കസ് മെമ്പറൈനിലൊക്കെ കാണുന്നത് എന്നാണ് ചോദ്യം. ഓക്കെ, സോ തന്നിരിക്കുന്ന ഓപ്ഷൻസ് കാർബൺ മോണോക്സൈഡ്, സയനൈഡ്, ലെഡ് ആൻഡ് ആഴ്സനിക്. ഇതിൽ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് സയനൈഡാണ്. സയനൈഡ് ഇൻടേക്ക് എടുക്കുന്ന ഒരു ആളിലാണ് ഒരു ചെറിയ റെഡ് ഡിസ്കളറേഷൻ അവരുടെ സ്കിന്നിലും മ്യൂക്കസ് മെമ്പറൈനിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും എ പേഷ്യൻ്റ് ഇൻ ദി ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ് presents with the severe sepsis and requires vasopressor support. The physician order non-epinephrine to be administered. Which of the following statement about non-epinephrine is correct? സോ ഇത് തന്നിരിക്കുന്ന ചോദ്യം എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ ICUവിൽ ഒരാൾക്ക് സെപ്സിസ് ഷോക്കോട് കൂടി അഡ്മിറ്റ് ആവുകയും ഡോക്ടർ എന്ത് ചെയ്തു, വാസോപ്രസറായിട്ട് non-epinephrine ഓർഡർ ചെയ്യുകയും ചെയ്തു. ഈ തന്നിരിക്കുന്നതിൽ non-epinephrine കുറിച്ചുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏത് എന്നാണ് ചോദ്യം. സോ തന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും non-epinephrine primarily stimulates beta-1 adrenergic receptors in the heart. ഹാർട്ടിലുള്ള ബീറ്റ അഡ്രിനർജിക് റിസപ്റ്റേഴ്സിനെ എന്ത് ചെയ്യും, സ്റ്റിമുലേറ്റ് ചെയ്യും എന്നാണ് ഓപ്ഷൻ എയിൽ പറയുന്നത്. ഓപ്ഷൻ ബിയിൽ പറയുന്നത് non-epinephrine എന്ന് പറയുന്ന ഒരു സെലക്റ്റീവ് ആൽഫ-1 അഡ്രിനർജിക് അഗോണിസ്റ്റ് എന്നാണ് പറയുന്നത്. ഓപ്ഷൻ സിയിൽ പറയുന്നത് non-epinephrine is contracted in patient with atrial fibrillation. ഏട്രിയൽ ഫിബ്രിലേഷൻ ഉള്ള ഒരു പേഷ്യൻറ്റിൽ ഈ ഒരു non-epinephrine എന്ന് പറയുന്നത് കോൺട്രാ ഇൻഡിക്കേറ്റഡ് എന്നാണ് പറയുന്നത്. ഓപ്ഷൻ ഡിയിൽ പറയുന്നതാണെങ്കിലോ non-epinephrine is a ഫസ്റ്റ് ലൈൻ വാസോപ്രസർ ഇൻ ദി ട്രീറ്റ്മെൻറ്റ് ഓഫ് സെപ്റ്റിക് ഷോക്ക്. സെപ്റ്റിക് ഷോക്കിൻ്റെ ഫസ്റ്റ് ലൈൻ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് non-epinephrine എന്നാണ് തന്നിരിക്കുന്ന ഓപ്ഷൻ ഡിയിൽ പറയുന്നത്. സോ ഇതിൽ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്, ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. കാരണം non-epinephrine ആണ് ഒരു സെപ്റ്റിക് ഷോക്കിൻ്റെ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് non-epinephrine ആണ്. ഈ ഒരു non-epinephrine ആൽഫ-1 ആൻഡ് ബീറ്റ-1 റിസപ്റ്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, അഗണിസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആക്ട് ചെയ്യുന്നുണ്ട്. സോ non-epinephrine ഇസ് ദി ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് ഫോർ സെപ്റ്റിക് ഷോക്ക്. ഓക്കെ, സോ ഇതാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും a patient in the intensive care unit has been prescribed a continuous infusion of a vasopressor medication to maintain a blood pressure. ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇൻറ്റൻസീവ് കെയറിലുള്ള ഒരു പേഷ്യൻറ്റ് കണ്ടിന്യൂസ് ആയിട്ട് വാസോപ്രസർ ഇൻഫ്യൂഷൻ കൊടുക്കുകയാണ്. വിച്ച് ഫാർമക്കോളജിക്കൽ പ്രോപ്പർട്ടീസ് ആർ മോസ്റ്റ് ക്രൂഷ്യൽ ഫോർ ദ നഴ്സ് ടു മോണിറ്റർ ആൻഡ് അണ്ടർസ്റ്റാൻഡ് വെൻ അഡ്മിനിസ്റ്ററിങ് ദി മെഡിക്കേഷൻ. ഈ ഒരു മെഡിക്കേഷൻ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ആ വാർഡിലുള്ള നഴ്സ് എന്താണ് ഏറ്റവും കൂടുതലായിട്ട് മോണിറ്റർ ചെയ്യേണ്ടത്, എന്ത് കാര്യമാണ് ഏറ്റവും ക്രൂഷ്യലായിട്ട് മോണിറ്റർ ചെയ്യേണ്ടത് എന്നാണ് ചോദ്യം. സോ തന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഓഫ് ലൈഫ് ആൻഡ് എലിമിനേഷൻ കൈനറ്റിക്സ്, ഡ്രഗ് ഇൻട്രാക്ഷൻ, റിസപ്റ്റർ അഫിനിറ്റി ആൻഡ് സ്പെസിഫിസിറ്റി,
വോളിയം ഓഫ് ദി ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പ്രോട്ടീൻ ബൈൻഡിങ്. സോ ഇതിൽ ആസ് എ നേഴ്സ് എന്ന നിലയ്ക്ക് ഒരു ഫാർമക്കോളജിക്കൽ പ്രോപ്പർട്ടീസിൻ്റെ ബേസിസിൽ ക്രൂഷ്യലായിട്ട് ഒബ്സർവ് ചെയ്യേണ്ടത് റിസപ്റ്റർ അഫിനിറ്റി ആൻഡ് സ്പെസിഫിസിറ്റിയാണ്. കാരണം ഇപ്പോൾ എങ്ങനെയാണ് ഒരു മെഡിസിൻ ഒരു ബോഡിയിൽ എഫക്റ്റ് ചെയ്യുന്നത്, അതിൻ്റെ റിസപ്റ്റർ സൈറ്റ് അല്ലെങ്കിൽ അതിൻ്റെ അഫിനിറ്റി, റിസപ്റ്റർ അഫിനിറ്റി എത്രയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ മോണിറ്റർ ചെയ്യേണ്ടത്. ഓക്കെ, സോ ദാറ്റ്സ് വൈ വി ഒബ്സർവ് ദി റിസപ്റ്റർ അഫിനിറ്റി ആൻഡ് സ്പെസിഫിസിറ്റി ഓഫ് എ മെഡിക്കേഷൻ വൈൽ അഡ്മിനിസ്റ്ററിങ് ദ മെഡിക്കേഷൻ. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും നേഴ്സ് ഈസ് കെയറിങ് ഫോർ എ ടെർമിനലി ഇൽ പേഷ്യൻറ്റ്. അതായത് ടെർമിനലി ഇല്ലായിട്ടുള്ളൊരു പേഷ്യൻ മീൻസ് ഒരു പാലിയേറ്റീവ് പേഷ്യൻ്റ് അല്ലെങ്കിൽ ഇല്ലായിട്ടുള്ളൊരു പേഷ്യൻറ്റിന് ഒരു നേഴ്സ് എന്താണ് കെയർ ചെയ്യുവാണ്. ദ പേഷ്യൻ്റ് എക്സ്പ്രസസ് ഫിയർ ആൻഡ് ആൻസൈറ്റി അബൌട്ട് ദ ഫ്യൂച്ചർ. ഫ്യൂച്ചറിനെ കുറിച്ചുള്ളൊരു ഫിയർ ആൻഡ് ആൻസൈറ്റി എന്താണ് എക്സ്പ്രസ് ചെയ്യുവാണ് ഒരു പേഷ്യൻറ്റ്. വിച്ച് തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ ടെക്നിക് കുഡ് ബി മോസ്റ്റ് അപ്രോപ്രിയേറ്റ്? ഏത് തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷനാണ് അതിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയത് എന്നാണ് ചോദ്യം. സോ തന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഓഫറിങ് റീഅഷുറൻസ് ദറ്റ് എവറിത്തിങ് വിൽ ബി ഫൈൻ. എന്ത് ചെയ്യുക, ഒരു റീഅഷുറൻസ് കൊടുക്കുക, എല്ലാ കാര്യങ്ങളും ശരിയാവും എന്നുള്ള രീതിയിൽ. ദെൻ ഓപ്ഷൻ ബിയിൽ പറയുന്നത് അവോയ്ഡിങ് ദ ടോപ്പിക് ടു പ്രിവെൻറ്റ് ഡിസ്ട്രസ്. ഡിസ്ട്രസ് ഉണ്ടാകുന്ന തരത്തിലുള്ള ടോപ്പിക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യണം എന്നാണ് ഓപ്ഷൻ ബിയിൽ പറയുന്നത്. ഓപ്ഷൻ സിയിൽ പറയുന്നത് ആസ്കിങ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ടു എക്സ്പ്ലോർ ഫീലിംഗ്. ഒരു ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസിന് എന്ത് ചെയ്യാം, പ്രൊമോട്ട് ചെയ്യാനായിട്ടാണ് ഓപ്ഷൻ സിയിൽ പറയുന്നത്. ഓപ്ഷൻ 4 ആണെങ്കിലോ ടെല്ലിങ് ദ പേഷ്യൻസ് ടു ഫോക്കസ് ഓൺ ദി പ്രസൻറ്റ് നോട്ട് ഓൺ ദി ഫ്യൂച്ചർ. എന്താണ്, ഇപ്പോഴത്തെ കാര്യങ്ങൾ മാത്രം നിങ്ങൾ നോക്കിയാൽ ഫ്യൂച്ചറിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട എന്നാണ് ഈ ഓപ്ഷൻ 4 അല്ലെങ്കിൽ ഓപ്ഷൻ ഡിയിൽ പറയുന്നത്. സോ ഇതിൽ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ആസ്കിങ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ടു എക്സ്പ്ലോർ ഫീലിങ്സ് എന്ന് പറയുമ്പോൾ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ അടുത്ത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചോദിച്ചിട്ട് സ്ട്രക്ചറൽ അല്ലാത്തൊരു രീതിയിൽ അവരുടെ അടുത്ത് ആൻസർ പറയാനായിട്ട് പറയുന്നു എങ്കിൽ മാത്രമേ അവരെ അഫക്റ്റ് ചെയ്യുന്ന ഫിയർ എന്താണ്, ആൻസൈറ്റി എന്താണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് മാത്രമല്ല എന്താണ് അവർക്ക് കൂടുതൽ നമ്മൾ ഒരു നഴ്സിൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു എളുപ്പം എന്ന് പറയുന്നത് നമ്മൾ എന്താണ് നല്ല രീതിയിലൊരു കമ്മ്യൂണിക്കേഷൻ വഴിയാണ്. അവർ നല്ല രീതിയിലൊരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന വഴി തെറാപ്യൂട്ടിക് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്ന ഒരു അഡാപ്റ്റീവായിട്ട് അവർക്ക് തോന്നും. അവരുടെ ഫിയേഴ്സ് സ്ട്രെസ്സസിനെയൊക്കെ റിഡ്യൂസ് ചെയ്യാനായിട്ട് ഈ ഒരു ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് സാധിക്കും. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും എ പേഷ്യൻറ്റ് വിത്ത് എ ഹിസ്റ്ററി ഓഫ് ക്രോണിക് കിഡ്നി ഡിസീസ്. ഒരു ക്രോണിക് കിഡ്നി ഡിസീസിൻ്റെ ഹിസ്റ്ററി ഉള്ള ഒരാളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ്. ദ പേഷ്യൻറ്റ് സെറം പൊട്ടാഷ്യം ലെവൽ ഈസ് ക്രിട്ടിക്കലി എലിവേറ്റഡ്. പേഷ്യൻ്റ് പൊട്ടാസ്യം ലെവൽ എന്ന് പറയുന്നത് ക്രിട്ടിക്കലി എലിവേറ്റഡ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻ്റർവെൻഷൻ ഈസ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഫോർ മാനേജിങ് ഹൈപ്പർകലീമിയ ഇൻ ദ പേഷ്യൻറ്റ്? ഹൈപ്പർകലീമിയ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ താഴെ തന്നിരിക്കുന്നതിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മെത്തേഡ് ഏത് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ഏത് എന്നാണ് ചോദ്യം. സോ തന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും അഡ്മിനിസ്റ്റർ IV കാൽസ്യം ഗ്ലൂക്കണേറ്റ്, അഡ്മിനിസ്റ്റർ ഇൻട്രാവീനസ് സോഡിയം ബൈകാർബണേറ്റ്, administer oral potassium supplement and administer loop diuretic such as furosemide. So ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ കാൽസ്യം ഗ്ലൂക്കണേറ്റ് ആണ്. ഓക്കെ, കാൽസ്യം ഗ്ലൂക്കണേറ്റ് ആണ് പൊട്ടാസ്യത്തിൻ്റെ ലെവൽ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെഡിക്കേഷൻ എന്ന് പറയുന്നത് കാൽസ്യം ഗ്ലൂക്കണേറ്റ് ആണ്. ഓക്കെ, ഫർദർ ഹൈപ്പർ കലീമിയയിലോട്ട് പോകാതിരിക്കാനും പലതരത്തിലുള്ള കാർഡിയക് അർത്തീമിയസിലോട്ടൊന്നും പേഷ്യൻ്റ് പോകാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് കാൽസ്യം ഗ്ലൂക്കണേറ്റ് ആണ്. ഓക്കെ, സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇൻ എ സർജിക്കൽ സെറ്റിംഗ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ഷൻ റെപ്രസെൻറ്റ്സ് എ ബ്രീച്ച് ഓഫ് അസെപ്റ്റിക് ടെക്നിക് ഡ്യൂറിങ് ദി ഇൻട്രാ ഓപ്പറേറ്റീവ് ഫേസ്? അതായത് ഒരു സർജറി വാർഡിൽ ഒരു ഇൻട്രാ ഓപ്പറേറ്റീവ് ഫേസ് നടക്കുന്ന സമയത്ത് ആൻറ്റി അസെപ്റ്റിക് ടെക്നിക്കിൻ്റെ ഒരു ബ്രീച്ച് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഏത് ആക്ഷനെയാണ് എന്നാണ് ചോദ്യം. സോ തന്നിരിക്കുന്ന ഓപ്ഷൻസ് A surgeon accidentally touches the edge of the sterile surgical drape. സ്റ്റെറൈൽ ആയിട്ടുള്ള സർജിക്കൽ ഡ്രേപ്പിൻ്റെ സൈഡിലായിട്ട് ആക്സിഡൻ്റലി ഒരു സർജൻ തൊടുന്നതാണോ? അല്ലെങ്കിൽ ഓപ്ഷൻ ബി പറയുന്നത് എ സർജിക്കൽ ടെക്നോളജിസ്റ്റ് അഡ്ജസ്റ്റ് ദെയർ മാസ്ക് വിത്തൗട്ട് ടച്ചിങ് ദെയർ ഫേസ്. അവരെ മുഖത്ത് തൊടാണ്ട് എന്താണ് ഫേസ് മാസ്ക് അഡ്ജസ്റ്റ് ചെയ്തതാണോ? എ സർക്കുലേറ്റിംഗ് നേഴ്സ് റീച്ചസ് അക്രോസ് ദി സ്റ്റെറൈൽ ഫീൽഡ് വിത്ത് എ സ്റ്റെറൈൽ ഇൻസ്ട്രുമെൻറ്റ്. ഇപ്പോൾ സർക്കുലേറ്റിംഗ് നേഴ്സ് സ്റ്റെറൈൽ എക്യുപ്മെൻറ്റുമായിട്ട് സ്റ്റെറൈൽ ഫീൽഡിലോട്ട് വരുന്നതാണോ? ഓർ ദ അനസ്തേഷ്യ പ്രൊവൈഡർ
handles non-sterile equipment and then touches the patient's IV line with the sterile gloves. അതായത് ഒരു അനസ്തീഷ്യ പ്രൊവൈഡർ എന്താണ് ഒരു നോൺ സ്റ്റെറൈൽ ആയിട്ടുള്ള എക്യുപ്മെൻറ്റിനെ സ്റ്റെറൈൽ ഗ്ലൗസ് ഇട്ട് തൊടുന്നതാണോ എന്നാണ് ചോദ്യം. സോ ഇത് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അതായത് ഒരു സർക്കുലേറ്റിംഗ് നേഴ്സാണ് അല്ലേ, കാരണം എല്ലായിടത്തും പോകുന്ന സർക്കുലേറ്റിംഗ് നേഴ്സ് എന്ത് തന്നെയായിരുന്നാലും ഒരു സ്റ്റെറൈൽ ഫീൽഡിലോട്ട് കടക്കുന്നത് ഒരു ബ്രീച്ച് ഓഫ് അസെപ്റ്റിക് ടെക്നിക്ക് തന്നെയാണ്. ഓക്കെ, സോ ദ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ദി കൺസെപ്റ്റ് ഓഫ് സെൽഫ് കെയർ ഇൻ ഹോളിസ്റ്റിക് നേഴ്സിംഗ്. അതായത് ഹോളിസ്റ്റിക് നേഴ്സിംഗിൽ ബെസ്റ്റ് സെൽഫ് കെയറിൻ്റെ കൺസെപ്റ്റ് ബെസ്റ്റായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഇതിലേത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ, ഇറ്റ് മീൻസ് നഴ്സസ് ഷുഡ് പ്രയോറിറ്റൈസ് ദെയർ നീഡ്സ് ഓവർ ദി പേഷ്യൻറ്റ്. പേഷ്യൻസിനെ കാട്ടിയും അവരുടെ നീഡ്സ് എന്ത് ചെയ്യാണ് നേഴ്സ് പ്രയോറിറ്റൈസ് ചെയ്യണം എന്നാണ് ഓപ്ഷൻ എയിൽ പറയുന്നത്. ഓപ്ഷൻ ബി ആണെങ്കിലോ, ഇറ്റ് എംഫസൈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് നഴ്സസ് കെയറിങ് ഫോർ ദെയർ ഓൺ വെൽബീങ്. നമ്മളുടെ സ്വന്തം വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് എന്താണ് അതിനൊരു ഊന്നൽ കൊടുക്കണം എന്നാണ് രണ്ടാമത്തെ ഓപ്ഷനിൽ പറയുന്നത്. മൂന്നാമത്തെ ഓപ്ഷനിൽ ഇറ്റ് സജസ്റ്റ് ദാറ്റ് നേഴ്സ് ഷുഡ് നോട്ട് ബി ഇൻവോൾവ്ഡ് ഇൻ പേഷ്യൻറ്റ് കെയർ. പേഷ്യൻറ്റ് കെയറിൽ നഴ്സസ് ഇൻവോൾവ് ആവാൻ പാടില്ല എന്നാണ് മൂന്നാമത്തെ ഓപ്ഷൻ പറയുന്നത്. ഓപ്ഷൻ ഡി പറയുന്നത് ഇറ്റ് ഫോക്കസസ് ഓൺ പ്രൊവൈഡിങ് കെയർ ഓൺലി ഫോർ ദി ഫിസിക്കൽ ആസ്പെക്റ്റ് ഓഫ് എ പേഷ്യൻറ്റ്. ഒരു പേഷ്യൻ്റെ ഫിസിക്കൽ ആസ്പെക്റ്റിൽ നിന്നുകൊണ്ട് മാത്രം കെയർ പ്രൊവൈഡ് ചെയ്യണം എന്നാണ് ഓപ്ഷൻ 4 പറയുന്നത്. ഓക്കെ, സോ ഇതിൽ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഇറ്റ് എംഫസൈസസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് നഴ്സസ് കെയറിങ് ഫോർ ദെയർ ഓൺ വെൽബീങ്. അവരുടെ ഓൺ വെൽബീയിങ്ങിൽ എന്താണ് സ്വയമായിട്ടുള്ള വെൽബീയിങ്ങിൽ ഒരു ഊന്നൽ കൊടുക്കണം എന്നാണ് പറയുന്നത്. സോ ഇതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ കാര്യം നല്ല രീതിയിൽ നോക്കിയാൽ മാത്രമേ നമുക്ക് പേഷ്യൻസിന് ഒരു ക്വാളിറ്റി കെയർ പ്രൊവൈഡ് ചെയ്യാൻ പറ്റൂ എന്നാണ് ഹോളിസ്റ്റിക് നഴ്സിംഗിൽ സെൽഫ് കെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ വി ഹാവ് ടു ലുക്ക് അവർ സെൽഫ്സ് ബിഫോർ പ്രൊവൈഡിങ് കെയർ ടു ദ പേഷ്യൻറ്റ്. ഓക്കെ, അങ്ങനെ നമ്മളുടെ കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ മാത്രമേ ഫിസിക്കലി ഇമോഷണലി മെൻ്റലി സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ പേഷ്യൻസിന് ഒരു ക്വാളിറ്റി കെയർ നമ്മളുടെ ഭാഗത്തു നിന്ന് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇനി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് വാട്ട് ഡസ് ദ ടേം ട്രയേജ് റെഫേഴ്സ് ടു. ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ട്രയേജ് എന്ന് പറയുന്നത് എന്തിനെയാണെന്നാണ് ചോദ്യം. സോ തന്നിരിക്കുന്ന ഓപ്ഷൻസ് പ്രൊവൈഡിങ് സൈക്കോളജിക്കൽ സപ്പോർട്ട് ടു ദി സർവൈവേഴ്സ്. സർവൈവേഴ്സിന് ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. സോർട്ടിങ് ആൻഡ് പ്രയോറിറ്റൈസിങ് പേഷ്യൻസ് ബേസ്ഡ് ഓൺ ദ മെഡിക്കൽ നീഡ്സ്. മെഡിക്കൽ നീഡിനനുസരിച്ച് സോർട്ട് ചെയ്യുകയും പ്രയോറിറ്റൈസ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. Then establishing communication with the emergency responder. എമർജൻസി റെസ്പോണ്ടേഴ്സുമായിട്ട് എന്ത് ചെയ്യുക കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ദെൻ കണ്ടക്ടിങ് സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻ. അകപ്പെട്ട് പോയവരെയൊക്കെ എന്ത് ചെയ്യുക സെർച്ച് ചെയ്യുക, റെസ്ക്യൂ ഓപ്പറേഷൻസിന് എന്ത് ചെയ്യുക മുൻഗണന കൊടുക്കുക എന്നും പറയുന്നുണ്ട്. സോ ഇതിൽ ട്രയേജ് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് പ്രയോറിറ്റൈസ് ചെയ്യുക അല്ലേ, അവരുടെ നീഡ്സിന് അവരുടെ മെഡിക്കൽ നീഡിനനുസരിച്ച് അവരുടെ ആവശ്യങ്ങൾ എന്ത് ചെയ്യുകയാണ് മെഡിക്കൽ നീഡിനനുസരിച്ച് പ്രയോറിറ്റൈസ് ചെയ്യുക സോർട്ട് ഔട്ട് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് ട്രയേജ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ദ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി സോർട്ടിങ് ആൻഡ് പ്രയോറിറ്റൈസിങ് പേഷ്യൻസ് ബേസ്ഡ് ഓൺ ദെയർ മെഡിക്കൽ നീഡ്സ്. സോ ദാറ്റ്സ് ദി റൈറ്റ് ആൻസർ. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ഡ്യൂറിങ് CPR ഫോർ എൻ അഡൾട്ട് വിക്ടിം, ഒരു അഡൾട്ട് വിക്ടിമിൻ്റെ CPRൻ്റെ സമയത്ത് വാട്ട് ഈസ് ദി റെക്കമെൻഡഡ് കംപ്രഷൻ ഡെപ്ത്, ഏതാണ് കംപ്രഷൻ റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന കംപ്രഷൻ ഡെപ്ത് എന്നാണ് ചോദ്യം. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സോ ഓപ്ഷൻസ് 1 inch 2.5 centimeter, 1.5 inch 4 centimeter, 2 inches 5 centimeter and 2.5 inches 6.5 centimeter. സോ ഇതിൽ ഒരു സംശയമില്ല, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ചോദ്യമാണ്. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, 2 inches 5 centimeter. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. When antibodies produced in one body are transferred to another to induce protection against disease is known as, അതായത് ഒരാളിൽ നിന്നും വേറൊരാളിലോട്ട് ആൻറ്റിബോഡി ട്രാൻസ്ഫർ ചെയ്യുന്നതിന് എന്തെന്നാണ് പറയുന്നത് എന്നാണ് ചോദ്യം. പാസീവ് ഇമ്മ്യൂണിറ്റി, ഹേർഡ് ഇമ്മ്യൂണിറ്റി, ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ആൻഡ് ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി. ഇതിൽ
ശരിയായ ഉത്തരം എന്ന് പറഞ്ഞാൽ പാസീവ് ഇമ്മ്യൂണിറ്റിയാണ്. പാസീവ് ഇമ്മ്യൂണിറ്റിയിൽ നിന്നാണ് ഒരു വ്യക്തിയിൽ നിന്നും വേറൊരു വ്യക്തിയിലോട്ട് ഡിസീസിനെതിരെ ഒരു പ്രൊട്ടക്ഷൻ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് പാസീവ് ഇമ്മ്യൂണിറ്റിയിലാണ്, അതായത് അമ്മയിൽ നിന്നും കുഞ്ഞിലോട്ട്. അതാണ് ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. ദെൻ ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാലോ, ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഒരു സ്പെസിഫിക് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്, ഒരു സ്പെസിഫിക് പോപ്പുലേഷൻ ഒരു തരത്തിലുള്ള ഡിസീസിൽ നിന്നും കംപ്ലീറ്റ്ലി ഇമ്മ്യൂണൈസേഷൻ നേടിയെടുക്കുന്നതിനെയാണ് ഹെർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ബൈ ഒരു അസുഖം വന്നു പോയിട്ടോ അല്ലെങ്കിൽ തന്നെ ഒരു വാക്സിനേഷൻ വഴിയോ കംപ്ലീറ്റ്ലി ഇമ്മ്യൂണിറ്റി നേടിയെടുക്കുന്നതിനെയാണ് ഹെർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ദെൻ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്നാണെങ്കിൽ ഇൻ ബർത്ത് തന്നെ നമ്മളുടെ ബോഡീസിൽ ആൻറ്റിബോഡീസ് പ്രസൻ്റ് ആയിട്ടുള്ളതിനെയാണ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ദെൻ ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ബൈ ദി ഹെൽപ്പ് ഓഫ് ബി ലിംബോസൈറ്റ്സ് കാരണം ഇൻഫെക്ഷൻസിനെതിരെയായിട്ട് ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാകുന്നതിനെയാണ് ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും 1 gram ഓഫ് പ്രോട്ടീൻ ഈൽഡ്, അതായത് 1 gram ഓഫ് പ്രോട്ടീൻ ഈൽഡ് എന്ന് പറയുന്നത് എത്ര കിലോ കാലറി എന്നാണ് ചോദ്യം. സോ 1 gram എന്ന് പറയുന്നത് 8 കിലോ കാലറി ആണോ, 2 കിലോ കാലറി ആണോ, 9 കിലോ കാലറി ആണോ, 4 കിലോ കാലറി ആണോ? അതായത് 1 gram ഓഫ് പ്രോട്ടീൻ എന്ന് പറയുന്നത് 4 കിലോ കാലറി ആണ് എൻ്റെ ആൻസർ. ഓക്കെ, 1 gram is equal to 4 കിലോ കാലറി. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ അടുത്ത ക്വസ്റ്റ്യൻ, റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് BCG വാക്സിൻ മേ ബി യൂസ്ഡ്. റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത BCG വാക്സിൻ എത്ര സമയത്തിനുള്ളിൽ യൂസ് ചെയ്യണം എന്നാണ് ചോദ്യം. Within 12 hours, within 10 hours, within 3 hours and within 7 hours. So, അതിന് മുന്നേയായിട്ട് എന്താണ് റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് BCG വാക്സിൻ എന്ന് നമുക്ക് നോക്കാം. റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് BCG വാക്സിൻ എന്ന് പറയുമ്പോഴത്തേക്കും ഫ്രീസ്ഡ് ആയിട്ടുള്ള BCG വാക്സിനിന് ഡയലുവൻ്റ് സൊല്യൂഷൻ യൂസ് ചെയ്ത് ഒരു ലിക്വിഫൈഡ് BCG വാക്സിനായിട്ട് യൂസ് ചെയ്യുന്നതാണ് റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് BCG വാക്സിൻ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു സൊല്യൂട്ട് ആക്കി കഴിഞ്ഞാൽ, ഒരു ലിക്വിഫൈഡ് ആയിട്ട് മാറ്റി കഴിഞ്ഞാൽ, വി ഹാവ് ടു യൂസ് ദിസ് BCG വാക്സിൻ വിത്തിൻ 3 hours. ഓക്കെ, 3 മണിക്കൂറിനുള്ളിൽ നമ്മൾ ഈ ഒരു വാക്സിൻ എടുത്തിരിക്കണം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ഡെങ്കു ഈസ് ട്രാൻസ്മിറ്റഡ് ബൈ, ഈസി ക്വസ്റ്റ്യൻ ആണ്. ഡെങ്കു ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഈ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? അനോഫിലസ് മസ്കിറ്റോ, മാൻസോണിയോഡേസ്, ഈഡിസ് ഈജിപ്റ്റി ആൻഡ് ക്യൂലസ് മസ്കിറ്റോ. ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഈഡിസ് ഈജിപ്റ്റി. ഈഡിസ് ഈജിപ്റ്റി ഈസ് ദി കോസറ്റീവ് ഓർഗാനിസം ഓഫ് ഡെങ്കു ഫീവർ. അത് നമുക്ക് അടുത്ത ഓപ്ഷൻസും കൂടെ നോക്കാം. അതിൽ അനോഫിലസ് മസ്കിറ്റോ ആണെന്നുണ്ടെങ്കിലോ, അനോഫിലസ് മസ്കിറ്റോ ഈസ് ദി കോസറ്റീവ് ഓർഗാനിസം ഓഫ് മലേറിയ. മലേറിയ ഉണ്ടാക്കുന്നത്, മലേറിയ പരത്തുന്നത് അനോഫിലസ് മസ്കിറ്റോ ആണ്. ഉണ്ടാക്കുന്നതല്ല, പരത്തുന്നത് അനോഫിലസ് മസ്കിറ്റോ ആണ്. ദെൻ ക്യൂലസ് മസ്കിറ്റോ ആണ് ഫൈലേറിയാസിസ് പരത്തുന്നത്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും കണ്ടിന്യൂസ് സ്ക്രൂട്ടിനിറ്റി ഓഫ് ദി ഫാക്ടേഴ്സ് ദ ഡിറ്റർമൈൻ ദി ഒക്കറൻസ് ആൻഡ് സ്പ്രെഡ് ഓഫ് ഡിസീസ് ഇസ് കാൾഡ്. ഈ താഴെ തന്നിരിക്കുന്നതിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ ഡിഫൈൻ ചെയ്യുന്നത് ഏത് എന്നാണ് ചോദ്യം. സോ കണ്ടിന്യൂസ് സ്ക്രൂട്ടിനിറ്റി ഓഫ് ദി ഫാക്ടേഴ്സ് ദ ഡിറ്റർമൈൻ ദി ഒക്കറൻസ് ആൻഡ് സ്പ്രെഡ് ഓഫ് ഡിസീസ്. ഒരു ഡിസീസ് ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഡിസീസ് ഉണ്ടാവുകയും അത് സ്പ്രെഡ് ചെയ്യുകയും അത് ഇങ്ങനെ അങ്ങ് പോകുന്നതിനെ നമ്മൾ എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. സോ അതിനെന്താണ് പറയുന്നത്? ക്വാറന്റൈൻ, സർവൈലൻസ്, മെഡിക്കൽ സർവേ ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ. സർവൈലൻസ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. സർവൈലൻസ് ആണ്, കാരണം നമ്മൾ അതിനെ എന്ത് ചെയ്യണം? ഒബ്സർവ് ചെയ്യുകയാണ്, അതിനെ മോണിറ്റർ ചെയ്യുവാണ് അല്ലേ. സോ ദ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് സർവൈലൻസ്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡെഫിഷ്യൻസി ഓഫ് നിയാസിൻ ലീഡ്സ് ടു എ ഡിസീസ് കാൾഡ്. നിയാസിൻ്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാവുന്ന അസുഖം ഏത് എന്നാണ് ചോദ്യം. റിക്കറ്റ്സ്, പെല്ലഗ്ര, സ്കർവി ആൻഡ് കെരാറ്റോമൈലേഷ്യ. നിയാസിൻ്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാവുന്നത് പെല്ലഗ്ര. ഓക്കെ, പെല്ലഗ്രയാണ് നിയാസിൻ്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാവുന്ന ഡിസീസ് എന്ന് പറയുന്നത്. നമുക്ക് ബാക്കി ഓപ്ഷൻസും കൂടെ നോക്കാം. അതിൽ റിക്കറ്റ്സ് കാരണം, റിക്കറ്റ്സ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാരണമാണ് റിക്കറ്റ്സ് ഉണ്ടാകുന്നത്. സ്കർവി ഈസ് കോസ്ഡ് ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ സി. വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി കാരണമാണ് സ്കർവി ഉണ്ടാകുന്നത്. ദെൻ കെരാറ്റോമൈലേഷ്യ എന്ന് പറയുമ്പോഴത്തേക്കും വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി കാരണമാണ് കെരാറ്റോമൈലേഷ്യ ഉണ്ടാകുന്നത്. ഓക്കെ, അതായത് ഡ്രൈനസ് ഓഫ് ദി കൺജങ്ക്റ്റിവയാണ് കെരാറ്റോമൈലേഷ്യ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം.
അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒക്കുപേഷണൽ ഡിസീസസ് കോസ്ഡ് ബൈ ദി ഇൻഹലേഷൻ ഓഫ് കോൾ ഡസ്റ്റ്. കോൾ ഡസ്റ്റിൻ്റെ ഇൻഹലേഷൻ കാരണം ഉണ്ടാവുന്ന ഒക്കുപേഷണൽ ഡിസീസ് ഏത് എന്നാണ് ചോദ്യം. സോ തന്നിരിക്കുന്ന ഓപ്ഷൻസ് ബാഗോസിസ്, ബിസിനോസിസ്, സിഡറോസിസ് ആൻഡ് ആന്ത്രക്കോസിസ്. സോ ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ആന്ത്രക്കോസിസ് ആണ്. ഇതിനെ ബ്ലാക്ക് ലങ് ഡിസീസ് എന്നും പറയാറുണ്ട്. ഓക്കെ, ബ്ലാക്ക് ലങ് ഡിസീസ് എന്നും പറയാറുണ്ട്. സോ കോൾ ഡസ്റ്റ് കാരണം ഉണ്ടാകുന്ന ഡിസീസ് എന്ന് പറയുന്നത് ആന്ത്രക്കോസിസ് ആണ്. ഇതിനെ ബ്ലാക്ക് ലങ് ഡിസീസ് എന്നും പറയാറുണ്ട്. നമുക്ക് ബാക്കി ഓപ്ഷൻസും കൂടെ നോക്കാം. അതിൽ ബാഗോസിസ് എന്ന് പറയുന്നത് ബാഗോസിസ് ഈസ് കോസ്ഡ് ഡ്യൂ ടു ദി ഇൻഹലേഷൻ ഓഫ് ഷുഗർ. ഓക്കെ, ഷുഗർ കെയിനിൻ്റെ എന്താണ് ഒരു ഡസ്റ്റ് കാരണം ഉണ്ടാകുന്ന ഒരു അസുഖമാണ് എന്തെന്ന് പറയുന്നത് ബാഗോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ബാഗോസിസ് ഇസ് കോസ്ഡ് ബൈ ദി ഇൻഹലേഷൻ ഓഫ് ഷുഗർ ഡസ്റ്റ്. ഓക്കെ, ഷുഗർ കെയിനിൻ്റെ ഇൻഡസ്ട്രീസിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കാണ് ഈ ബാഗോസിസ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ബിസിനോസിസ് ഇസ് കോസ്ഡ് ഡ്യൂ ടു ദി ഇൻഹലേഷൻ ഓഫ് കോട്ടൺ ഇൻഡസ്ട്രീസിലും കോട്ടൺ എന്താണ് ഒരു നെയ്ത്ത് അവിടെയൊക്കെ വർക്ക് ചെയ്യുന്നവരിലാണ് ഈ ഒരു ബിസിനോസിസ് ഉണ്ടാകുന്നത്. ഓക്കെ, ബാഗോസിസ് ബിസിനോസിസ് തിരിഞ്ഞു പോകരുത്. ദെൻ സിഡറോസിസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് അയൺ പാർട്ടിക്കിൾസിൻ്റെ ഇൻഹലേഷൻ കാരണം, അയൺ പാർട്ടിക്കിൾസിൻ്റെ അല്ലെങ്കിൽ ഡസ്റ്റിൻ്റെ ഇൻഹലേഷൻസ് കാരണം ഉണ്ടാകുന്നതാണ് സിഡറോസിസ്. ഓക്കെ, സോ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യനിലുണ്ട്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ഡെത്ത് ഒക്കോറിങ് ഫ്രം 28 days ഓഫ് ലൈഫ് ടു അണ്ടർ 1 year ആർ കാൾഡ്. അതായത് 28 ദിവസം മുതൽ ഒരു കുഞ്ഞ് ജനിച്ച് 28 ദിവസം മുതൽ 1 വയസ്സ് വരെ ഉണ്ടാകുന്ന ഒരു ഡെത്തിന് എന്ത് പറയും എന്നാണ് ചോദ്യം. സോ തന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും പോസ്റ്റ് നിയോനേറ്റൽ ഡെത്ത്, ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, നിയോനേറ്റൽ മോർട്ടാലിറ്റി റേറ്റ് ആൻഡ് പെരിനേറ്റൽ മോർട്ടാലിറ്റി റേറ്റ്. സോ ഇതിൽ തന്നിരിക്കുന്ന ഓപ്ഷൻസ് പോസ്റ്റ് നിയോനേറ്റൽ ഡെത്ത് എന്ന് പറയുമ്പോഴത്തേക്കും പോസ്റ്റ് നിയോനേറ്റലിന് ശേഷമുള്ളത് അതാണ് പോസ്റ്റ് നിയോനേറ്റൽ. ദെൻ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി ഇൻഫൻറ്റ് പീരീഡിലായിരിക്കുമ്പോൾ, ദെൻ നിയോനേറ്റൽ മോർട്ടാലിറ്റി ന്യൂ ബോൺ ആയിരിക്കുമ്പോൾ, ദെൻ പെരിനേറ്റൽ ബിഫോർ ബർത്ത്. സോ അതാണ് പെരിനേറ്റൽ മോർട്ടാലിറ്റി റേറ്റ്. ഇതിൽ ഏറ്റവും ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുമ്പോഴത്തേക്കും പോസ്റ്റ് നിയോനേറ്റൽ ഡെത്താണ്. ഓക്കെ, പോസ്റ്റ് നിയോനേറ്റൽ അതായത് 28 days to 1 year. സോ പോസ്റ്റ് നിയോനേറ്റൽ ഡെത്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും അൺയൂഷ്വൽ ഒക്കറൻസ് ഓഫ് ഡിസീസ് ഇൻ എ കമ്മ്യൂണിറ്റി. ഒരു കമ്മ്യൂണിറ്റിയിൽ അൺയൂഷ്വൽ ആയിട്ട് അതായത് സഡൻ ആയിട്ട് ഉണ്ടാവുന്ന ഡിസീസിനെ എന്ത് പറയും എന്നാണ് ചോദ്യം. സോ തന്നിരിക്കുന്ന ഓപ്ഷൻസ് എപ്പിഡമിക്, എൻഡമിക്, സ്പൊറാഡിക് ആൻഡ് പാൻഡമിക്. ഇതിൽ അൺയൂഷ്വൽ ആയിട്ട് സഡൻലി ഒക്കർ ചെയ്യുന്ന ഡിസീസിനെ നമ്മൾ എപ്പിഡമിക് എന്നാണ് പറയുന്നത്. ഓക്കെ, എപ്പിഡമിക് ഇസ് ദി സഡൻലി ഒക്കറിങ് അൺയൂഷ്വലായിട്ട് സഡൻലി ഒക്കർ ചെയ്യുന്നതിന് നമ്മൾ എപ്പിഡമിക് എന്നാണ് പറയുന്നത്. സോ നമുക്ക് ബാക്കി ഓപ്ഷൻസും കൂടെ നോക്കാം. അതിൽ എൻഡമിക് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് എൻഡമിക് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയിൽ എന്താണ് യൂഷ്വലായിട്ട് പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയിൽ യൂഷ്വലായിട്ട് ഉണ്ടാകുന്നതാണ് എൻഡമിക് ഡിസീസ് എന്ന് പറയുന്നത്. ദെൻ സ്പൊറാഡിക് ഡിസീസ് എന്നാണെങ്കിൽ സ്കേറ്റേഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു റീജിയനിൽ ഒരു ഡിസീസ് വരുന്നതിനെയാണ് സ്പൊറാഡിക് എന്ന് പറയുന്നത്. ദെൻ പാൻഡമിക് ആണെങ്കിലോ എന്താണ് വേൾഡ് വൈഡ് കോസിങ് ആണ്. എന്താ നമ്മൾ ഈ കോവിഡ് പോലെ വേൾഡ് വൈഡ് കോസിങ് ആയിട്ട് വരുന്നതാണ് എന്തെന്ന് പറയുന്നത് പാൻഡമിക് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും പോപ്പുലേഷൻ ഓഫ് എ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററിൻ്റെ പോപ്പുലേഷൻ എത്രയാണ് എന്നാണ് ചോദ്യം. 18 to 1 lakh, 60,000 to 120 lakh, 90,000 to 120 lakh and 18,000 to 120 lakh. സോ ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് 80,000 to 120 lakh ആണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററിൻ്റെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററിൻ്റെ പരിധിയിൽ വരുന്ന പോപ്പുലേഷൻ എന്ന് പറയുന്നത് 18,000 to 120 lakh 1.20 lakh ആണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററിൽ അണ്ടറിൽ വരുന്ന പോപ്പുലേഷൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ സെൽസ് ദാറ്റ് ആർ ഇൻവോൾവ് ഇൻ ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റീസ്. നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റിയിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന സെൽസ് ഏത് എന്നാണ് ചോദ്യം. സോ തന്നിരിക്കുന്ന ഓപ്ഷൻസ് മാക്രോഫേജസ്, T ലിംഫോസൈറ്റ്സ്, NK സെൽസ് ആൻഡ് B ലിംഫോസൈറ്റ്സ്.
സോ ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ബി ലിംഫോസൈറ്റ്സ് ആണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു ബി ലിംഫോസൈറ്റ്സ് ആണ് നമ്മുടെ ഇമ്മ്യൂൺ റെസ്പോൺസിനൊക്കെ ഒരു പർട്ടിക്കുലർ ഇൻഫെക്ഷ്യസ് ഡിസീസിനെതിരെയായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാക്കുന്നത് ബി ലിംഫോസൈറ്റ്സ് ആണ്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ECG characteristics that it would be suggestive of atrial fibrillation is. അതായത് ECG characteristicsൽ ഏട്രിയൽ ഫിബ്രിലേഷനെ സജസ്റ്റീവ് ചെയ്യുന്നത് ഇതിൽ താഴെ തന്നിരിക്കുന്നതിൽ ഏത് എന്നാണ് ചോദ്യം. സോ തന്നിരിക്കുന്ന ഓപ്ഷൻസ് പത്തോളജിക്കൽ ക്യൂ വേവ്, അബ്നോർമൽ ആൻഡ് ബിസിയർ QRX കോംപ്ലക്സ്, നോ ഡിസർണിബിൾ P വേവ് ആൻഡ് എലിവേറ്റഡ് ST സെഗ്മെൻറ്റ്. സോ ഇതിൽ ഏതെന്നാണ് ചോദ്യം. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അതിൽ ഇപ്പോൾ ഒരു ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി നടക്കുന്ന സമയത്ത് എന്താണ് ഏട്രിയ എന്ന് പറയുന്ന കയോട്ടിക് ആയിട്ട് മാറുകയും അത് മാത്രമല്ല ഡിസോർഗനൈസ്ഡ് ആവുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പി വേവ് ആബ്സെൻ്റ് ആവും. ഓക്കെ, അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എന്താണ് ഇൻഡിസൈറബിൾ ആയിട്ടുള്ള പി വേവ് ഉണ്ടാവുന്നത്. സോ ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് ദി സജസ്റ്റീവ് ഇൻഡിക്കേഷൻ ഫോർ ഏട്രിയൽ ഫിബ്രിലേഷൻ. ഏട്രിയൽ ഫിബ്രിലേഷന് കാരണമാവുന്നത് പി വേവിൻ്റെ ആബ്സെൻസ് കാരണമാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പത്തോളജിക്കൽ പി വേവ് ആണെന്നുണ്ടെങ്കിലോ ബാക്കിയുള്ള ഓപ്ഷൻസും കൂടെയാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പത്തോളജിക്കൽ പി വേവ് ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രീവിയസ് MI ഉണ്ട് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് ഒരു പത്തോളജിക്കൽ പി വേവ് കാണിക്കുന്നത്. ഇനി അബ്നോർമൽ ബിസിയർ ആയിട്ടുള്ള QRS വേവ് ആണെന്നുണ്ടെങ്കിലോ വെൻട്രിക്കുലർ എർത്തീമിയ ഓർ കണ്ടക്ഷൻ അബ്നോർമാലിറ്റീസ് ഒക്കെയാണ് അബ്നോർമൽ ബിസിയർ QRX കോംപ്ലക്സ് കാണിക്കുന്നത്. ഓക്കെ, സോ ഇനി അടുത്ത് നമ്മളൊരു ഓപ്ഷൻ എലിവേറ്റഡ് ST സെഗ്മെൻ്റ് ആണെങ്കിലോ എന്താണ് ഇസ്കീമിയ അല്ലെങ്കിൽ മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻസിനെയൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് ഈ ഒരു എലിവേറ്റഡ് ST സെഗ്മെൻറ്റ് കാണുന്നത്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും കോസ് ഓഫ് ഹൈപ്പർ കൈലീമിയ ഉണ്ടാകുന്നതിനുള്ള കാരണം എന്തെന്നാണ് ചോദ്യം. സോ ഓപ്ഷൻസ് മെറ്റബോളിക് അസിഡോസിസ്, ഇൻസുലിൻ തെറാപ്പി, മെറ്റബോളിക് അൽക്കലോസിസ് ആൻഡ് ഒമിറ്റിംഗ്. സോ ഭയങ്കര സിമ്പിളാണ്. ഹൈപ്പർ കൈലീമിയ ഉണ്ടാകുന്ന റീസൺ എന്ന് പറയുന്നത് ഓപ്ഷൻ എ മെറ്റബോളിക് അസിഡോസിസ് ആണ്. ഓക്കെ, മെറ്റബോളിക് അസിഡോസിസ് ആണ് ഹൈപ്പർ കൈലീമിയയുടെ വൺ ഓഫ് ദി മേജർ കോസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും നഴ്സിംഗ് ഇൻ്റർവെൻഷൻ ഇൻവോൾവ് ഇൻ കമ്പാർട്ട്മെൻറ്റ് സിൻഡ്രോം ആഫ്റ്റർ ഫ്രാക്ചറിന് ശേഷം കമ്പാർട്ട്മെൻറ്റ് സിൻഡ്രോം ഇൻവോൾവ് ചെയ്യാനുള്ള നഴ്സിംഗിൻ്റെ ഇൻ്റർവെൻഷൻ തന്നിരിക്കുന്നതിൽ ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് എലിവേഷൻ ഓഫ് എക്സ്ട്രിമിറ്റി, regular neurovascular assessment, application of cold, provision of tight bandage. അതായത് എക്സ്ട്രിമിറ്റീസിനെ എലിവേറ്റ് ചെയ്ത് വെക്കുക, ന്യൂറോവാസ്കുലർ അസസ്മെൻറ്റ് നടത്തുക, കോൾഡ് അപ്ലൈ ചെയ്യുക, ടൈറ്റ് ബാൻഡേജിന് പ്രൊവൈഡ് ചെയ്യുക. സോ കമ്പാർട്ട്മെൻറ്റ് സിൻഡ്രോമിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നഴ്സ് ഇൻ്റർവെൻഷൻ ചെയ്യേണ്ടത് റെഗുലർ ന്യൂറോവാസ്കുലർ അസസ്മെൻ്റ് ആണ്. നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ സ്കിൻ അതുപോലെ തന്നെ നെർവ് അസസ്മെൻറ്റ് എന്ത് ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ അതെന്ത് സംഭവിക്കും, കമ്പാർട്ട്മെൻറ്റ് സിൻഡ്രോം വേഴ്സണിങ് കമ്പാർട്ട്മെൻറ്റ് സിൻഡ്രോമിലോട്ട് ലീഡ് ചെയ്യും. സോ ദ റൈറ്റ് ആൻസർ ഈസ് റെഗുലർ ന്യൂറോവാസ്കുലർ അസസ്മെൻറ്റ് ഫോർ പ്രിവെൻറ്റിംഗ് കമ്പാർട്ട്മെൻറ്റ് സിൻഡ്രോം. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്ക് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ പ്രൈമറി സർവേ. പ്രൈമറി സർവേയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഏത് എന്നാണ് ചോദ്യം. സോ തന്നിരിക്കുന്ന ഓപ്ഷൻ ഹിസ്റ്ററി ആൻഡ് ഹെഡ് ടു അസസ്മെൻറ്റ്, എക്സ്പോഷർ, ഡിറ്റർമൈൻ ന്യൂറോളജിക്കൽ ഡിസബിലിറ്റി, മോണിറ്ററിങ് വൈറ്റൽ സെൻസ്. സോ പ്രൈമറി സർവേയിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് ഡിറ്റർമൈൻ ന്യൂറോളജിക്കൽ ഡിസബിലിറ്റിയാണ്. ഓക്കെ, നമ്മൾ പ്രൈമറി സർവേ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് വി ഹാവ് ടു അസസ് ദ പേഷ്യൻ്റ് ഈസ് കോൺഷ്യസ് ഓർ നോട്ട്, അവരുടെ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് എങ്ങനെയാണ്, മെൻ്റൽ സ്റ്റേറ്റ് എങ്ങനെയാണ് എന്നാണ് ഫസ്റ്റ് നമ്മൾ അസസ് ചെയ്യേണ്ടത്. സോ ഫോർ ദ പ്രൈമറി സർവേ ഡിറ്റർമൈൻ ന്യൂറോളജിക്കൽ ഡിസബിലിറ്റി. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇൻസെൻസിറ്റിവിറ്റി ടു പെയിൻ ഈസ് നോട്ടഡ് ഇൻ, അതായത് പെയിനിനോട് സെൻസിറ്റിവിറ്റി ഇല്ലാത്തൊരു കണ്ടീഷൻ ബേൺസിൽ ഏതെന്നാണ് ചോദ്യം. സോ തന്നിരിക്കുന്ന ഓപ്ഷൻ സൂപ്പർഫിഷ്യൽ ബേൺ, ഡീപ്പ് പാർഷ്യൽ തിക്നെസ് ബേൺ, സൂപ്പർഫിഷ്യൽ പാർഷ്യൽ തിക്നെസ് ബേൺ ആൻഡ് ഫുൾ തിക്നെസ് ബേൺ. അതായത് സൂപ്പർഫിഷ്യൽ ആയിട്ട് അത് ഫസ്റ്റ് ഡിഗ്രി ഫസ്റ്റ് ഡിഗ്രി ബേൺസ്, സെക്കൻഡ് ഡിഗ്രി, തേർഡ് ഡിഗ്രി ആൻഡ് ഫോർത്ത് ഡിഗ്രി ബേൺസ് ആണ് ഇവിടെ പറയുന്നത്. ഇതിൽ പെയിനിനോട് സെൻസിറ്റിവിറ്റി ഇല്ലാത്തത് ഏത് ബേണിലെന്നാണ് ചോദ്യം. സോ ശരിയായ ഉത്തരം എന്ന് പറയുന്നത്
ഫുൾ തിക്നെസ് ഓഫ് ബേണിലാണ്. കാരണം ഇത് നമ്മളുടെ നെർവിനെ വരെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് പെയിൻ സ്റ്റിമുലേഷൻ ഉണ്ടാവുന്ന നെർവ്, ഈവൻ സ്കിന്നെല്ലാം ബേൺ ചെയ്ത് ഈവൻ നെർവിൽ വരെ എന്താണ് ബേൺ ചെയ്ത് പോകുമ്പോഴത്തേക്കാണ് ഈ ഒരു ഫോർത്ത് ഡിഗ്രി ബേൺസിൽ പെയിൻ ഇൻസെൻസിറ്റീവ് ആവുന്നത്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ക്യാൻസർ സെൽസ് ഗ്രോൺ ഇൻ ദി ടിഷ്യൂ കൾച്ചർ ഹാവ് നോ റിഗാർഡ് ഫോർ സെൽ ബൗണ്ടറീസ് ആൻഡ് ഗ്രോ ഓൺ ടോപ്പ് ഓഫ് വൺ അനദർ. ദിസ് പ്രോപ്പർട്ടി ഈസ് കാൾഡ് as. സോ ഇതിൽ പറയുന്നത് ഇപ്പോൾ ഒരു ക്യാൻസർ സെൽസ് ഗ്രോൺ ഇൻ ടിഷ്യൂ കൾച്ചറിൽ ക്യാൻസർ സെൽസ് ഗ്രോൺ ചെയ്യുമ്പോഴത്തേക്കും സെൽ ബൗണ്ടറീസിൽ റിഗാർഡ് ഇല്ലാണ്ട് എന്ത് ചെയ്യണം, ഈ ഒരു സെൽ ഗ്രോത്ത് നടന്നുകൊണ്ടേയിരിക്കും. സോ ആ ഒരു പ്രോപ്പർട്ടീനെ എന്ത് പറയും എന്നാണ് ചോദ്യം. സോ തന്നിരിക്കുന്ന ഓപ്ഷൻസ് ലാക്ക് ഓഫ് സെൽ ഡിഫറൻഷിയേഷൻ, loss of contact inhibition, lack of cell proliferation, lack of cell division. സോ ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ലോസ് ഓഫ് കോണ്ടാക്ട് ഇൻഹിബിഷൻ ആണ്. കാരണം ഇൻ കേസ് ഒരു കോണ്ടാക്ട് ഓർഗനിലോട്ട് ഇതിൻ്റെ ഗ്രോത്ത് എത്തിയാൽ പോലും എന്ത് ചെയ്യത്തില്ല, ക്യാൻസറസ് സെൽസ് ഗ്രോത്ത് ഇൻഹിബിറ്റ് ചെയ്യത്തില്ല. സോ അതിനെയാണ് എന്തെന്ന് പറയുക, ഈവൻ അപ്പറായിട്ട് ഇതിൻ്റെ ഗ്രോത്ത് നടന്നുകൊണ്ടേ ഇരിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുക ലോസ് ഓഫ് കോണ്ടാക്ട് ഇൻഹിബിഷൻ പ്രോപ്പർട്ടി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇതിലെ ഒരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടായിരുന്നു. സോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഹിയറിംഗ് ലോസ് ദറ്റ് ഈസ് കോസ്ഡ് ബൈ ഇമ്പാക്റ്റഡ് സെറുമൻ. ഇമ്പാക്റ്റഡ് സെറുമൻ കാരണം ഉണ്ടാവുന്ന ഹിയറിംഗ് ലോസ് ഏതെന്നാണ് ചോദ്യം. സോ തന്നിരിക്കുന്ന ഓപ്ഷൻസ് central hearing loss, conductive hearing loss, functional hearing loss and sensory neural hearing loss. So ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് ആണ്. സെറുമൻ ഇമ്പാക്റ്റഡ് ആയിട്ടുള്ള ഒരു സെറുമൻ കാരണം നമുക്കുണ്ടാവുന്ന ഹിയറിംഗ് ലോസ് എന്ന് പറയുന്നത് കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് ആണ്. കാരണം സെറുമൻ ഇമ്പാക്റ്റ് ആയിട്ട് നമ്മളുടെ ഇയറിൽ ഇരിക്കുമ്പോഴത്തേക്കും എന്താണ് ശരിയായിട്ടുള്ള എന്താണ് വേവ്സ് നമ്മളുടെ ഇന്നർ ഇയറിലോട്ട് പോവാതെ ഒരു ഇൻഹിബിഷൻ ഉണ്ടാവും. സോ അത് കാരണം ഉണ്ടാവുന്നതാണ് എന്ന് പറയുന്നത് കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് എന്ന് പറയുന്നത്. ഈ സെറുമൻ ഇമ്പാക്റ്റ് ആയിട്ടിരിക്കുന്ന സെറുമനെ നമ്മൾ റിമൂവ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഈ ഒരു ഹിയറിംഗ് ലോസ് നമുക്ക് ഓക്കെയാവും. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും വെൻ പേഷ്യൻറ്റ് ലോക്കലൈസസ് പെയിൻ മോട്ടോർ റെസ്പോൺസ് സ്കോർ ഇൻ GCS is. ഇപ്പോൾ എന്താണ് ഇപ്പോൾ നമ്മൾ GCS എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ക്ലാസിക്കോ കോമ സ്കെയിലാണ്. ഇപ്പോൾ അൺകോൺഷ്യസ് ആയിട്ടുള്ള പേഷ്യൻസിൽ നമ്മൾ എന്താണ് അവരുടെ അവരുടെ അസസ്മെൻറ്റിന് ചെയ്യുന്നതാണ് GCS സ്കെയിൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു പേഷ്യൻ്റ് പെയിൻ ലോക്കലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലോവർ ലിംബിൽ നമ്മൾ പെയിൻ കൊടുക്കുമ്പോഴത്തേക്കും അതിന് ലോക്കലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വരുന്ന സ്കോർ എത്രയാണ് എന്നാണ് ചോദ്യം. സോ തന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഓപ്ഷൻ A 3, ഓപ്ഷൻ B 4, ഓപ്ഷൻ C 5 ആൻഡ് ഓപ്ഷൻ D 6. സോ GCS സ്കോർ മൊത്തം അറിഞ്ഞിരുന്നാൽ നമുക്കിത് ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. വെൻ ദ പേഷ്യൻ്റ് ഈസ് ലോക്കലൈസസ് ദ പെയിൻ ഓൺ ദ സ്കോർ ഈസ് 5. ഓക്കെ, GCSൻ്റെ സ്കോർ എന്ന് പറയുന്നത് 5 ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും inability to focus on near objects due to less elastic lens that occurs with aging is called. അതായത് ഒരു അടുത്തിരിക്കുന്ന കാര്യം തന്നെ ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റാത്തൊരു അവസ്ഥ, അതായത് നിയർ ഒബ്ജക്ട്സ് തന്നെ ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റാത്തൊരവസ്ഥ അക്കോർഡിംഗ് ടു ഏജിങ് ആവുന്നതിനനുസരിച്ച് എന്ന് വരുമ്പോഴത്തേക്കും തന്നെ ആൻസർ എന്ത് തന്നെയായിരിക്കും, പ്രിസ്ബയോപ്പിയ. ഓക്കെ, ഓപ്ഷൻ A പ്രിസ്ബയോപ്പിയാണ് ശരിയായിട്ടുള്ളത്. പ്രിസ്ബയോപ്പിയാണ് ഏജിങ് അനുസരിച്ച് എന്താണ് ഏജ് പോകുന്നതിനനുസരിച്ച് ഉണ്ടാവുന്ന ഒരു വിഷൻ ലോസ് ആണ് എന്തെന്ന് പറയുന്നത്, പ്രിസ്ബയോപ്പിയ എന്ന് പറയുന്നത്. കോണ്ടാക്ട് ലെൻസ് ബൈഫോക്കൽ ലെൻസൊക്കെ യൂസ് ചെയ്യുന്ന വഴി നമുക്കിത് കറക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും എ വുമൺ സ്ട്രോങ്ലി ബിലീവ്സ് ആൻഡ് സേസ് ദാറ്റ് എ സൂപ്പർസ്റ്റാർ ഫ്രം ഫിലിം ഇൻഡസ്ട്രി ഈസ് ഇൻ ലവ് വിത്ത് ഹെർ ആൻഡ് ഈസ് ടേംഡ് as. സോ ഒരു സ്ത്രീ വളരെ അധികം വിശ്വസിക്കുകയാണ് ഒരു സൂപ്പർ ഹീറോ തന്നോട് പ്രണയമാണ് എന്ന് ഒരുപാട് വിശ്വസിക്കുന്നതിന് ഏത് തരത്തിലുള്ളൊരു ഡെല്യൂഷൻ എന്നാണ് പറയുന്നത്. സോ തന്നേക്കുന്ന ഓപ്ഷൻ ഗ്രാൻഡിയസ് ഡെല്യൂഷൻ, എഗ്ബോം സിൻഡ്രോം, ഡേ ക്ലെറംബോൾസ് സിൻഡ്രോം ആൻഡ് ഗാൻസർ സിൻഡ്രോം. സോ ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഡേ
ക്ലെറംബോൾ സിൻഡ്രോം ആണ്. ഇതിന് വേറൊരു പേരാണ് എറാട്ടോമാനിയാക്ക് എന്ന് പറയും. കാരണം തന്നെ ആരെങ്കിലും പ്രണയിക്കുന്നുണ്ട്, തന്നിലെ ആരോ ഇഷ്ടമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു തരത്തിലുള്ള ഒരു ഡെല്യൂഷനാണ് എന്തെന്ന് പറയുന്നത് ഡേ ക്ലെറംബോൾ സിൻഡ്രോം അല്ലെങ്കിൽ എറോട്ടോമാനിയ എന്ന് പറയുന്നത്. നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസും കൂടെ നോക്കാം. അതിൽ ഗ്രാൻഡ്യൂസ് ഡെലീഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് താൻ ദൈവമാണ്, അല്ലെങ്കിൽ താൻ ഭയങ്കര ഓവറായിട്ടുള്ള ഒരു ഗോഡ് ബിലീഫ് ഗോഡിനോടുള്ള ഒരു എക്സസീവ് ബിലീഫ് ഉണ്ടാകുന്നതിനെയാണ് ഗ്രാൻഡ്യൂസ് ഡെലൂഷൻ എന്ന് പറയുന്നത്. എഗ് ബോം സിൻഡ്രോം എന്ന് പറയുമ്പോഴത്തേക്കും എഗ് ബോം സിൻഡ്രോം ഇസ് അതർവൈസ് നോൺ ആസ് ഡെല്യൂഷണൽ പാരസിറ്റോസിസ് എന്നാണ് പറയുന്നത്. എഗ് ബോൺ സിൻഡ്രോത്തിന് വേറൊരു പേരാണ് ഡെല്യൂഷണൽ പാരസിറ്റോസിസ് എന്ന് പറയുമ്പോഴത്തേക്കും തന്നിൽ പാരസൈറ്റിക് അല്ലെങ്കിൽ ഇൻസെക്റ്റ് കാരണം ഞാൻ അഫക്റ്റ് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ അറ്റാക്കിലാണ് എന്ന് തോന്നുന്നതാണ് എന്തെന്ന് പറയുന്നത് എഗ് ബോൺ സിൻഡ്രോം എന്ന് പറയുന്നത്. അടുത്തതാണ് ജെൻസർ സിൻഡ്രോം. ജെൻസർ സിൻഡ്രോം എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് എൻ പ്രസൻറ്റ് സൈക്കോസിസ് ആണ്. ഒരു ഡിസസോസിയേറ്റീവ് ഡിസോർഡർ ആണ് ഈ ഒരു ജെൻസർ സിൻഡ്രോം എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും എ 12-year-old boy has a mental age of 8 years. In which type of mental retardation he is belong to? അതായത് ഒരു 12 വയസ്സുള്ള ഒരു പയ്യന് മെൻ്റൽ ഏജ് എന്ന് പറയുന്നത് 8 വയസ്സാണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അവൻ്റെ മെൻ്റൽ റിട്ടാർഡേഷൻ ഏത് ടൈപ്പിലാണ് എന്നാണ് പറയുന്നത്. സോ ഇതിന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? മെൻ്റൽ റിട്ടാർഡേഷൻ കണ്ടുപിടിക്കാനായിട്ട് നമുക്കുള്ളൊരു ഫോർമുലയാണ് മെൻ്റൽ ഏജ് ബൈ ക്രോണോളജിക്കൽ ഏജ് ഇൻറ്റു 100 അല്ലേ. സോ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും എത്രയാണ് എന്നതിൻ്റെ ഒരു ഇത് കിട്ടും, ഒരു നോർമൽ റേഞ്ച് കിട്ടും. സോ ആ റേഞ്ചിനനുസരിച്ചാണ് കുട്ടിക്ക് മൈൽഡ് ആണോ, മോഡറേറ്റ് ആണോ, സിവിയർ ആണോ, പ്രൊഫൗണ്ട് ആണോ എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇതിൽ കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുമ്പോഴത്തേക്കും മൈൽഡാണ്. സോ ദ ബോയ് ഈസ് ഹാവിങ് മൈൽഡ് മെൻ്റൽ റിട്ടാർഡേഷൻ. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഫോർമിക്കേഷൻ ഈസ് മോസ്റ്റ് കോമൺലി എൻകൗണ്ടർഡ് ഇൻ. അപ്പോൾ എന്താണ് ഫോർമിക്കേഷൻ? ഫോർമിക്കേഷൻ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഏത് ഡിസോർഡറിലെന്നാണ് ചോദ്യം. സോ ഫോർമിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പേഷ്യൻ്റ് ഉണ്ടാവുന്ന ഒരു തരത്തിലുള്ള ഫീലിംഗ്, ദാറ്റ് മീൻസ് അവർ ഒരു ഇൻസെക്ട്സ് അല്ലെങ്കിൽ പാരസൈറ്റ്സ് എന്തെങ്കിലും തരത്തിൽ അവരുടെ സ്കിന്നിൻ്റെ അടിയിൽ കൂടെ ക്രോൾ ചെയ്യുന്നു, അല്ലെങ്കിൽ സ്കിന്നിൽ കൂടെ ദേഹമാസകലം ഇൻസെക്ട്സ് ക്രോൾ ചെയ്യുന്നു എന്ന് തോന്നുന്ന ഒരു ഫീലിംഗ് ആണ് എന്തെന്ന് പറയുന്നത് ഫോർമിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഇതിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഏത് ഡിസീസിലെന്നാണ്? സ്കിസോഫ്രീനിയ, ആൻസൈറ്റി ഡിസോർഡർ, എപ്പിലെപ്സി ആൻഡ് കൊക്കൈൻ യൂസ്. കൊക്കൈൻ യൂസിലാണ്, അതായത് കൊക്കൈൻ യൂസിലാണ് ഈ ഒരു ഫോർമിക്കേഷൻ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും എ ക്ലയൻറ്റ് അഡ്മിറ്റഡ് വിത്ത് സിവിയർ ഡിപ്രഷൻ ഈസ് ഓൺ ട്രീറ്റ്മെൻറ്റ് വിത്ത് എസൈറ്റോപ്ലാം 10 mg. ഓക്കെ, ഫോർ ദി പാസ്റ്റ് 2 weeks. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് സിവിയർ ഡിപ്രഷനുള്ളൊരു വ്യക്തി ഈ എസൈറ്റോപ്ലാം എന്ന് പറഞ്ഞ 10 mg ഒരു മെഡിക്കേഷൻ എടുക്കുകയാണ്. ഈ അങ്ങനെ എടുക്കുന്ന കണ്ടീഷനിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് പാരാമീറ്റർ ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടു അസസ് ബൈ നഴ്സ്? ഒരു നേഴ്സ് അസസ് ചെയ്യേണ്ട മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാരാമീറ്റർ ഏത് എന്നാണ് ചോദ്യം. സോ തന്നേക്കുന്ന ഓപ്ഷൻസ്: അപ്പറ്റൈറ്റ്, സ്ലീപ്പ്, സൂയിസൈഡൽ ഐഡിയേഷൻ, എനർജി ലെവൽ. സോ നമുക്കറിയാം പേഷ്യൻ്റ് സിവിയർ ഡിപ്രഷനിലുള്ള ആളാണ്. ഈ ഒരു എസൈറ്റോപ്ലാം എന്ന് പറയുന്നത് ഒരു ആൻറ്റി ഡിപ്രഷനാണ്, ആൻറ്റി ഡിപ്രസീവ് ആയിട്ടുള്ള ഒരു മെഡിക്കേഷനാണ്. സോ ഈ മെഡിക്കേഷൻ നമ്മൾ കൊടുക്കുന്ന വഴി പേഷ്യൻറ്റ് സിവിയർ സൂയിസൈഡൽ ഐഡിയേഷൻ ഉണ്ടാവുകയല്ലേ. ഇപ്പോൾ ഡിപ്രഷൻ്റെ ഒരു മോസ്റ്റ് ക്ലിനിക്കൽ ഫീച്ചറാണ് എന്തെന്ന് പറയുന്നത് സൂയിസൈഡൽ ഐഡിയേഷൻ. സോ ആ വാർഡിലെ നേഴ്സ് ആണ് ഏറ്റവും കൂടുതലായിട്ട് മോണിറ്റർ ചെയ്യേണ്ടത്? ആ ഒരു പേഷ്യൻറ്റ് സൂയിസൈഡൽ ഐഡിയേഷൻ ഉണ്ടോ എന്നാണ് ഏറ്റവും കൂടുതൽ മോണിറ്റർ ചെയ്യേണ്ടത്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഹൈലി ഡിസ്ഓർഗനൈസ്ഡ് തോട്ട് പ്രോസസ് വിത്ത് ബിസി ബിഹേവിയർ ആൻഡ് റിഗ്രസീവ് ആക്ട് ആർ അസോസിയേറ്റഡ് വിത്ത്. ഹൈലി ഡിസ്ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു തോട്ട് പ്രോസസ്സ് ഉണ്ടായിരിക്കും. ബിസിയർ മീൻസ് വിചിത്രമായിട്ടുള്ള ഒരു ബിഹേവിയർ അല്ലെങ്കിൽ ഒരു റിഗ്രസീവ് ആക്ട്സ് ഒക്കെ കാണിക്കുന്നത് ഏത് കണ്ടീഷൻ അസോസിയേറ്റ് ചെയ്യുന്നതാണ് ചോദ്യം. ഡെലിറിയം, ഹെബിഫ്രീനിക് സ്കിസോഫ്രീനിയ, സിമ്പിൾ സ്കിസോഫ്രീനിയ ആൻഡ് കാറ്ററ്റോണിക് സ്കിസോഫ്രീനിയ. ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഹെബിഫ്രീനിക് സ്കിസോഫ്രീനിയാണ്. കാരണം ഹെബിഫ്രീനിക് സ്കിസോഫ്രീനിയാണ് ഒരു ബിഹേവിയർ ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കുന്നത്. ഒരു ഡിസ്ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സ്പീച്ച്, തോട്ട്, ഇമോഷൻസിനെയൊക്കെ ഡിസ്ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്നത് ഈ ഒരു
ഹെബിഫ്രെനിക് സ്കീസോഫ്രീനിയയിലാണ്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും റെക്കറൻറ്റ് സെക്ഷൽ ഏർജസ് ആൻഡ് സെക്ഷൽ ഗ്രൗസിങ് ഫാൻറ്റസി വിത്ത് ടച്ചിങ് ആൻഡ് റബ്ബിങ് അഗെയിൻസ്റ്റ് എ നോൺ കൺസെൻറ്റിങ് സ്ട്രേഞ്ചർ. അതായത് ഒരു സ്ട്രേഞ്ചറായിട്ട് ടച്ച് ചെയ്യുക റബ്ബ് ചെയ്യുന്ന സമയത്ത് ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു സെക്ഷൽ പ്ലഷർ ഉണ്ടാകുന്നത് ഏത് കണ്ടീഷനിൽ എന്നാണ് ചോദ്യം. സോ ഓപ്ഷൻസ് ആർ ഫെറ്റിഹിസം, ഫ്രട്ടോറിസം, ട്രാൻസ്വെസ്റ്റിക് ഫെറ്റിഹിസം ആൻഡ് നെക്രോഫീലിയ. ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഫ്രട്ടോറിസമാണ്. ഫ്രട്ടോറിസമാണ് ഒരു ഫാൻറ്റസി അല്ലെങ്കിൽ എന്താണ് ഒരു തരത്തിലുള്ള ഒരു സെക്ഷൽ എറൗസൽ ഒരു സ്ട്രേഞ്ചറുമായിട്ട് ടച്ച് ചെയ്യുമ്പോൾ റബ്ബ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്നത്. ദെൻ ഫെറ്റിഹിസം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഫെറ്റിഹിസം എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? ഇതും ഒരു തരത്തിലുള്ളൊരു സെക്ഷൽ അറൈസലാണ്. വെൻ ദ പേഷ്യൻ്റ് ഈസ് എന്താണ് sorry, I just forgotten it. And അടുത്ത ഓപ്ഷൻസ് ട്രാൻസ്വെസ്റ്റിക് ഫെറ്റിഹിസം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഓപ്പോസിറ്റ് സെക്സിൻ്റെ ഡ്രസ്സ് ഇടുന്ന വഴി അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സെക്സിൻ്റെ ഡ്രസ്സ് ഇടുന്ന വഴി ഉണ്ടാകുന്ന ഒരു തരത്തിലുള്ള ഒരു സെക്ഷൽ അറൗസലാണ് എന്തെന്ന് പറയുന്നത് ട്രാൻസ്വെസ്റ്റിക് ഫെറ്റിഹിസം എന്ന് പറയുന്നത്. നെക്രോഫീലിയ എന്ന് പറയുമ്പോഴത്തേക്കും ഡെഡ് കോർപ്സസിൽ, അതായത് ഡെഡ് കോർപ്സസുമായിട്ടുള്ള സെക്ഷൽ ഫാൻറ്റസീസിൽ ഏർപ്പെടുന്ന വഴി ഒരു സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതിനെയാണ് നെക്രോഫീലിയ അല്ലെങ്കിൽ നെക്രോഫീലിക് പേഴ്സൺസ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും കാറ്റസ്ട്രോഫിക് റിയാക്ഷൻ ഇസ് എ സ്പെസിഫിക് ക്ലിനിക്കൽ ഫീച്ചർ റിലേറ്റഡ് ടു. ഒരു കാറ്റസ്ട്രോഫിക് റിയാക്ഷൻ എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് ക്ലിനിക്കൽ ഫീച്ചറാണ്. അത് റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്തുമായിട്ടാണ് എന്നാണ് ചോദ്യം. സോ തന്നിരിക്കുന്ന ഓപ്ഷൻസ് കൺവേർഷൻ ഡിസോർഡർ, ഡെലിറിയ, ഡിമെൻഷ്യ ആൻഡ് മാനിയ. സോ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഡിമെൻഷ്യയാണ്. കാരണം കാറ്റസ്ട്രോഫിക് ഡിസോർഡർ എന്ന് പറയുമ്പോഴത്തേക്കും എക്സസീവ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ ഔട്ട്ബേസ്റ്റ് കാണിക്കുന്നതിനെയാണ് ഈ ഒരു കാറ്റസ്ട്രോഫിക് ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത്. കാരണം ഡിമെൻഷ്യ ഉള്ളവർക്ക് എന്താണ് ഒരു ക്ലൗഡിങ് ഓഫ് കോൺഷ്യസ്നെസ് ആണ് അല്ലേ ഡിമെൻഷ്യ എന്ന് പറയുന്നത്. സോ അങ്ങനെയുള്ളവർക്ക് എന്താണ് ഒരു എക്സസീവ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ ഔട്ട്ബസ്റ്റ് ഉണ്ടാവുന്ന ഒരു കണ്ടീഷനാണ് കാറ്റസ്ട്രോഫിക് ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദി ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ ADHD. ADHDയിലെ ഡ്രഗ് ഓഫ് ചോയ്സ് ഏത് എന്നാണ് ചോദ്യം. സോ തന്നിരിക്കുന്ന ഓപ്ഷൻസ് പാരാക്സിറ്റിൻ, ഫ്ലൂക്സിറ്റിൻ, റോബോക്സിറ്റിൻ ആൻഡ് ആറ്റോമോക്സിറ്റിൻ. സോ ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ആറ്റോമോക്സിറ്റിൻ ആണ്. കാരണം ADHDയിലെ ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന് പറയുന്നത് എക്സോമോക്സിറ്റിൻ ആണ്. ബാക്കിയുള്ള പാരാക്സിറ്റിൻ ആൻഡ് ഫ്ലൂക്സിറ്റിൻ എന്ന് പറയുമ്പോഴത്തേക്കും SSR, അതായത് സെലക്റ്റിൻ റിയപ്റ്റേക്ക് ഇൻഹിബിറ്റേഴ്സ് ആണ് ഈ ഒരു പാരാക്സിറ്റിൻ ആൻഡ് ഫ്ലൂക്സിറ്റിൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും മിനി മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ ഓഫ് എ പേഴ്സൺ ഈസ് So mini mental status examination of a person indicative. So mini mental status of an examination is 23 ആണ് എന്നുണ്ടെങ്കിൽ അത് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്നാണ് ചോദ്യം. സോ കാരണം മിനി മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ ഒരു സ്കോർ ഉണ്ട്. സോ ആ പേഷ്യൻസിൻ്റെ ബിഹേവിയർ അസസ് ചെയ്യാൻ വേണ്ടി ഒരു സ്കോർ ഉണ്ട്. ആ ഒരു സ്കോർ 23 ആണെന്നുണ്ടെങ്കിൽ അത് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് ചോദ്യം. സോ തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോർമൽ കൊഗ്നിഷൻ, mild dementia, moderate dementia and severe dementia. So when the mini mental status of an examination, while doing a mini mental status examination, if the patient score is 23, it indicate mild dementia. Okay, mild dementia ആണ് ഒരു 23 ഒരു സ്കോർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ ടെക്നിക്. ഈ താഴെ തന്നിരിക്കുന്നതിൽ ഒരു തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ ടെക്നിക് അല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. അക്സെപ്റ്റിംഗ്, അഡ്വൈസിങ്, എക്സ്പ്ലോറിങ് ആൻഡ് സമ്മറൈസിങ്. സോ ഇതിൽ ഒരു തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ ടെക്നിക് അല്ലാത്തത് ഓപ്ഷൻ ബി ആണ്, അഡ്വൈസിങ്. ബാക്കിയെല്ലാം തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ ടെക്നിക്സിൽ വരുന്നതാണ്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും അക്കോർഡിംഗ് ടു വിച്ച് ഫോർമുല ദ എക്സ്പെക്റ്റഡ് വെയിറ്റ് ഓഫ് എ 5-year-old ചൈൽഡ് ഈസ്. സോ വിച്ച് ഫോർമുല അനുസരിച്ച് 5 വയസ്സ് ഉള്ള ഒരു കുഞ്ഞിൻ്റെ എക്സ്പെക്റ്റഡ് വെയിറ്റ് എത്രയെന്നാണ് ചോദ്യം. സോ തന്നിരിക്കുന്ന ഓപ്ഷൻ
12 kilogram, 40 kilogram, 60 kilogram and 18 kilogram. So നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു ഫോർമുലയുണ്ട്. ആ ഫോർമുലയാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് പഠിക്കാനുള്ളത്. സോ ഇത് ഓരോ ഏജ് ഗ്രൂപ്പിന് പറയുന്ന ഫോർമുലാസ് ആണ്. ഈ ഓരോ ഏജ് ഗ്രൂപ്പിലും പറയുന്ന ഫോർമുലാസ് ആണ്. ഇപ്പോൾ 3 to 12 month ആണെന്നുണ്ടെങ്കിൽ എക്സ്പെക്റ്റഡ് വെയിറ്റ് ഈസ് ഈക്വൽ ടു ഏജ് ഇൻ മന്ത് പ്ലസ് 9/2. ഇനി 1 to 6 years ആണെന്നുണ്ടെങ്കിൽ എക്സ്പെക്റ്റഡ് വെയിറ്റ് ഈസ് ഏജ് ഇൻ ഇയേഴ്സ് ഇൻറ്റു 2 + 8. 7 to 12 years ആണെന്നുണ്ടെങ്കിൽ എക്സ്പെക്റ്റഡ് വെയിറ്റ് ഈസ് ഈക്വൽ ടു ഏജ് ഇൻ ഇയേഴ്സ് ഇൻറ്റു 7 - 5/2. ഓക്കെ, സോ നമ്മളുടെ പറഞ്ഞിരിക്കുന്ന ഇതിൽ 5 വയസ്സുള്ള ഒരു കുഞ്ഞിൻ്റെ കാര്യമാണ് പറഞ്ഞത്. സോ 5 വയസ്സാണെങ്കിൽ വിച്ച് കംസ് അണ്ടർ 1 to 6 years. That means age in years, expected weight is equal to age in years എന്ന് പറയുമ്പോഴത്തേക്കും 5. So 5 into 2 + 8, which means 10 + 8, 80. Okay, so expected weight എന്ന് പറയുമ്പോഴത്തേക്കും 80 kilogram. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ഡി 18 kilogram ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ഓക്കെ, നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യന് ഡിസ്കസ് ചെയ്തു. അതിൽ ഫെറ്റിഹിസം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഫാൻറ്റസി, അതായത് സെക്ഷൽ ടോയ്സ് വെച്ചിട്ട് ഒരു സെക്ഷൽ ഇതിൽ ഏർപ്പെടുന്ന സമയത്ത് കിട്ടുന്ന ഒരു എന്താണ് സെക്ഷൽ അറൗസലാണ് എന്തെന്ന് പറയുന്നത് ഫെറ്റിഹിസം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇപ്പോഴാണ് ഓർമ്മ വന്നത്, സോറി. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. So the question is, the isomerization of bilirubin molecules to harmless forms is best achieved by light having a wavelength of, അതായത് ബിലിറുബിൻ മോളിക്യൂളിൻ്റെ ഐസോമറൈസേഷന് ശേഷം ഒരു ഹാംലെസ് ഫോമിലോട്ട് പോകാനായിട്ട് വേണ്ട വേവ് ലെങ്ത് എത്രയാണ് എന്നാണ് ചോദ്യം. സോ തന്നിരിക്കുന്ന ഓപ്ഷൻസ് 300 to 360 nanometer, 350 to 400 nanometer and 400 to 430 nanometer and 430 to 490 nanometer. സോ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള വേവ് ലെങ്ത് എന്ന് പറയുമ്പോഴത്തേക്കും 430 to 490 nanometer ആണ്. ഓക്കെ, 430 to 490 nanometer ആണ് കറക്റ്റ് ആയിട്ടുള്ള വേവ് ലെങ്ത്തിൻ്റെ ഇതെന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ഒരു സ്പെസിഫിക് വേവ് ലെങ്ത് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ബ്ലൂ ഗ്രീൻ സ്പെക്ട്രം ഓഫ് ലൈറ്റിൽ ഇട്ടിട്ടാണ് ഇതിനെ എന്ത് ചെയ്യണം, മോഡുലേറ്റ് ചെയ്ത് എടുക്കുന്നത്. സോ അങ്ങനെയുള്ള സമയത്ത് ഇങ്ങനെ ഉപയോഗിക്കുന്ന ഒരു വേവ് ലെങ്ത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് നിയോനേറ്റൽ ജോണ്ടിസ് പോലുള്ള കണ്ടീഷൻസ് ട്രീറ്റ് ചെയ്യാനായിട്ട് ഫോട്ടോ തെറാപ്പിയിലാണ് ഈ ഒരു മോഡുലേഷൻ ഓഫ് വേവ് ലെങ്ത് അല്ലെങ്കിൽ ഐസോമറൈസേഷൻ ഓഫ് ഈ ഒരു വേവ് ലെങ്ത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും 1 gram per deciliter of decrease in albumin in serum can decrease the anion gap by, അതായത് 1 gram per deciliter of decrease in albumin, ആൽബുമിനിൻ്റെ 1 gram of deciliter നമ്മൾ കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ can decrease the anion gap. ഈ ഒരു ആനിയോൺ ഗ്യാപ്പിനെ ഡിക്രീസ് ചെയ്യുന്ന, ആനിയോൺ മീൻസ് കഴിഞ്ഞാൽ എന്താണ്, ഒരു പോസിറ്റീവ് ചാർജാണ് അയോൺ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിൽ തന്നിരിക്കുന്ന ഓപ്ഷൻസ് 1.5 milli equivalent per liter, 2.5 milli equivalent per liter and 3.5 milli equivalent per liter and 4.5 milli equivalent per liter. ഓക്കെ, അതിൽ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് 2.5 milli equivalent per liter. സോ 2.5 milli equivalent liter വെച്ചിട്ട് കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിലാണ് നമുക്ക് ആനിയോൺ ഗ്യാപ്പിന് നമുക്ക് ഡിക്രീസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും an autosomal recessive disorder characterized by partial albinism and a recurrent pyogenic infection. സോ ഒരു ഓട്ടോസോമൽ റെസസീവ് ഡിസോർഡേഴ്സ് ആണ് എന്താണ്, ഒരു പാർഷ്യൽ ആൽബിനിസം അല്ലെങ്കിൽ റെക്കറൻറ്റ് പയോജനിക് ഇൻഫെക്ഷൻ ഉണ്ടാവുന്നത് ഏത് എന്നാണ് ചോദ്യം. സോ ഓപ്ഷൻസ് നെസലോഫ് സിൻഡ്രോം, ജോബ് സിൻഡ്രോം, സീഡിയാക് ഹിഗാഷി സിൻഡ്രോം ആൻഡ് വിസ്കോ ആൽഡ്രിച്ച് സിൻഡ്രോം. ഓക്കെ, സോ ഇതിൽ
ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുമ്പോഴത്തേക്കും ചെഡിയാക് ഹിഗാഷി സിൻഡ്രോം ആണ്. ഈ ചെഡിയാക് ഹിഗാഷി സിൻഡ്രോം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഓപ്ഷൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ ഒരു ഓട്ടോസോമൽ റിസസീവ് ഡിസോർഡർ ആണ്. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, നമ്മൾ ഇമ്മ്യൂൺ ഫങ്ഷനെയും എന്താണ് ന്യൂറോളജിക്കൽ അബ്നോർമാലിറ്റീസിലൊക്കെ കാരണമാവുന്നതാണ് ഈ ഒരു ചെഡിയാക് ഹിഗാഷി സിൻഡ്രോം എന്ന് പറയുന്നത്. അത് മാത്രമല്ല ഇതിൻ്റെ ഏറ്റവും ഒരു പെക്യുലിയർ ഫീച്ചർ എന്ന് പറയുമ്പോഴത്തേക്കും LY51 എന്ന് പറയുന്ന ഒരു ജീനിൽ സംഭവിക്കുന്ന ഒരു മ്യൂട്ടേഷൻ കാരണമാണ് എന്ത് സംഭവിക്കുന്നത്, ചെഡിയാക് ഹിഗാഷി സിൻഡ്രോം ഉണ്ടാകുന്നത്. ഇത് എന്താണ് ലൈസോസോമിൻ്റെ ഫങ്ഷൻ അഫക്റ്റ് ചെയ്യും. സോ ഈ ഒരു ജീനിൽ മ്യൂട്ടേഷൻ സംഭവിക്കുന്ന വഴി ലൈസോസോമിൻ്റെ ഫങ്ഷനെ അഫക്റ്റ് ചെയ്തിട്ട് ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സും ന്യൂറോളജിക്കൽ അബ്നോർമാലിറ്റീസൊക്കെ ആൽബിനിസം ഒക്കെ ഉണ്ടാകുന്നത് ഈ ഒരു സിൻഡ്രോം കാരണമാണ്. ഓക്കെ, സോ ഇത് കൂടാതെ നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസും കൂടെ നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഓപ്ഷൻ എ നിസലോഫ് സിൻഡ്രോം. അതിന് നിസോലോഫ് സിൻഡ്രോം എന്നാണ് പറയുന്നത്. അതിൻ്റെ വേറൊരു പേരെന്ന് പറയുമ്പോൾ ഡൈജോർജ് സിൻഡ്രോം എന്ന് പറയാറുണ്ട്. അതായത് 22q11.2 എന്ന് പറയുന്ന ഒരു ജീൻ ക്രോമസോമിൽ ഉണ്ടാകുന്ന ഡിലീഷൻ, അതായത് ഡിലീഷൻ ഓഫ് ക്രോം 22 അത് കാരണമാണ് നിസോലോഫ് സിൻഡ്രോം ഉണ്ടാകുന്നത്. ഇത് കാരണം ഹാർട്ട് ഡിഫക്റ്റ് ഉണ്ടാവാം, ഇമ്മ്യൂൺ സിസ്റ്റം പ്രോബ്ലം ഉണ്ടാവാം, ഫേഷ്യൽ ഫീച്ചേഴ്സിനൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവാം. സോ ദാറ്റ്സ് വൈ ഇറ്റ്സ് കാൾഡ് നിസോലോഫ് സിൻഡ്രോം. സോ അടുത്ത് പറയുന്നത് ജോബ് സിൻഡ്രോം. ജോബ് സിൻഡ്രോംസിൻ്റെ വേറൊരു പേരാണ് എന്തെന്ന് പറയുന്നത് ഹൈപ്പർ IgE സിൻഡ്രോം. ഹൈപ്പർ IgE സിൻഡ്രോം എന്നാണ് ഈ ജോബ് സിൻഡ്രോമിനെ പറയുന്നത്. അത് മാത്രമല്ല ബഗ്ലി സിൻഡ്രോം എന്ന് പറയാറുണ്ട്. ഓക്കെ, ബഗ്ലി സിൻഡ്രോം എന്ന് ഇതിനെ പറയാറുണ്ട്. ഇത് കാരണം ഉണ്ടാവുന്ന അബ്നോർമാലിറ്റീസ് ആണ്. എക്സിമ ഉണ്ടാവാം, സ്കെലിറ്റൽ അബ്നോർമാലിറ്റീസ് ഒക്കെ ഈ ഒരു ജോബ് സിൻഡ്രോം കാരണമാണ് ഉണ്ടാകുന്നത്. ഓക്കെ, സോ അടുത്ത സിൻഡ്രോം എന്ന് പറയുമ്പോഴത്തേക്കും വിസ്കോട്ട് ആൽഡ്രിച്ച് സിൻഡ്രോം. വിസ്കോട്ട് ആൽഡ്രിച്ച് സിൻഡ്രോം ആണ് ഈ ഒരു ഇതിൽ പറയുന്നത്. ഇത് എക്സ് ലിങ്ക്ഡ് റിസസീവ് ഡിസോർഡർ ആണ്. എന്താണ് മെയിൽസിനെയാണ് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത്. ഒരു എക്സ് ലിങ്ക്ഡ് റിസസീവ് സിൻഡ്രോം ആണ്, മെയിൽസിനെയാണ് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത്. ബ്ലീഡിങ് ഡിസോർഡേഴ്സൊക്കെ ഉണ്ടാവാൻ കാരണം ഈ ഒരു വിസ്കോട്ട് ആൽഡ്രിച്ച് സിൻഡ്രോം ആണ്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ദ ഫ്ലൂയിഡ് വോളിയം ടു ബി റീപ്ലേസ്ഡ് അക്കോർഡിംഗ് ടു പാർക്ക്ലാൻഡ് ഫോർമുല in the first 8 hours for an 8-year-old child having a body weight of 25 kg admitted with 40% total body surface area burned. ഓക്കെ, അതായത് പൊള്ളലേറ്റ ഒരു കുട്ടി, 8 വയസ്സുള്ള പൊള്ളലേറ്റ ഒരു കുട്ടിക്ക് ഫ്ലൂയിഡ് ചേഞ്ച് ഉണ്ടാവണം, ഫ്ലൂയിഡ് ചേഞ്ച് വരുത്തണം പാർക്ക്ലാൻഡ് ഫോർമുല ഉപയോഗിച്ചിട്ട്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 8 മണിക്കൂർ കുട്ടിയുടെ ബോഡി സർഫസ് അനുസരിച്ച് എത്രയാണ് ഫ്ലൂയിഡ് കൊടുക്കേണ്ടതെന്നാണ് ചോദ്യം. സോ ഇതിൽ എന്താണ് ഫ്ലൂയിഡ് അവേഴ്സ് തന്നിട്ടുണ്ട്, കുട്ടിയുടെ ഏജ് തന്നിട്ടുണ്ട്, ബോഡി സർഫസ് ഏരിയ തന്നിട്ടുണ്ട്, കുട്ടിയുടെ വെയിറ്റ് തന്നിട്ടുണ്ട്. സോ ഇത് കണ്ടുപിടിക്കാനായിട്ട് ഒരു ഫോർമുല ഉണ്ടല്ലേ, പാർക്ക്ലാൻഡ് ഫോർമുല കണ്ടുപിടിക്കാനായിട്ടുള്ളതാണ് 4 ml ഇൻറ്റു ബോഡി സർഫസ് ഏരിയ ഇൻറ്റു വെയിറ്റ്. ഓക്കെ, ഇതാണ് പാർക്ക്ലാൻഡിൻ്റെ സ്റ്റാൻഡേർഡ് ഫോർമുല എന്ന് പറയുന്നത്. ഇതിൽ എങ്ങനെ ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഇതിൽ 4 ml ഓൾറെഡി ഉണ്ട്. ഇവിടെ കുട്ടിയുടെ ബോഡി സർഫസ് ഏരിയ എന്ന് പറയുന്നത് 45% ആണ്. ഓക്കെ, 45% ആണ് കുട്ടിയുടെ ബോഡി സർഫസ് ഏരിയ. വെയിറ്റ് തന്നിട്ടുണ്ട് 25 kg. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ കിട്ടുന്ന ആൻസർ എന്ന് പറയുമ്പോഴത്തേക്കും 4 ml ഇൻറ്റു 45 ഇൻറ്റു 25. ദാറ്റ് മീൻസ് 4000 ആണ് കറക്റ്റായിട്ട് വരുന്ന ആൻസർ. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടോ? ഓപ്ഷൻ കൊടുത്തിരിക്കുന്ന 2000 ഫസ്റ്റ് 8 hours നമ്മൾ എത്രയാണോ ടോട്ടൽ ഫ്ലൂയിഡ് ഉള്ളത് അതിൻ്റെ ഹാഫാണ് നമ്മൾ ഫസ്റ്റ് 8 hours കൊടുക്കുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് 16 hours ആണ് ഇതിൽ പറയുന്ന ടൈം എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് 8 hours കൊടുക്കുന്നത് 2000 ml ആണ്. ഓക്കെ, ദെൻ അടുത്ത 16 hours നമ്മൾ അടുത്ത 2000 ml കൊടുക്കുന്നത്. ഓക്കെ, സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 2000 ml, അതായത് ഈ 4000 ml പകുതി. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ദ ജസ്റ്റേഷണൽ ഏജ് ഓഫ് എ നിയോനേറ്റ് വിത്ത് എ ന്യൂ ബലാഡ് സ്കോർ ഓഫ് 20. അതായത് ജസ്റ്റേഷണൽ ഏജ് ഓഫ് എ നിയോനേറ്റ് വിത്ത് എ ന്യൂ ബലാഡ് സ്കോർ. ബലാഡ് സ്കോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റേഷണൽ ഏജ് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ് എന്തെന്ന് പറയുന്നത് ബലാഡ് സ്കോർ എന്ന് പറയുന്നത്. ഇപ്പോൾ ബലാഡ് സ്കോർ 20 ആണെന്നുണ്ടെങ്കിൽ ഒരു നിയോനേറ്റിൻ്റെ ജസ്റ്റേഷണൽ ഏജ് എത്രയാണ് എന്നാണ് ചോദ്യം. സോ തന്നിരിക്കുന്ന ഓപ്ഷൻസ് 20 weeks, 26 weeks,
32 വീക്സ് ആൻഡ് 38 വീക്സ്. ഇപ്പോൾ ബല്ലാർഡ് സ്കോർ 20 ആണെന്നുണ്ടെങ്കിൽ ഒരു ജെസ്റ്റേഷണൽ ഏജ് എന്ന് പറയുന്നത് 32 വീക്സ് ആണ്. ഓക്കെ, ദ റൈറ്റ് ആൻസർ ഈസ് 32 വീക്സ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. So, തന്നിരിക്കുന്ന questions question so substitution of a glutamic acid by valine, the 6th position in the beta chain results in. So valine നമ്മൾ എന്താണ് ഒരു glutamic acid valine ഒരു glutamic acid വരുമ്പോഴത്തേക്കും 6th പൊസിഷനിൽ ചേഞ്ച് വരും, ബീറ്റ ചെയിനിലെ 6th പൊസിഷനിൽ ചേഞ്ച് വരുവാണെങ്കിൽ അത് എന്തിൽ കാരണമാവും എന്നാണ് ചോദ്യം. സോ തന്നിരിക്കുന്ന ഓപ്ഷൻ സിക്കിൾ സെൽ അനീമിയ, തലസീമിയ, എപ്ലാസ്റ്റിക് അനീമിയ ആൻഡ് ഹീമോഫീലിയ. അതായത് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ഗ്ലൂട്ടാമിക് ആസിഡ് ബൈ വാലൈൻ. ഗ്ലൂട്ടാമിക് ആസിഡ് വാലൈൻ വഴി സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഈ ബീറ്റ ചെയിനിൽ 6th ബീറ്റ ചെയിനിൻ്റെ 6th പൊസിഷനിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവുകയാണെങ്കിൽ അത് റിസൾട്ട് ചെയ്യുന്ന ഏതിലെന്നാണ് ചോദ്യം. അല്ല, എനിക്ക് എടുക്കാൻ എളുപ്പം. So, തന്നിരിക്കുന്ന ഓപ്ഷൻ സിക്കിൾ സെൽ അനീമിയ, തലസീമിയ, എപ്ലാസ്റ്റിക് അനീമിയ ആൻഡ് ഹീമോഫീലിയ. അതിൽ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് സിക്കിൾ സെൽ അനീമിയാണ്. കാരണം ഈ ഒരു ബീറ്റ ചെയിനിൽ ഇതിൻ്റെ പൊസിഷൻ ചേഞ്ച് വരുമ്പോഴത്തേക്കും ഉണ്ടാവുന്നതാണ് സിക്കിൾ സെൽ അനീമിയ. അതായത് നമ്മളുടെ RBCയുടെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു സിക്കിൾ ഷേപ്പിലായിട്ട് മാറുന്നതാണ് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്. തലസീമിയ ആണെന്നുണ്ടെങ്കിൽ എന്താണ് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഹീമോഗ്ലോബിൻ്റെ പ്രൊഡക്ഷൻ നടക്കാതെ വരുന്നതിനാണ് തലസീമിയ എന്ന് പറയുന്നത്. എപ്ലാസ്റ്റിക് അനീമിയ ആണെങ്കിൽ ബോൺ മാരോയിൽ നിന്ന് എഫിഷ്യൻ്റ് ആയിട്ടുള്ള എന്താണ് ഹീമോഗ്ലോബിൻ റെഡ് ബ്ലഡ് സെൽസ് പ്രൊഡ്യൂസ് ആവാണ്ട ഒരു അവസ്ഥയിലോട്ട് പോകുന്നതാണ് എപ്ലാസ്റ്റിക് അനീമിയ. തന്നെ ഹീമോഫീലിയ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ബ്ലീഡിങ് ഡിസോർഡറാണ്. ഒരു എന്താണ് ബ്ലീഡിങ് ഡിസോർഡർ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് ഒരു ബ്ലഡ് ക്ലോട്ട്, ഒരു മുറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്തെന്ന് പറയുന്നത് ഹീമോഫീലിയ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും എ ഷണ്ടിങ് ക്രിയേറ്റഡ് ബിറ്റ്വീൻ ദി സുപ്പീരിയർ വീനക്കാവ ആൻഡ് ദി സൈഡ് ഓഫ് പൾമണറി ആർട്ടറി. പൾമണറി ആർട്ടറിയുടെയും വീനക്കാവയുടെയും ഇടയിൽ പ്ലേസ് ചെയ്യുന്ന ഒരു ഷണ്ടിനെ നമ്മൾ എന്ത് പറയും, ഏതാണ് എന്നാണ് ചോദ്യം. സോ തന്നിരിക്കുന്ന ഓപ്ഷൻ ബ്ലാലോക്ക് ടോസിങ് ഷണ്ട്, ഗ്ലെൻ ഷണ്ട്, നോറൂട്ട് ഷണ്ട് ആൻഡ് ഗോർ ഷണ്ട്. ഓക്കെ, സോ ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഗ്ലെൻ ഷണ്ടാണ്. അതായത് സുപ്പീരിയർ വീനക്കാവയുടെയും പൾമണറി ആർട്ടറിൻ്റെയും സൈഡിലായിട്ട് പ്ലേസ് ചെയ്യുന്ന ഷണ്ട് എന്ന് പറയുന്നത് ഗ്ലെൻ ഷണ്ടാണ്. ഓക്കെ, സോ നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസും കൂടെ നോക്കാം. അതിൽ ഇപ്പോൾ ബ്ലാലോക്ക് ടോസിങ് ഷണ്ടാണെന്നുണ്ടെങ്കിൽ ഇതെന്ന് പറയുന്ന ഒരു സർജിക്കൽ പ്രൊസീജിയർ വഴിയാണ് ചെയ്യുന്നത്. ഹിയർ ദ ഷണ്ട് ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ദി സബ്ക്ലേവിൻ ആർട്ടറി ആൻഡ് പൾമണറി ആർട്ടറി. സബ്ക്ലേവിൻ ആർട്ടറിയുടെയും പൾമണറി ആർട്ടറിയുടെയും നടുക്കായിട്ടാണ് ഈ ഒരു ഷണ്ട് പ്ലേസ് ചെയ്യുന്നത്. പ്ലേസ് ചെയ്യുന്നത് ഇൻക്രീസ് ബ്ലഡ് ഫ്ലോ ടു ദി ലങ്സ് ഇൻ സർട്ടൻ കൺജനൈറ്റൽ കണ്ടീഷൻസ്. എന്തെങ്കിലും തരത്തിലൊരു കൺജനൈറ്റൽ കണ്ടീഷൻസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ലങ്സിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്ലാലോക്ക് ടോസിങ് ഷണ്ട് പൾമണറി ആർട്ടറിയുടെയും സബ്ക്ലേവിൻ ആർട്ടറിയുടെയും ഇടയിലായിട്ട് പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, സോ അടുത്ത് പറയുന്നത് നോർവുഡ് ഷണ്ട്. നോർവുഡ് ഷണ്ട് ആണെന്നുണ്ടെങ്കിൽ യൂസ്ഡ് ഇൻ ദി ട്രീറ്റ്മെൻറ്റ് ഓഫ് ഹൈപ്പോപ്ലാസ്റ്റിക് ലെഫ്റ്റ് ഹാർട്ട് സിൻഡ്രോം. ഹൈപ്പോപ്ലാസ്റ്റിക് ലെഫ്റ്റ് ഹാർട്ട് സിൻഡ്രോമത്തിൻ്റെ എന്താണ് മാനേജ്മെൻ്റ് ആയിട്ടാണ് ഈ ഒരു നോർവുഡ് ഷണ്ട് പ്ലേസ് ചെയ്യുന്നത്. ഇത് പ്ലേസ് ചെയ്യുന്ന വഴി റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും സിസ്റ്റമിക് സർക്കുലേഷനെ എന്ത് ചെയ്യാൻ പറ്റും, റീറൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നോർവുഡ് ഷണ്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് ഇത്രയുള്ള ഈ ഒരു ക്വസ്റ്റ്യനിൽ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ദ ഡോസ് ഓഫ് പ്രെഡ്നിസോളൻ ഫോർ എ ചിൽഡ്രൻ വിത്ത് നെഫ്രോട്ടിക് സിൻഡ്രോം ഇൻ ദ ആബ്സെൻസ് ഓഫ് ഹൈപ്പർ ടെൻഷൻ ആൻഡ് അസറ്റോമിയ ഈസ് കാൾഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ ഒരു നെഫ്രോട്ടിക് സിൻഡ്രോം ഉള്ള ഒരു കുട്ടിക്ക് പ്രെഡ്നിസോളൻ ഡോസ് അഡ്മിനിസ്റ്റർ ചെയ്യുവാണ്.
അതിൽ ഹൈപ്പർ ടെൻഷനും ഇല്ല, കുട്ടിക്ക് അസറ്റോമിയ ഇല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റെക്കമെൻഡഡ് ആയിട്ടുള്ള ഡോസ് ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് 2 mg per kilogram body weight, 4 mg per kilogram body weight, and 6 mg per kilogram body weight, and 8 mg per kilogram body weight. ഇതിൽ റെക്കമെൻഡഡ് ആയിട്ടുള്ള ഡോസ് എന്ന് പറയുന്നത് 2 mg per kilogram per body weight ആണ്. ഓക്കെ, സോ നെഫ്രോട്ടിക് സിൻഡ്രോം ഉള്ള ഒരു കുട്ടിക്ക് റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന പ്രെഡ്നിസോണിൻ്റെ ഡോസ് എന്ന് പറയുന്നത് ഇൻ ദ ആബ്സെൻസ് ഓഫ് ഹൈപ്പർ ടെൻഷൻ്റെ അസറ്റോമിയയുടെ ആബ്സെൻസിൽ റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന പ്രെഡ്നിസോണിൻ്റെ ഡോസ് എന്ന് പറയുന്നത് 2 mg per kilogram ബോഡി വെയിറ്റ് ആണ്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ദ കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് സ്റ്റേജ് ഓഫ് എ 8-year-old ചൈൽഡ് അക്കോർഡിംഗ് ടു ജെയിൻ പേജറ്റിനനുസരിച്ച് ഇപ്പോൾ 8 വയസ്സായ കുഞ്ഞിൻ്റെ കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് സ്റ്റേജ് ഏത് എന്നാണ് ചോദ്യം. സോ തന്നിരിക്കുന്ന ഓപ്ഷൻ പ്രീ ഓപ്പറേഷണൽ, ഫോർമൽ ഓപ്പറേഷണൽ, കോൺക്രീറ്റ് ഓപ്പറേഷണൽ ആൻഡ് പ്രീ കൺവെൻഷണൽ. ഇതിൽ ജെയിൻ പേജറ്റിൻ്റെ ഒരു എന്താണ് കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റൽ സ്റ്റേജ് അനുസരിച്ച് കുട്ടിയുടെ 8 വയസ്സുള്ളൊരു കുട്ടിയുടെ സ്റ്റേജ് എന്ന് പറയുന്നത് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്. കാരണം ഈ ഒരു ഏജിൽ കുട്ടിക്ക് എല്ലാ കോൺക്രീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളും, അവന് ചുറ്റുമുള്ള എല്ലാ കോൺക്രീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. റൈറ്റ് ആൻഡ് റോങ് അറിയാനായിട്ട് പറ്റും. ഈവൻ കോൺക്രീറ്റ് ഒബ്ജക്ട്സിൻ്റെ യൂസസും എന്താണ് അതിൻ്റെ ഇമേജസ് ആയിരുന്നാലും എല്ലാ കാര്യം, കോൺവെർസേഷനെ കുറിച്ചായിരുന്നാലും എൻജോയ്മെൻറ്റിനെ കുറിച്ചായിരുന്നാലും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും എന്താണ് അറിയാൻ പറ്റുന്നത് കൊണ്ടാണ് ആ ഒരു ഏജിൽ കുട്ടിക്ക് ഉണ്ടാകുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് കോൺക്രീറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇൻ ഫീറ്റൽ ഡിസ്ട്രസ് ദ അമ്നോട്ടിക് ഫ്ലൂയിഡ് ബിക്കം. ഇപ്പോൾ ഫീറ്റൽ ഡിസ്ട്രസ് ഉള്ള കുഞ്ഞുങ്ങളിൽ അമ്നോട്ടിക് ഫ്ലൂയിഡ് ഏത് കളറിലായിരിക്കും എന്നാണ് ചോദ്യം. സോ തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഗോൾഡൻ കളർ, മെക്കോണിയം സ്റ്റെയിൻഡ് ആൻഡ് ഡാർക്ക് ബ്രൗൺ ആൻഡ് യെല്ലോ കളർ. സോ ഫീറ്റൽ ഡിസ്ട്രസ് ഉള്ള കുഞ്ഞുങ്ങളുടെ അവരുടെ എന്താണ് അമ്നോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് മെക്കോണിയം സ്റ്റെയിൻഡ് ആയിരിക്കും. സോ മെക്കോണിയം എന്ന് പറയുന്നത് നമുക്കറിയാം ഫസ്റ്റ് സ്റ്റൂൾ പാസ്ഡ് ബൈ ദ ബേബി ഈസ് കാൾഡ് മെക്കോണിയം. സോ മെക്കോണിയം സ്റ്റെയിൻഡ് ഉള്ള കുട്ടികളിലാണ് ഫീറ്റൽ ഡിസ്ട്രസ് ഉള്ള കുഞ്ഞുങ്ങളിലാണ് മെക്കോണിയം സ്റ്റെയിൻഡ് ആയിട്ടുള്ള അമ്നോട്ടിക് ഫ്ലൂയിഡ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നു. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ദ ഡ്രഗ് വിച്ച് ഈസ് നോട്ട് എ ടോക്കോലിറ്റിക് ഏജൻറ്റ്. ടോക്കോലിറ്റിക് ഏജൻറ്റ് അല്ലാത്ത ഡ്രഗ് ഏത് എന്നാണ് ചോദ്യം. സോ തന്നിരിക്കുന്ന ഓപ്ഷൻസ് വെറാപ്പമിൽ, റെട്രോഡ്രൈൻ, ലെബറ്റലോൾ ആൻഡ് അറ്റോസിബൺ. സോ ഇതിൽ ടോക്കോലൈറ്റിക് ഏജൻറ്റ് അല്ലാത്ത ഡ്രഗ് എന്ന് പറയുന്നത് അപ്പാർട്ട് ഫ്രം ദിസ് ലെബറ്റലോൾ ആണ് ടോക്കോലൈറ്റിക് ഏജൻറ്റ് അല്ലാത്ത ഡ്രഗ് എന്ന് പറയുന്നത്. ഓക്കെ, കൺട്രാക്ഷനെ ഇൻഡ്യൂസ് ചെയ്യുന്ന ഡ്രഗ്സിനെയാണ് ടോക്കോലിറ്റിക് ഏജൻറ്റ് എന്ന് പറയുന്നത്. സോ ടോക്കോലിറ്റിക് ഏജൻറ്റ് അല്ലാത്തത് ലെബറ്റലോൾ ആണ്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ദ തിന്നസ്റ്റ് പാർട്ട് ഓഫ് ദ ഫെലോപ്പിയൻ ട്യൂബ്. ഫെലോപ്പിയൻ ട്യൂബിൻ്റെ ഏറ്റവും തിന്നസ്റ്റ് ആയിട്ടുള്ള പാർട്ട് ഏതെന്നാണ് ചോദ്യം. തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഇൻഫൻറ്റിബുലർ, ഇസ്തുമസ്, ആംപുള ആൻഡ് ഇൻട്രാമ്യൂറൽ. ഇതിൽ ഫെലോപ്പിയൻ ട്യൂബിൻ്റെ തിന്നസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഇൻട്രാമ്യൂറലാണ്. ഓക്കെ, അപ്പാർട്ട് ഫ്രം ഫോർ ഓഫ് ദിസ് ഓപ്ഷൻ ഇൻട്രാമ്യൂറലാണ് ഫെലോപ്പിയൻ ട്യൂബിൻ്റെ തിന്നസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. ഇതിന് 0.7 mm വൈഡും 1 cm ലോങ്ങും ആണ്. ഓക്കെ, ഇൻട്രാമ്യൂറലിനത് 0.7 mm വൈഡും 1 cm ലോങ്ങും ആണ്. ഇതിനെ ഇൻഡസ്ട്രീഷ്യൽ പാർട്ട് എന്നും പറയാറുണ്ട്. ഓക്കെ, ഇൻഡസ്ട്രീഷ്യൽ പാർട്ട് എന്നും പറയാറുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഏർലി അമിനോസിന്തസിസ് ഹാസ് ക്യാരിഡ് ഔട്ട് അറ്റ്. ഏർലി അമിനോസിന്തസിസ് ചെയ്യുന്നത് എപ്പോഴും എന്നാണ് ചോദ്യം. തന്നിരിക്കുന്ന ഓപ്ഷൻ 12 to 14 weeks of gestation, 5 to 10 weeks of gestation and 20 to 24 weeks of gestation and 10 of the above. ഇതിൽ ഏർലി അമിനോസിന്തസിസ് ചെയ്യുന്നത് 12 to 14 weeks of gestation ആണ്. ഓക്കെ, 12 to 14 weeks of gestationൽ മാത്രമാണ് ഏർലി അമിനോസിന്തസിസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും മോസ്റ്റ് എഫക്റ്റീവ് ഇൻ ഡിറ്റക്റ്റിംഗ് ഓപ്പൺ ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ് ഇൻ പ്രഗ്നൻസി. പ്രഗ്നൻസിയിൽ ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ് ചെയ്യാനായിട്ട് ഏറ്റവും എഫക്റ്റീവായിട്ട് ചെയ്യുന്നത് ഏതിലൂടെയാണെന്നാണ് ചോദ്യം. അൾട്രാസൗണ്ട്, MSAFB ആൻഡ് കോറിയോണിക് വില്ലേജ് സാമ്പിളിംഗ് ആൻഡ് കോഡോസിന്തസിസ്. സോ ഇതിൽ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് മെറ്റേണൽ സെറം ആൽഫ ഫീറ്റോപ്രോട്ടീൻ ആണ്. ഈ ഒരു ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ ചെയ്യുന്ന വഴിയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ് ഉണ്ടോ ഇല്ലെന്നായിട്ട് അറിയാനായിട്ട് പറ്റുന്നത്. ഓക്കെ, സോ ദ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് മെറ്റേണൽ സെറം ആൽഫ ഫീറ്റോപ്രോട്ടീൻ മെത്തേഡാണ്.
ഓക്കെ. സോ നമുക്ക് ബാക്കി ഓപ്ഷൻസും കൂടെ നോക്കാം. അതിൽ കോറിയോണിക് വില്ലേജ് സാമ്പിളിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും പ്ലാസൻ്റ ടിഷ്യൂവിന് നമ്മൾ 10 to 13 വീക്സിൽ നമ്മൾ നോക്കുന്നതിനെയാണ് കോറിയോണിക് വില്ലേജ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ദെൻ കോഡോസിൻറ്റസിസ് ആണെങ്കിൽ ഫീറ്റൽ ബ്ലഡ് സാമ്പിളിംഗ് ആണ്. വെൻ ദ അംബിലിക്കൽ കോഡിൽ നിന്ന് 18 വീക്സ് ടൈമിൽ അംബിലിക്കൽ കോഡിൽ നിന്ന് ഫീറ്റൽ ബ്ലഡ് നമ്മളെടുത്ത് ചെയ്യുന്നതിനെയാണ് കോഡോസിൻറ്റസിസ് എന്ന് പറയുന്നത്. ഓക്കെ. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും വെൻ പ്ലാസൻ്റ കംപ്ലീറ്റ്ലി കവേഴ്സ് ദ ഓപ്പണിംഗ് ഓഫ് ദ സെർവിക്സ്. ഇപ്പോൾ പ്ലാസൻ്റ സെർവിക്സിൻ്റെ ഓപ്പണിങ്ങിനെ കംപ്ലീറ്റ്ലി കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് എന്താണ് പറയുന്നത് എന്നാണ് ചോദ്യം. പ്ലാസൻ്റ പ്രീവിയ, പ്ലാസൻ്റ എക്രീറ്റ, പ്രഷ്യൂ പ്ലാസൻ്റ ആൻഡ് പ്ലാസൻ്റ എക്രീറ്റ. സോ ഇതിലെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഇൻറ്റേർണൽ ലോസിൽ, അതായത് സെർവിക്കൽ ലോസിനെ കംപ്ലീറ്റ്ലി കവർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പ്ലാസൻ്റ പ്രീവിയ എന്നാണ് പറയുന്നത്. ഓക്കെ. സോ നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസും കൂടെ നോക്കാം. അതിൽ പ്ലാസൻ്റ അക്രീറ്റ ആണെന്നുണ്ടെങ്കിൽ പ്ലാസൻ്റ അറ്റാച്ചസ് ഡീപ്ലി ഇൻ യൂട്രൈൻ വാൾ. യൂട്രൈൻ വാളുമായിട്ട് ഡീപ്ലി അറ്റാച്ച് ചെയ്തിരിക്കുന്നതിനെയാണ് പ്ലാസൻ്റ അക്രീറ്റ എന്ന് പറയുന്നത്. ദെൻ അബ്രപ്ഷ്യോ പ്ലാസൻ്റ ആണെന്നുണ്ടെങ്കിൽ പ്ലാസൻ്റ സെപ്പറേറ്റ് ഫ്രം യൂട്രൈൻ വാൾ. ഓക്കെ. യൂട്രൈൻ വാളിൽ നിന്ന് സെപ്പറേറ്റ് ആവുന്നതിനെയാണ് അബ്രപ്ഷ്യോ പ്ലാസൻ്റ എന്ന് പറയുന്നത്. ദെൻ പ്ലാസൻ്റ പെർക്രീറ്റ ആണെന്നുണ്ടെങ്കിൽ ഗ്രോ ത്രൂ യൂട്രൈൻ വാൾ. യൂട്രൈൻ വാളിൽ കൂടെ ഗ്രോ ചെയ്തിട്ട് എന്താണ് നിയർ ബൈ ഓർഗൻസിലോട്ട് ഇൻവൈഡ് ചെയ്യുന്നതിനെയാണ് പ്ലാസൻ്റ പെർക്രീറ്റ എന്ന് പറയുന്നത്. ഓക്കെ. സോ ഇതൊക്കെയാണ് പ്ലാസൻ്റ പ്രീവിയയുടെ ക്ലാസിഫിക്കേഷൻസ് ആയിട്ട് വരുന്നത്. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ടെട്രോളജി ഓഫ് ഫാലറ്റ് ഇസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദി കോമ്പിനേഷൻ ഓഫ് ഡിഫക്റ്റ് എക്സ്പെക്റ്റ്. ഈ താഴെ തന്നിരിക്കുന്നതിൽ ടെട്രോളജി ഓഫ് ഫാലറ്റിൻ്റെ എന്താണ് ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് പറയുന്നത്, ഒന്നല്ലാണ്ട് എന്നാണ് ചോദ്യം. സോ പൾമണറി സ്റ്റീനോസിസ്, വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്റ്റ്, ഓവർറൈഡിങ് അയോട്ട, പാറ്റന്റ് ഡക്ടസ് ആർട്ടീരിയോസിസ്. സോ നമുക്കിത് ഓപ്ഷൻസ് കാണുമ്പോഴേ മനസ്സിലാവും പാറ്റന്റ് ഡക്ടസ് ആർട്ടീരിയോസിസ് ആണ് ഇതിൽ നിന്നും എക്സെപ്റ്റ് ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ. സോ ടെട്രോളജി ഓഫ് ഫാലറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും പീഡിയാട്രിക് ഒരു കണ്ടീഷനാണ്. ഇതിൽ 4 കണ്ടീഷനാണ് വരുന്നത്. പൾമണറി സ്റ്റീനോസിസ്, വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്റ്റ്, ഓവർറൈഡിങ് ഓഫ് അയോട്ട ആൻഡ് എന്താണ് റൈറ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി. ഓക്കെ. സോ ഇത് 4 കാര്യങ്ങളാണ് ടെട്രോളജി ഓഫ് ഫാലറ്റിൽ വരുന്നത്. ഇതിൽ എക്സ്പെക്റ്റ് ആയിട്ട് നിൽക്കുന്നത് പാറ്റന്റ് ഡക്ടസ് ആർട്ടീരിയോസിസ് ആണ്. ഓക്കെ. പാറ്റന്റ് ഡക്ടസ് ആർട്ടീരിയോസിസ് എന്ന് പറയുന്നത് അബ്നോർമൽ ഓപ്പണിംഗ് ബിറ്റ്വീൻ പൾമണറി ആർട്ടറി ആൻഡ് അയോട്ട. പൾമണറി ആർട്ടറിയുടെയും അയോട്ടയുടെയും അബ്നോർമൽ ഓപ്പണിംഗ് ആണെന്ന് പറയുന്നത് പാറ്റന്റ് ഡക്ടസ് ആർട്ടീരിയോസിസ് എന്ന് പറയുന്നത്. ഓക്കെ. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻ അസിസ്റ്റഡ് ബ്രീച്ച് ഡെലിവറി പ്രിൻസിപ്പിൾസ് ഇൻ കണ്ടക്ഷൻ ഇൻക്ലൂഡ്. അതായത് ഇപ്പോൾ ബ്രീച്ച് ഡെലിവറി നമ്മൾ അസിസ്റ്റ് ആയിട്ടുള്ള ബ്രീച്ച് ഡെലിവറിയിൽ കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്. ആ പ്രിൻസിപ്പിൾസിൽ എക്സ്പെക്റ്റ് ആയിട്ട് നിൽക്കുന്നത് ഏത് എന്നാണ് ചോദ്യം. നെവർ ടു റഷ്, നെവർ പുൾ ഫ്രം ബിലോ, ഓൾവേസ് കീപ് ഫീറ്റസ് വിത്ത് ബാക്ക് പോസ്റ്റീരിയർലി, ഓൾവേസ് കീപ്പ് ഫീറ്റസ് വിത്ത് ബാക്ക് ആൻറ്റീരിയർലി. ഇതിൽ എക്സ്പെക്റ്റ് അല്ലാത്തൊരു ഓപ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയുമ്പോഴേ അറിയാം, ഓൾവേസ് കെപ്റ്റ് ഫീറ്റസ് വിത്ത് ബാക്ക് പോസ്റ്റീരിയർലി. അതായത് ബാക്ക് പോസ്റ്റീരിയർ ആയിട്ട് തന്നെ ഫീറ്റസിനെ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ എക്സ്പെക്റ്റ് ആയിട്ട് നിൽക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ ഫീറ്റസ് അക്കാർഡിയാക്കസ് ഒക്കേഴ്സ് ഇൻ. ഫീറ്റസ് അക്കാർഡിയാക്കസ് ഒക്കേഴ്സ് ഇൻ ഇതിലേതെന്നാണ് ചോദ്യം. അതായത് ലാക്ക് ഓഫ് ഹാർട്ട് അല്ലെങ്കിൽ എന്താണ് പാർഷ്യൽ ആയിട്ട് എന്താണ് പാർഷ്യൽ ഡെവലപ്മെൻറ്റ് ഓഫ് ഹാർട്ടിനെയാണ് ഫീറ്റസ് അക്കാർഡിയാസിസ് എന്ന് പറയുന്നത്. അത് എപ്പോഴാണ് വരുന്നത് എന്നാണ് ചോദ്യം. മോണോസൈഗോട്ടിക് ട്വിൻസ്, ഡൈസൈഗോട്ടിക് ട്വിൻസ്, ബോത്ത് മോണോസൈഗോട്ടിക് ആൻഡ് ഡൈസൈഗോട്ടിക് ട്വിൻസ്, നൺ ഓഫ് ദി എബോ. ഈ ഒരു ഫീറ്റസ് അക്കാർഡിയാക്കസ് എന്ന് പറയുന്ന കണ്ടീഷൻ ഏറ്റവും മോസ്റ്റ് പ്രിവലൻ്റ് ആയിട്ട് വരുന്നത് മോണോസൈഗോട്ടിക് ട്വിൻസിലാണ്. ഓക്കെ. മോണോസൈഗോട്ടിക് ട്വിൻസിലാണ് ഫീറ്റസ് അക്കാർഡിയാക്കസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ മോസ്റ്റ് പ്രിവലൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ഫോർമൽ സെറ്റ് സ്പീച്ചസ് ആൻഡ് സിസ്റ്റമാറ്റിക് വേ ഓഫ് പ്രസൻറ്റിംഗ് വേരിയസ് ആസ്പെക്ട്സ് ഓഫ് പെർട്ടിക്കുലർ ടോപ്പിക് ബൈ സ്മോൾ ഗ്രൂപ്പ് ഓഫ് എക്സ്പെർട്സ് ഇസ് കാൾഡ്. അതായത് ഒരു ഫോർമൽ സെറ്റ് ഓഫ് സ്പീച്ചാണ്. അതിൽ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് കുറേ എക്സ്പേർട്സ് കാണും. ആ നോളേജിൽ അറിവുള്ള കുറച്ച് എക്സ്പേർട്സ് കാണും. സോ അതിന് എന്താണ് പറയുന്നതെന്നാണ് ചോദ്യം. സോ ലെക്ചർ മെത്തേഡ്, പാനൽ ഡിസ്കഷൻ, സിംഫോസിയം ആൻഡ് ഗ്രൂപ്പ് ഡിസ്കഷൻ. സോ ദ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് പാനൽ ഡിസ്കഷൻ. പാനൽ ഡിസ്കഷനിലാണ് ഒരു ടോപ്പിക് ഉണ്ടായിരിക്കും. ആ ടോപ്പിക്കിനെ കുറിച്ചുള്ള എക്സ്പേർട്സ് കാണും. ആ എക്സ്പേർട്സ് തമ്മിലുള്ള ഒരു ഡിസ്കഷനെയാണ് അതെന്ന് പറയുന്നത് പാനൽ ഡിസ്കഷൻ എന്ന് പറയുന്നത്. ഓക്കെ. സോ
നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ഓൾ ദ പ്ലാൻഡ് ലേണിംഗ് എക്സ്പീരിയൻസസ് വിച്ച് ആക്ട് ആസ് എ ഗൈഡ് ടു കണ്ടക്ട് എ കോഴ്സ് ബൈ എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് ടേംഡ് ആസ്. അതായത് ഒരു അക്കാഡമിക് ഇയർ തുടങ്ങുന്ന സമയത്ത് ആ അക്കാഡമിക് ഇയറിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവണം, ആ ഒരു സെറ്റ് ഓഫ് സബ്ജക്ട്സ് ആയിരുന്നാലും ഒരു സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം കാര്യങ്ങളും വരുന്നത് ഏത് എന്നാണ് ചോദ്യം. തന്നിരിക്കുന്ന ഓപ്ഷൻസ് ലെസൺ പ്ലാൻ, യൂണിറ്റ് പ്ലാൻ, കരിക്കുലം, പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ. നമുക്കറിയാമല്ലോ ഒരു അക്കാഡമിക് ഇയർ തുടങ്ങുമ്പോഴത്തേക്കും ആദ്യം രൂപകൽപ്പന ചെയ്യുന്നത് ഒരു കരിക്കുലമാണ്. ആ കരിക്കുലത്തിനനുസരിച്ചാണ് ഒരു കോളേജ് അല്ലെങ്കിൽ ഒരു സ്കൂൾ എങ്ങനെ പോകണം എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, കരിക്കുലം എന്ന് പറഞ്ഞ ഒരു സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ് ആണ് വിച്ച് ഇൻക്ലൂഡ് ഓൾ ദി സിലബസ് ആൻഡ് ആക്ടിവിറ്റീസ് ദറ്റ് ക്യാൻ ബി കണ്ടക്റ്റഡ് ബൈ ദി സ്റ്റുഡൻസ് ഓർ ടീച്ചേഴ്സ്. ഓക്കെ, സോ കരിക്കുലമാണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇൻറ്റഗ്രേഷൻ ഓഫ് ഡൈവേഴ്സ് ഫിലോസഫി ഇൻ നഴ്സിംഗ് എഡ്യൂക്കേഷൻ ഫോർ മേക്കിംഗ് ദി എഡ്യൂക്കേഷൻ ഫ്ലെക്സിബിൾ ആൻഡ് ഡൈനാമിക്സ്. സോ ഈ താഴെ തന്നിരിക്കുന്ന പറയുന്ന ഒരു ഫിലോസഫീസ് ആണ് അല്ലേ, ഐഡിയലിസം, നാച്ചുറലിസം, പ്രഗ്മാറ്റിസം ആൻഡ് എലക്റ്റിസം ആർ എ ടൈപ്പ് ഓഫ് ഫിലോസഫി. സോ ഈ ഒരു ഫിലോസഫിയിൽ എഡ്യൂക്കേഷൻ ഫ്ലെക്സിബിളായിട്ടും ഡൈനാമിക് ആയിട്ടും കൊണ്ടുപോകണം എന്ന് പറയുന്നത് ഇതിലേത് ഫിലോസഫിയിൽ എന്നാണ് ചോദ്യം. സോ കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് എലക്റ്റിസം ആണ്. എലക്റ്റിസം ആണ് എന്താണ് ഡിവൈൻ ഫിലോസഫി ദറ്റ് ഇൻക്ലൂഡ് ദി ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഡിവൈനിറ്റി ആയിട്ട് പറയുന്നത് എലക്റ്റിസമാണ്. ബാക്കിയുള്ളതും കൂടെ നമുക്ക് നോക്കാം. അതിൽ പ്രഗ്മാറ്റിസം എന്ന് പറയുമ്പോഴത്തേക്കും എഡ്യൂക്കേഷൻ ഷുഡ് ബി അബൌട്ട് ലൈഫ് ആൻഡ് ഗ്രോത്ത്. ലൈഫും ഗ്രോത്തിനെ കുറിച്ചായിരിക്കണം എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പ്രഗ്മാറ്റിസത്തിലാണ്. ഐഡിയലിസത്തിലാണെങ്കിൽ പ്രീ എമിനൻറ്റ് ഇമ്പോർട്ടൻസ് ഓഫ് സ്പിരിറ്റ്, സോൾ ആൻഡ് മൈൻഡ്. സ്പിരിറ്റ്, സോൾ ആൻഡ് മൈൻഡിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് ഐഡിയലിസം എന്ന് പറയുന്നത്. ദെൻ നാച്ചുറലിസം ആണെങ്കിൽ ഇമ്പോർട്ടൻസ് ടു ദി ഫിസിക്കൽ വേൾഡ്. ഫിസിക്കൽ വേൾഡിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് നാച്ചുറലിസം എന്ന് പറയുന്നത്. അതായത് നാച്ചുറലി എന്താണോ പഠിച്ചു വരുന്നത് സോ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് നാച്ചുറലിസ്റ്റിക് ഫിലോസഫിയിൽ പറയുന്നത്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും എ 3-dimensional ഇമിറ്റേഷൻ ഓഫ് എ റിയൽ ഒബ്ജക്റ്റ് ആസ് ഓഡിയോ വിഷ്വൽ എയ്ഡ് യൂസ്ഡ് ഇൻ എഡ്യൂക്കേഷൻ. അതായത് ഒരു 3-dimensional മെത്തേഡിൽ ഓഡിയോ വിഷ്വലിനെ ഏറ്റവും പ്രിവലൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏത് എന്നാണ് ചോദ്യം. ഫ്ലാഷ് കാർഡ്, ഫ്ലാനൽ ബോർഡ്, മോഡൽ, പ്രൊജക്ടർ. സോ ഇതെല്ലാം ഇതിൽ 3-dimensional എന്ന് പറയുമ്പോഴത്തേക്ക് ഓഡിയോ വിഷ്വൽ എന്ന എല്ലാ കാര്യങ്ങളും കൂടെ കൊണ്ടുവരുന്നതാണ്. സോ ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് മോഡലാണ്. കാരണം മോഡൽ ഡെമോൺസ്ട്രേഷൻ, ഈ മോഡൽ വെച്ച് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന സമയത്താണ് അത് കേൾക്കുന്ന ആൾക്കാരിൽ ഏറ്റവും കൂടുതൽ മനസ്സിലാവുന്നതും അവർക്ക് ഏറ്റവും കൂടുതൽ ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റുന്നതും ഏതെങ്കിലും മോഡലിൻ്റെ ഡെമോൺസ്ട്രേഷൻ വഴിയാണ്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും എ പ്രോസസ് ഓഫ് അസിസ്റ്റിംഗ് സ്റ്റുഡൻറ്റ് ഹൂ ഷോസ് മാലഡാപ്റ്റീവ് ബിഹേവിയർ. മാലഡാപ്റ്റീവ് ബിഹേവിയർ കാണിക്കുന്ന കുട്ടികളിൽ കൊടുക്കേണ്ട കൗൺസിലിംഗ് അല്ലെങ്കിൽ അസിസ്റ്റിംഗ് പ്രോസസ്സ് ഏത് എന്നാണ് ചോദ്യം. സോ തന്നിരിക്കുന്ന ഓപ്ഷൻസ് റെമഡിയൽ കൗൺസിലിംഗ്, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ കൗൺസിലിംഗ്, ഗ്രീഫ് കൗൺസിലിംഗ് ആൻഡ് മില്യൂ കൗൺസിലിംഗ്. ഇതിൽ കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുമ്പോഴത്തേക്ക് റെമഡിയൽ കൗൺസിലിംഗ് ആണ്. റെമഡിയൽ കൗൺസിലിംഗ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്ജസ്റ്റീവ് ബിഹേവിയർ ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ അഡാപ്റ്റീവ് ബിഹേവിയറിലോട്ട് കൊണ്ടുവരാനായിട്ടാണ് ഈ ഒരു റെമഡിയൽ കൗൺസിലിംഗ് കൊടുക്കുന്നത്. ഇതിലൂടെ അവർക്ക് ഏറ്റവും കൂടുതൽ കോപ്പപ്പ് ചെയ്യാനും ഒരു ഓപ്പണിലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാനായിട്ടും ഈ ഒരു കൗൺസിലിങ്ങിലൂടെ സാധിക്കും. സോ ദ റൈറ്റ് ആൻസർ ഇസ് റെമഡിയൽ കൗൺസിലിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ദ ഫിനിറ്റ് നമ്പർ ഓഫ് റിയൽ വാല്യൂസ് വിത്തിൻ എ ഗിവൻ ഇൻ്റർവൽ വിച്ച് ഇസ് കൗണ്ടബിൾ ഇൻ നാച്ചർ. അതായത് എ ഫിനിറ്റ് നമ്പർ ഓഫ് റിയൽ വാല്യൂസിന് ഫിനിറ്റ് നമ്പറിൽ കൊടുത്തിട്ടുണ്ട്. അത് നാച്ചുറൽ കൗണ്ടബിൾ ചെയ്യാൻ പറ്റുന്നതിന് എന്ത് നമ്പേഴ്സ് എന്ന് പറയുന്നതാണ് ചോദ്യം. സോ തന്നിരിക്കുന്ന ഓപ്ഷൻസ് റേഷ്യോ വേരിയബിൾ, ഡിസ്ക്രീറ്റ് വേരിയബിൾ, കണ്ടിന്യൂസ് വേരിയബിൾ ആൻഡ് ഇൻ്റർവൽ വേരിയബിൾ. കണ്ടിന്യൂസ് ആയിട്ട് നേച്ചറിൽ കൗണ്ട് ചെയ്യാൻ പറ്റുന്ന അതിനെ പറയുന്നത് discrete variable എന്നാണ്. ഓക്കെ, ദ റൈറ്റ് ആൻസർ ഇസ് ഡിസ്ക്രീറ്റ് വേരിയബിൾ ഇസ് ദി നമ്പേഴ്സ് ദറ്റ് ക്യാൻ ബി കൗണ്ടബിൾ ഇൻ നാച്ചുർ. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ദ റിട്ടൺ ഫാക്ച്വൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾ ഈസ് ടേംഡ് ആസ്. റിട്ടൺ ആയിട്ട് ഫാക്ച്വൽ ആയിട്ട് എഴുതി വെച്ചിരിക്കുന്ന വേരിയബിൾസിനെ നമ്മൾ എന്ത് പറയും എന്നാണ് ചോദ്യം. ഫസ്റ്റ് ഓപ്ഷൻസ് ഒബ്ജക്റ്റീവ്, ഡെലിമിറ്റേഷൻ,
delimitation, assumption and hypothesis. So factual എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് വരുന്നത് എന്താണ്? ഹൈപ്പോത്തിസിസ്. ഹൈപ്പോത്തിസിസ് ആണ് റിലേഷൻ ബിറ്റ്വീൻ ടു ഓർ മോർ വേരിയബിൾസ് അല്ലെ ഫാക്ച്വൽ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഹൈപ്പോത്തിസിസ് ആണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഹൈപ്പോത്തിസിസ്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ദ റിസർച്ച് ഡിസൈൻ ബെസ്റ്റ് സ്യൂട്ടഡ് ഇൻ ദി ഇനീഷ്യൽ ഫേസ് ടു സ്റ്റഡി എ ന്യൂലി എമർജിങ് ഇൻഫെക്ഷ്യസ് ഡിസീസ്. ഇപ്പോൾ പുതിയതായിട്ട് എമർജ് ചെയ്യുന്ന ന്യൂലി ഇൻഫെക്ഷ്യസ് ഡിസീസിനെ കുറിച്ച് പഠിക്കുന്ന സ്റ്റഡി ഏതെന്നാണ് ചോദ്യം. സോ തന്നിരിക്കുന്ന ഓപ്ഷൻ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡി ഡിസൈൻ, കോറിലേഷണൽ സ്റ്റഡി ഡിസൈൻ, എക്സ്പെരിമെൻ്റൽ സ്റ്റഡി ഡിസൈൻ ആൻഡ് കേസ് കൺട്രോൾ സ്റ്റഡി ഡിസൈൻ. ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡി ഡിസൈൻ ആണ്. ബിക്കോസ് വി ഹാവ് ടു സ്റ്റഡിങ് അബൌട്ട് we have to elaborating our study about a newly emerging disease അല്ലേ, അതാണ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡി. കോറിലേഷണൽ സ്റ്റഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റഡീസിൻ്റെ തമ്മിലുള്ള റിലേഷനെ കുറിച്ച് പറയുന്നതാണ് കോറിലേഷണൽ സ്റ്റഡി ഡിസൈൻ. എക്സ്പെരിമെൻ്റൽ സ്റ്റഡി ഡിസൈൻ എന്ന് പറയുമ്പോഴത്തേക്ക് വി ഹാവ് ടു യൂസ് എന്താണ് സ്റ്റഡിങ് ദി എന്താണ് നമ്മൾ എക്സ്പെരിമെൻറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ അതിനെ കൺക്ലൂഡ് ചെയ്യുന്നതിനാണ് എക്സ്പെരിമെൻ്റൽ സ്റ്റഡി ഡിസൈൻ. കേസ് കൺട്രോൾ സ്റ്റഡി ഡിസൈൻ എന്ന് പറയുമ്പോഴത്തേക്കും എമർജ് ചെയ്യുന്ന കേസസിനെ കുറിച്ച് അതിൻ്റെ അസോസിയേറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളെക്കുറിച്ചും പഠിക്കുന്നതിനാണ് കേസ് കൺട്രോൾ സ്റ്റഡി ഡിസൈൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ദ എലമെൻറ്റ് ദാറ്റ് റെപ്രസെൻറ്റ് എ ഗ്രൂപ്പ് ഓഫ് സ്റ്റഡി സബ്ജക്റ്റ്. അതായത് ഒരു ഗ്രൂപ്പിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന എലമെൻറ്റിന് എന്ത് പറയും എന്നാണ് ചോദ്യം. സോ തന്നിരിക്കുന്നത് പോപ്പുലേഷൻ, സാമ്പിൾ, ആക്സസിബിൾ പോപ്പുലേഷൻ, യൂണിവേഴ്സ്. സോ പോപ്പുലേഷൻ എന്ന് വരില്ല, കാരണം എന്ന് പറയുന്നത് ഒരു പോപ്പുലേഷനിൻ്റെ എലമെൻറ്റ് ഗ്രൂപ്പിനെ എടുക്കുന്നതിനാണ് സെറ്റ് ഓഫ് പോപ്പുലേഷൻ, സബ്സെറ്റ് ഓഫ് പോപ്പുലേഷൻ. സോ ദ റൈറ്റ് ആൻസർ ഇസ് സാമ്പിൾ. സബ്സെറ്റ് ഓഫ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് സാമ്പിളാണ്. ഓക്കെ, സോ റൈറ്റ് ആൻസർ സാമ്പിൾ ആണ്. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ദ മെഷർ ഓഫ് വേരിയബിലിറ്റി ഇൻ എ ഡേറ്റാ സെറ്റ്. ഡേറ്റാ സെറ്റിൻ്റെ വേരിയബിലിറ്റി മെഷർ ചെയ്യുന്നത് ഏത് എന്നാണ് ചോദ്യം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, മീൻ, സെൻട്രൽ ടെൻഡൻസി ആൻഡ് ഗോസിയൻ ഡിസ്ട്രിബ്യൂഷൻ. അതായത് ഒരു ഡേറ്റയുടെ വേരിയബിലിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓക്കെ, വേരിയബിലിറ്റി ഇൻ ഡേറ്റയിൽ ഉണ്ടാകുന്ന വേരിയബിലിറ്റീസിന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ്. ദെൻ മീൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സം ടോട്ടൽ ഓഫ് നമ്പേഴ്സിനെയാണ് നമ്മൾ മീൻ എന്ന് പറയുന്നത്. ദെൻ സെൻട്രൽ ടെൻഡൻസി എന്നാണെങ്കിൽ ഒരു സ്പെസിഫൈഡ് ആയിട്ട് സെൻട്രലിൽ നിൽക്കുന്ന ഒരു നമ്പറിനെ അസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെൻട്രൽ ടെൻഡൻസി യൂസ് ചെയ്യുന്നത്. ദെൻ ഗോസിയൻ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ നോർമൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനെയാണ് ഗോസിയൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ദ ഡെവലപ്മെൻറ്റ് ഓഫ് മെനി അഡ്മിറബിൾ സോഫ്റ്റ് സ്കിൽസ് ലേൺ ത്രൂ ലൈഫ് ആൻഡ് വർക്ക് എക്സ്പീരിയൻസ് ഓഫ് പേഴ്സണൽ ഓവർ ദി കോഴ്സ് ഓഫ് ദെയർ കരിയേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു വേയിൽ നിന്നുകൊണ്ട് തന്നെ പലതരത്തിലുള്ള സ്കിൽസിലേക്ക് അഡ്മിറേറ്റ് ചെയ്ത് ഒരു എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ ആയിട്ട് അവരുടെ ഒരു കാരിയർ കോഴ്സിൽ നിലനിൽക്കുന്നതിനെ എന്തെന്ന് പറയും എന്നാണ് ചോദ്യം. സോ തന്നിരിക്കുന്ന ഓപ്ഷൻസ് പ്രൊഫഷണലിസം, ബിൽ ഓഫ് റൈറ്റ്സ്, ബയോ എത്തിക്സ് ആൻഡ് അൾട്രൂയിസം. സോ ക്വസ്റ്റ്യൻസിൽ പറയുന്ന പോലെ തന്നെ പ്രൊഫഷണലായിട്ട് നിൽക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സ്കിൽസും കരിയേഴ്സൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യുന്നത്. സോ ദ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് പ്രൊഫഷണലിസം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും എ പ്രീമിയം ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് ഇസ് ദി. ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ പ്രീമിയം എന്ന് പറയുന്നത് എന്താണ്? പേയ്മെൻറ്റ് ഓഫ് ഹെൽത്ത് പ്ലാൻ മേക്സ് ഫോർ കവേർഡ് വൺ, പേയ്മെൻറ്റ് ഓഫ് ഈച്ച് മന്ത് ടുവേർഡ്സ് ഹെൽത്ത് പ്ലാൻ, പേയ്മെൻറ്റ് ഫോർ ഹെൽത്ത് കെയർ ബിഫോർ ഹെൽത്ത് പ്ലാൻ ബിഗിൻസ് ടു പേ, ദെൻ നൺ ഓഫ് ദി എബോവ്. സോ ഇതിൽ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ പ്രീമിയം ആയിട്ട് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, പേയ്മെൻറ്റ് ഓഫ് ഈച്ച് മന്ത് ടുവേർഡ്സ് ഹെൽത്ത് പ്ലാൻ. ഓരോ ഹെൽത്ത് പ്ലാനിലും നമ്മൾ എന്താണ് ഓരോ മാസവും പ്ലാൻ ചെയ്യണം എന്നാണ് പറയുന്നത്. സോ ഇതാണ് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ പ്രീമിയം ആയിട്ട് പറയുന്നത്. ഓക്കെ, സോ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും എ മെത്തേഡ് ഓഫ് കമ്പയറിംഗ് ദി എക്സ്പ്ലിസിറ്റ് ആൻഡ് ഇംപ്ലിസിറ്റ് കോസ്റ്റ് ഓഫ് ടേക്കിംഗ് എൻ ആക്ഷൻ വേഴ്സസ് എക്സ്പെക്റ്റഡ് ബെനിഫിറ്റ് ഇൻ ഫിനാൻസിങ് ഓഫ് ഹെൽത്ത് കെയർ സർവീസസ്. അതായത് ഒരു ഹെൽത്ത് കെയർ സർവീസസിൻ്റെ ഫിനാൻസിൽ നമ്മൾ എന്താണ് എക്സ്പെക്റ്റഡ് ബെനിഫിറ്റ്സിനെ എക്സ്പ്ലിറ്റ് ചെയ്യുകയും ഇംപ്ലിറ്റ് ചെയ്യുന്നതും കോഴ്സ് ഓഫ് മെത്തേഡ് ഓഫ് കമ്പയറിങ്ങിന് എന്തെന്ന് പറയുന്നതാണ് ചോദ്യം. സോ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്, കോസ്റ്റ് എഫക്റ്റീവ് അനാലിസിസ്, കോസ്റ്റ് യൂട്ടിലിറ്റി അനാലിസിസ് ആൻഡ് കോസ്റ്റ് അനാലിസിസ്. ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ആണ്. സോ നമ്മൾ കോസ്റ്റിന് എന്താണ് ബെനിഫിറ്റ് അനാലിസിസും കൂടെ ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് എന്താ ഒരു ടോട്ടലായിട്ട് ഒരു എക്സ്പ്ലിറ്റ് ഇംപ്ലിസിറ്റ് കമ്പാരിസൺ നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് അസ്യൂം ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം.
അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്ക് എംപ്ലോയീസ് ഇൻ ആൻ ഓർഗനൈസേഷൻ വിൽ ബി പ്രൊമോട്ടഡ് ഓൺ ദി ബേസിസ് ഓഫ് സീനിയോറിറ്റി ഈസ് എൻ എക്സാമ്പിൾ ഓഫ്. സോ എംപ്ലോയീസ് ഇൻ ഒരു ഓർഗനൈസേഷനിലുള്ള എംപ്ലോയീസിന് എന്താണ് ഒരു സീനിയോറിറ്റി ബേസിസിൽ പ്രൊമോട്ട് ചെയ്യുന്നത് എന്താണ് എന്നാണ് ചോദ്യം. റൂൾസ്, പ്രൊസീജിയേഴ്സ്, പോളിസീസ് ആൻഡ് മെത്തേഡ്. ഇപ്പോൾ ഇതിൽ തന്നിരിക്കുന്ന റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് പോളിസിയാണ്. നമുക്കറിയാം പോളിസി എന്ന് പറയുമ്പോഴത്തേക്ക് റിട്ടേൺ ചെയ്യുന്ന സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ് ആണ്. സോ ആ ഒരു പോളിസി ബേസിസിലായിട്ടായിരിക്കും ആ ഒരു ഓർഗനൈസേഷൻ മുന്നോട്ട് പോകുന്നതും അതിനനുസരിച്ചായിരിക്കും എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ദ റൈറ്റ് ആൻസർ ഈസ് പോളിസി. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും റൂൾസ്, ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എംപ്ലോയീസ് ആർ ഗിവൻ ഇൻ റൈറ്റിംഗ് ഇസ് ഇൻ. സോ റൂൾസും ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും ഒരു എംപ്ലോയീസിൻ്റെ റൂൾസ്, ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഒരു റൈറ്റിങ്ങിൽ കൊടുത്തിരിക്കുന്നത് ഏതിൽ എന്നാണ് ചോദ്യം. ഫോർമൽ ഓർഗനൈസേഷൻ, ഇൻഫോർമൽ ഓർഗനൈസേഷൻ, സ്ട്രാറ്റജിക് ഓർഗനൈസേഷൻ ആൻഡ് മാട്രിക് ഓർഗനൈസേഷൻ. സോ ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഫോർമൽ ഓർഗനൈസേഷനാണ്. ഒരു ഡ്യൂട്ടീസ്, റെഗുലേഷൻസ് ഒക്കെ ഒരു ഫോർമൽ ഓർഗനൈസേഷൻ ബേസിസിലായിരിക്കും ഒരു എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതായിരിക്കുക. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും in an organization dash is the time that elapses issuing a replenishment order and receiving the material in stores. So ഒരു ഓർഗനൈസേഷനിൽ ഏത് സമയത്തെയാണ് ഒരു റിപ്ലേനിഷ്മെൻറ്റ് ഓർഡർ അല്ലെങ്കിൽ ഒരു ഓർഡറിനെ നികത്താൻ വേണ്ടിയിട്ടും റിസീവ് ചെയ്യേണ്ടതായിട്ടുള്ളൊരു ടൈം എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ റിപ്ലേനിഷ്മെൻറ്റ് ടൈം, ലീഡ് ടൈം, ഐഡിയൽ ടൈം ആൻഡ് ഓവർ ടൈം. ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ലീഡ് ടൈമാണ്. കാരണം ലീഡ് ടൈം എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് എ ടൈം വെൻ ആ ഒരു ഓർഗനൈസേഷനിലുള്ള എംപ്ലോയീസിനായിരുന്നാലും ഒരു ടൈം ടു ടൈം അപ്രോച്ചസ് ഇപ്പോൾ സ്റ്റോഴ്സിൽ സാധനങ്ങൾ വയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന അടയ്ക്കുന്ന ഒരു ഗ്യാപ്പ് ടൈമാണ് എന്തെന്ന് പറയുന്നത് ലീഡ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ റൈറ്റ് ആൻസർ ഈസ് ലീഡ് ടൈം. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും the task of buying goods of the right quality in the right quantity at the right time and at the right price. റൈറ്റ് പ്രൈസിൽ, റൈറ്റ് ടൈമിൽ, റൈറ്റ് ക്വാണ്ടിറ്റിയിൽ, റൈറ്റ് ക്വാളിറ്റിയിൽ ഗുഡ്സ് ബൈ ചെയ്യുന്ന ടാസ്കിന് പറയുന്ന പേരാണ് സപ്ലൈയിങ്, പർച്ചേസിങ്, സ്ക്രൂട്ടനൈസിങ് ആൻഡ് സ്പെക്കുലേറ്റീവ് ബൈ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് പർച്ചേസിങ്. ഓക്കെ, പർച്ചേസിങ് ആണ് ഇതിൻ്റെ ശരിയായ സമയത്ത്, ശരിയായ രീതിയിൽ, ശരിയായ ക്വാണ്ടിറ്റിയിൽ, ശരിയായ അളവിൽ നമ്മളൊരു സാധനങ്ങൾ വാങ്ങുന്ന ടാസ്കിന് പറയുന്ന പേരാണ് പർച്ചേസിങ്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്ക് നേഴ്സ് അഡ്മിനിസ്റ്ററിങ് റോങ് മെഡിക്കേഷൻ ടു എ പേഷ്യൻറ്റ് ഈസ് എൻ എക്സാമ്പിൾ. ഒരു നേഴ്സ് ഒരു പേഷ്യൻറ്റിന് മെഡിസിൻസ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത് തെറ്റായിട്ടുള്ള മെഡിക്കേഷൻ ആണെങ്കിൽ അതിനെ പറയുന്ന പേരെന്താണ്? മാൽ പ്രാക്ടീസ്, ബാറ്ററി, സ്ലാൻഡർ ആൻഡ് ലൈബൽ. ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് മാൽ പ്രാക്ടീസ് ആണ്. കാരണം നേഴ്സ് അവിടെ കാണിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് നെഗ്ലിജൻസ് ആണല്ലേ. സോ ദാറ്റ്സ് വൈ ദ ഓപ്ഷൻ ഈസ് മാൽ പ്രാക്ടീസ്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് ദ ടേം യൂസ്ഡ് ഇൻ എ മാനേജ്മെൻറ്റ് ടു റെഫർ ദി പ്രോസസ് ഓഫ് ഗിവിങ് റെസ്പോൺസിബിലിറ്റി ആൻഡ് അതോറിറ്റി ടു ദി സബോർഡിനേറ്റ്. അതായത് ഇപ്പോൾ ഒരു അതോറിറ്റി, അതായത് ഒരു സൂപ്പർവൈസർ തൻ്റെ സബോർഡിനേറ്റ്സിന് ജോബ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത് എന്ത് എന്നാണ് പറയുന്നത്? സ്പാൻ ഓഫ് കൺട്രോൾ, ഡെലിഗേഷൻ, സെൻട്രലൈസേഷൻ ആൻഡ് ഡിസെപ്ഷൻ. സോ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഡെലിഗേഷൻ. സോ ഡെലിഗേഷൻ ആണ്. ഡെലിഗേഷൻ ഇസ് ദ പ്രോസസ് വൈൽ ദി സബോർഡിനേറ്റ്സിന് അതോറിറ്റീസ് അവരുടെ ജോബ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് എന്ന് പറയുന്നത് ഡെലിഗേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. Last and final question. The name of the institute that came into existence in 2015 to replace the Planning Commission India. 2015 പ്ലാനിംഗ് കമ്മീഷൻ ഇന്ത്യയെ റീപ്ലേസ് ചെയ്ത് കൊണ്ടുവന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് എന്നാണ് ചോദ്യം. സോ ഓപ്ഷൻ എ നീതി ആയോഗ്, ആയുഷ്, NDHA ആൻഡ് ISM&H. ഇതിൽ പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് 2015 വന്ന നീതി ആയോഗാണ്. ദറ്റ് മീൻസ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രാൻസ്ഫോമിങ് ഇന്ത്യ. അതാണ് നീതി ആയോഗ് എന്ന് പറയുന്നത്. സോ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് നീതി ആയോഗാണ്. സോ ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ഇന്നത്തെ IMSലെ 100 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. സോ ഇതിൽ നന്നായിട്ട് എഴുതിയവർ കാണും, എന്താ വിചാരിച്ച പോലെ എഴുതാൻ പറ്റാത്തവരുണ്ടായിരിക്കും. ഇനി അടുത്തുള്ള എക്സാംസിനും ഈ ഒരു ക്വസ്റ്റ്യൻസിൽ നിന്ന് നിങ്ങൾ ഒരുപാട് പ്രിപ്പയർ ചെയ്യുക. കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. എനിവേ ശ്രദ്ധിച്ചിരുന്ന എല്ലാവർക്കും താങ്ക് യു.
And so we are winding up the class. Okay, ellarkum all the best for your further examinations. Okay, thank you so much. Thank you for listening patiently for everyone. Thank you.